So today we shall start with our botany marathon session. Myself Smitha. Okay. അപ്പോൾ ശരി നമുക്ക് തുടങ്ങാം. സോ ഫസ്റ്റ് ഇയർ ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിട്ട് തോന്നുക. പക്ഷേ ഈ ഒരു ക്വിക്ക് റിവിഷൻ സെഷനിൽ നമ്മൾ മാക്സിമം NCERTയുടെ ഡീറ്റെയിൽസ് നമ്മൾ ചെയ്യാൻ പോവാണ്. ഓക്കെ റൈറ്റ്. സോ സ്റ്റാർട്ടിങ് വിത്ത് ദ ഡീറ്റെയിൽസ്. ഇപ്പോൾ ടെക്സ്റ്റിനകത്ത് നമുക്ക് കിങ്ഡം പ്ലാൻ കിങ്ഡത്തിനകത്ത് സ്റ്റാർട്ടിങ് വിത്ത് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് എന്താണ്? സിസ്റ്റംസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ അതിനകത്ത് എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ ഇതാ ഇവിടെ ചില പോയിന്റ്സ് കിടക്കുന്നുണ്ട്. നോക്കൂ, സി ഇപ്പോൾ വി ഹാവ് ഗോട്ട് 3 സിസ്റ്റംസ് ഓഫ് ക്ലാസിഫിക്കേഷൻസ്. ഏതൊക്കെയാണ്? ആർട്ടിഫിഷ്യൽ സിസ്റ്റം, നാച്ചുറൽ സിസ്റ്റം ആൻഡ് ഫൈലോജനറ്റിക് സിസ്റ്റം. അപ്പോൾ ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും പഴയ രീതിയിലുള്ള ക്ലാസിഫിക്കേഷനാണ്. അതിന് യാതൊരു എന്താ പറയുക സപ്പോർട്ടിങ് കാര്യങ്ങളും പിന്നീട് സംഭവിച്ചിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും പഴയ സയൻറ്റിസ്റ്റുകൾ, പണ്ട് ഉണ്ടായിരുന്ന സയൻറ്റിസ്റ്റുകൾ they were trying to classify the things. അപ്പോൾ ഏതെങ്കിലും പുറമേ കാണുന്ന ചില മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് വെച്ചിട്ട്, അതായത് ഒരുപാട് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള കാര്യങ്ങളോ എംബ്രിയോളജി പഠിക്കാതെയോ അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒന്നും എടുക്കാതെ ജസ്റ്റ് കാണുന്ന ഫീച്ചേഴ്സ് വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്യുന്ന ഒരു സിസ്റ്റമായിരുന്നു ആർട്ടിഫിഷ്യൽ സിസ്റ്റം. ഓക്കെ, അതിൽ ഒരു പ്രഗത്ഭനായിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റ് ആണ് ആര്? ലിനയസ് കരോളസ് ലിനയസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ലിനയസിന്റെ പേര്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണ്? എൻട്രൻസ് എക്സാമിന് നമ്മുടെ അടുത്ത് ചോദിക്കുക, വാട്ട് ആർ ദ ബേസിസ് ലിനയസ് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിൽ എന്തെല്ലാം കാര്യങ്ങളാണ് എടുത്തു വെച്ചിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കണേ എന്നുള്ളത്. നോക്കൂ, ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. The earlier systems of classification only used gross superficial morphological characters. മനസ്സിലായി? മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ പുറമേ കാണുന്ന ക്യാരക്ടേഴ്സ് മാത്രം. പിന്നെ സച്ച് ആസ് ഹാബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് എവർ വി സി, നമ്മൾ ഒരു ചെടി എങ്ങനെയാണ് കാണുന്നത് അതാണ് ഹാബിറ്റ്. അതായത് ഒരു ഹെർബാണോ ഷ്രബാണോ ട്രീ ആണോ അതാണ് ഒരു ഹാബിറ്റ് എന്ന് പറയുന്നത്. പിന്നെ കളർ കണ്ടോ, അതൊരു ഡീപ്പ് ഗ്രീൻ കളേർഡ് ആണോ ബ്രൗണിഷ് ഗ്രീൻ ആണോ, അത് 2. പിന്നെ നമ്പർ ആൻഡ് ഷേപ്പ് ഓഫ് ലീവ്സ് കണ്ടോ. അപ്പോൾ അതൊക്കെ എന്താ പറയുക, അതാണ് പറയുന്നത് ഭയങ്കര ഓഡ് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആയിരുന്നു ഏത് ഈ ഫസ്റ്റ് എന്ന് പറയുന്നത്. സി ദേ വർ ബേസ്ഡ് മെയിൻലി ഓൺ വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ്. അത് വേറൊരു ഡ്രോബാക്ക് ആണ്. വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വെജിറ്റേറ്റീവ് ആൻഡ് റീപ്രൊഡക്റ്റീവ് ഫീച്ചേഴ്സ്? ഇപ്പോഴത്തെ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ മെയിൻ ആയിട്ട് ഇപ്പം നമ്മൾ ആൻജിയോസ്പേംസ്, നിങ്ങൾ മോർഫോളജി ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ടാവും. ആൻജിയോസ്പേം ക്ലാസിഫിക്കേഷനിൽ നമ്മൾ കുറേ ഫാമിലീസ് പഠിക്കുന്നുണ്ട്. ഫെബേസിയെ, സൊളാനേസിയെ, ലില്ലിയേസിയെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഫാമിലീസ് പഠിക്കുന്നുണ്ട്. അവിടെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മൾ ആ ഫാമിലീനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്തിൻ്റെ ബേസിസിലാണ്? ഫ്ലോറൽ ഫീച്ചേഴ്സ് വെച്ചിട്ടാണ്, പൂക്കളുടെ ഫീച്ചേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ടാക്സോണമി ക്ലാസിഫിക്കേഷൻ ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ്? പൂക്കളുടെ ഫീച്ചേഴ്സ് വെച്ചിട്ടാണ്. പക്ഷെ അത് ഒരു പൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഫ്ലവർ ഈസ് എ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഓഫ് എ പ്ലാന്റ്. ഇവിടെ കിട്ടിയോ? അപ്പോൾ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ക്ലാസിഫിക്കേഷനിൽ എപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്താണ്? റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ആണ് മെയിൻ ആയിട്ട് ക്ലാസിഫിക്കേഷന്റെ ബേസിസ് ആയിട്ട് വരുന്നത്. അതിന്റെ റീസൺ ഉണ്ട്. എന്താണ്? അത് ഓരോ ചെടിക്കും ഭയങ്കര യുണീക്ക് ആയിരിക്കും. ഓരോ ചെടിയുടെയും പൂക്കളുടെ ഫീച്ചേഴ്സ് ഒന്നില്ലെങ്കിൽ അതിന് കളറിൽ വ്യത്യാസം ഉണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റേമൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഇന്റേണൽ സ്ട്രക്ചേഴ്സിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങൾ ഓരോ ചെടിയിലും കാണിക്കുന്നതിൻ്റെ പേരിലാണ് നൗവേഡേയ്സ് ഇപ്പോൾ നമ്മൾ എപ്പോഴും റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് വെച്ചിട്ടാണ് ക്ലാസിഫൈ ചെയ്യുക. പക്ഷെ ഇവിടെ ഇവര് ഏത് വെച്ചിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കണേ കണ്ടോ? വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് വെച്ചിട്ടാണ്. അതായത് സ്റ്റെമ്മിന്റെ ഫീച്ചേഴ്സ്, റൂട്ട്, ലീഫ്. എന്താ വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് വെച്ച് ചെയ്താലുള്ള പ്രശ്നം എന്താണ്? എൻവയോൺമെന്റ് മാറുമ്പോൾ ചിലപ്പോൾ ഇവർ മാറും. മനസ്സിലായോ? ഭയങ്കര ഡ്രൈ. ഇപ്പം നിങ്ങൾ കറ്റാർവാഴ ചെടി, അലോവീര കേട്ടിട്ടുണ്ടാവും. അലോവീര ഭയങ്കര ഡ്രൈ കണ്ടീഷനിൽ വളരുകയാണെങ്കിൽ ഉണ്ടല്ലോ, അതിൻ്റെ ആ ലീഫിന്റെ പച്ച കളറൊക്കെ മാറി പതുക്കെ ഒരു റെഡിഷ് ബ്രൗൺ കളറൊക്കെ ആയിട്ട് മാറി നിൽക്കുന്നതാണ്. തീരെ വെള്ളമില്ലാത്ത വാടിപ്പോവില്ല. ബിക്കോസ് ഇറ്റ് ക്യാൻ സ്റ്റോർ വാട്ടർ, റൈറ്റ്? അതാണ് പറയുന്നത്. അപ്പം അറ്റ്മോസ്ഫിയർ മാറുന്നതനുസരിച്ചിട്ട് വെജിറ്റേറ്റീവ് ഫീച്ചേഴ്സ് മാറാം, പക്ഷെ റീപ്രൊഡക്റ്റീവ് ഫീച്ചേഴ്സ് ഒരിക്കലും മാറില്ല. ഉണ്ടോ? സോ ദാറ്റ് ഈസ് ദ റീസൺ. അതാണ് ഇതിനെ ഒരു പിന്നീടുള്ള ആളുകൾ ഇതിനെ അംഗീകരിക്കാതിരുന്നത്. ദിസ് ഈസ് വൺ ഓഫ് ദ റീസൺ. ഓക്കെ, സോ ദിസ് വാസ് മെയിൻലി ബേസ്ഡ് ഓൺ വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് ഓർ ഓൺ ദി ആൻഡ്രീഷ്യം സ്ട്രക്ചർ. അപ്പൊ ലിനയസ് ഒരു കാര്യം കൂടെ ചെയ്തത് എന്താണ്? ആൻഡ്രീഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റേമൻസിന്റെ വലിപ്പം.
സ്റ്റേമൻസ് വലുതാണോ ചെറുതാണോ, സ്റ്റേമന്റെ ഷേപ്പ്, എത്ര സ്റ്റേമൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം കൂടെ ആര് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സും ചെയ്തിട്ടുണ്ട്. പിന്നെ ചില ഫീച്ചേഴ്സ് മാത്രം, മനസ്സിലായോ, അങ്ങനെ അത് മാത്രം എടുത്തിട്ട് ചെയ്ത ക്ലാസിഫിക്കേഷൻ ആണ് ഏത്, ലീനിയർ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് സെറ്റ് ടു ബി വാട്ട്, ആർട്ടിഫിഷ്യൽ സിസ്റ്റം. സ്റ്റാർട്ടിങ്ങിലുള്ളതാണ് ആർട്ടിഫിഷ്യൽ സിസ്റ്റം. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട വാക്കുകൾ ഏതൊക്കെയാണ്, ഇത് ഗ്രോസ്, സൂപ്പർഫിഷ്യൽ, മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് ശ്രദ്ധിക്കുക. പിന്നെ ഏതൊക്കെയാണ്, ഹാബിറ്റ്, കളർ, നമ്പർ ആൻഡ് ഷേപ്പ് ഓഫ് ലീവ്സ്, ആൻഡ് മെയിൻലി ബേസ്ഡ് ഓൺ വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് ഓർ ഓൺ ആൻഡ്രീഷ്യം സ്ട്രക്ചർ. ഇതെല്ലാം എന്തിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്, ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആസ് ഡൺ ബൈ ലിനേയസ്. ഓക്കെ, കഴിഞ്ഞു. അപ്പോൾ അതിൽ നിന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ യു ഹാവ് ടു ആൻസർ ദാറ്റ് അക്കോർഡിംഗ്ലി. നെക്സ്റ്റ്, സച്ച് സിസ്റ്റംസ് ആർ ആർട്ടിഫിഷ്യൽ. They separated the closely related species. ഇനി അടുത്ത് നമുക്ക് assertion reason type questionൽ ചോദിക്കും. What was the reason that we are not taking that artificial system of class? എന്തുകൊണ്ടാണ് അത് അംഗീകരിക്കപ്പെടാതിരുന്നത്? അതിന് കാരണമാണ് കൊടുത്തിരിക്കുന്നത്, കണ്ടോ. അപ്പോൾ നമ്മൾക്കൊരു അസർഷൻ സ്റ്റേറ്റ്മെന്റ് തരും, അതിനൊരു റീസൺ ഉണ്ടാവും. ഓക്കെ, ചിലപ്പോൾ എന്താന്ന് വെച്ചാൽ നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെന്റ്സും ഒരു ബന്ധം ഉണ്ടാവില്ല. അപ്പൊ എന്താ, നമുക്ക് അസർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ സ്റ്റേറ്റ്മെന്റ് ബട്ട് ദേ ആർ നോട്ട് റിലേറ്റഡ് എന്നുള്ള ഓപ്ഷനിലേക്ക് നമ്മൾ പോകണം. പക്ഷെ ഇവിടെ നോക്കൂ, ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്, എന്തുകൊണ്ടാണ് ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് സിസ്റ്റം അംഗീകരിക്കപ്പെടാതിരുന്നതിന്റെ റീസൺ ആണ് കൊടുത്തിരിക്കുന്നത്. എന്താണ്, ബിക്കോസ് ദേ സെപ്പറേറ്റഡ് ദ ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ്. അതുണ്ടോ, അതാണ് കാരണം. ഒരുപാട് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള കുറെ സ്പീഷീസുകളെ പല പല ഗ്രൂപ്പിൽ കൊണ്ടുവച്ചു. എന്താ കാരണം, ബിക്കോസ് ഇറ്റ് വാസ് ജസ്റ്റ് ബേസ്ഡ് ഓൺ വെജിറ്റേറ്റീവ് ഫീച്ചേഴ്സ്. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ ഒരു കാരണം. ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് were kept apart since they were based on few characters. കുറച്ച് ക്യാരക്ടേഴ്സ് മാത്രമല്ലേ എടുക്കുന്നുള്ളൂ. സോ ദാറ്റ് വാസ് ദ റീസൺ വൈ ദേ were kept apart, റൈറ്റ്. അപ്പോൾ എന്താണ് ആർട്ടിഫിഷ്യൽ സിസ്റ്റം എന്ന് മനസ്സിലായി, എന്തുകൊണ്ടാണ് അതിനെ അംഗീകരിക്കപ്പെടാതിരിക്കുന്നതെന്നും ഇതിനകത്ത് വന്നു. ഫൈൻ. ഇനി അടുത്തത്, also artificial system gave equal weightage to vegetative and sexual characters. അടുത്ത കാരണം കണ്ടോ, it gave equal weightage to vegetative and sexual characters. ഞാൻ പറഞ്ഞു വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്ലാസിഫിക്കേഷൻ തെറ്റിപ്പോവും, ഉണ്ടോ. അപ്പൊ ഇവിടെ വെജിറ്റേറ്റീവ് ഫീച്ചേഴ്സിനും സെക്ഷൽ ക്യാരക്ടേഴ്സിനും ഒരേ തുല്യമായിട്ടുള്ള വെയിറ്റേജ് കൊടുത്തിട്ടാണ് പലപ്പോഴും ഈ പണ്ടുള്ള സയന്റിസ്റ്റുകൾ ക്ലാസിഫൈ ചെയ്തിരുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ദ അനദർ റീസൺ ദാറ്റ് ഇറ്റ് വാസ് ജസ്റ്റ് made artificial. Okay, അടുത്തത്, this is not acceptable since we know that often vegetative characters are more easily affected by the environment. കണ്ടോ, നമ്മൾ എൻവയോൺമെന്റ് മാറുമ്പോൾ വെജിറ്റേറ്റീവ് ഫീച്ചേഴ്സ് മാറാൻ സാധ്യതയുള്ളത് കൊണ്ട് we cannot rely upon, നമുക്ക് അതിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. എന്തിനെ, വെജിറ്റേറ്റീവ് ഫീച്ചേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അപ്പൊ ഇത്രയാണ് ആർട്ടിഫിഷ്യൽ സിസ്റ്റം ക്ലാസിഫിക്കേഷൻ. ആരാണ് ചെയ്തത് ഒരുപാട് സയന്റിസ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ വൺ ഓഫ് ദ എക്സാമ്പിൾ ഇസ് ലിനേയസ്. ലിനേയസ് ആണ് നമ്മളുടെ ബുക്കിൽ തന്നിരിക്കുന്ന എക്സാമ്പിൾ. ഓക്കെ, ആൻഡ് അതിന്റെ ഡ്രോബാക്ക് എന്താണെന്ന് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. അത് നിങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ചോളാം. ഓക്കെ, നെക്സ്റ്റ്, വെജിറ്റേറ്റീവ് ഫീച്ചേഴ്സ് ആർ മോർ ഈസിലി എഫക്റ്റഡ് ബൈ എൻവയോൺമെന്റ് ആസ് അഗെയിൻസ്റ്റ് ദിസ്. ഇനി അടുത്തത് നമ്മൾ ഇനി കമ്പയർ ചെയ്യാൻ പോവാണ്. Natural system of classification. Natural classification system developed which were based on natural affinities among the organisms. ഇവിടെ നമുക്ക് ചിലപ്പോൾ പരീക്ഷയ്ക്ക് വരുമ്പോൾ തെറ്റാൻ സാധ്യതയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. They are comparing the natural affinities. Affinities എന്ന് പറഞ്ഞാൽ എന്താണ്, സിമിലാരിറ്റീസ്. മനസ്സിലായോ, രണ്ട് ചെടികൾ തമ്മിലുള്ള നാച്ചുറൽ ആയിട്ട് വരുന്ന എന്താണ് പറയുന്നത്, പൂക്കളുടെ സ്ട്രക്ചർ ഒരുപോലെ വരാം, അല്ലെങ്കിൽ എന്താ സ്റ്റെമ്മിന്റെ സ്റ്റേമൻസിന്റെ അറേഞ്ച്മെന്റ് ഒരുപോലെ വരാം. അപ്പൊ അങ്ങനെ കുറെ, ഇപ്പോ ഫോർ എക്സാമ്പിൾ പീ ഫാമിലി, പയറുവർഗ ചെടികൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, മിക്കവാറും പൂക്കൾക്ക് ഒരേപോലത്തെ ഷേപ്പ് ആയിരിക്കും. അതിനൊരു പ്രത്യേക ഒരു സ്റ്റാൻഡേർഡ് പെറ്റൽ എന്തായാലും ഉണ്ടാവും, അല്ലെ. പി ഫാമിലിയിലുള്ള എല്ലാ ചെടികളുടെയും പൂക്കൾക്ക് പ്രത്യേകതകളുണ്ട്, മനസ്സിലായോ. അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത് നാച്ചുറൽ അഫിനിറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള നാച്ചുറൽ അഫിനിറ്റീസ് കൺസിഡർ ചെയ്യും. പ്ലസ് വേറെ അടുത്തത് എന്താണ്, നോട്ട് ഓൺലി എക്സ്റ്റേണൽ ഫീച്ചേഴ്സ്. കണ്ടോ, എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് മാത്രമല്ല ബട്ട് ഓൾസോ ഇന്റേണൽ ഫീച്ചേഴ്സ്. അപ്പൊ ഇവിടെയാണ് ആർട്ടിഫിഷ്യലും നാച്ചുറലും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. ഇന്റേണൽ ഫീച്ചേഴ്സ് ലൈക്ക് അൾട്രാ സ്ട്രക്ചർ, ബിക്കോസ് അപ്പോഴേക്കും എന്ത് സംഭവിച്ചു, മൈക്രോസ്കോപ്പ് ഡെവലപ്പ് ചെയ്തു. മൈക്രോസ്കോപ്പ് ഡെവലപ്പ് ചെയ്തോടുകൂടി നമ്മൾ we started observing the things more
ക്ലിയർലി നമ്മൾ സെക്ഷനൊക്കെ എടുത്ത് പഠിക്കാൻ തുടങ്ങി അതിൻ്റെ, മനസ്സിലായോ? അതുപോലെ ലെൻസ് എടുത്തിട്ട് നല്ല ഹൈ മാഗ്നിഫൈയിങ് ലെൻസ് എടുത്തിട്ട് നമ്മൾ സ്ട്രക്ചറുകളൊക്കെ നല്ല കൃത്യമായിട്ട് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എന്തായി, വി ഹാവ് അൾട്രാ സ്ട്രക്ചർ സ്റ്റഡീസ് ഉണ്ടായിരുന്നു. അനാറ്റമി മീൻസ് വാട്ട്? അനാറ്റമി ഈസ് അറേഞ്ച്മെന്റ് ഓഫ് സെൽസ്. എങ്ങനെയാ പഠിക്കുന്നത്? സ്ലൈഡിൽ സെക്ഷൻ എടുത്ത് വെച്ച് സ്റ്റെയിൻ ചെയ്ത് മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കി നമ്മൾ പഠിക്കും. എങ്ങനെയാണ് പാരൻ കൈമ, കോളൻ കൈമ, സ്ക്ലിയറൻ കൈമ, അതുപോലെ സൈലം ഫ്ലോയം ഒക്കെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിനൊക്കെ അങ്ങനെയാണല്ലോ നമ്മൾ മോണോകോട്ട് ഡൈക്കോട്ട് അനാറ്റമിയിൽ പഠിക്കുന്നുണ്ട്. മോണോകോട്ട് ആൻഡ് ഡൈക്കോട്ട് ഹാസ് ഗോട്ട് ഡിഫറെന്റ് അറേഞ്ച്മെന്റ്, റൈറ്റ്? അപ്പോൾ അനാറ്റമി ഓൾസോ ഹെൽപ്ഡ്. പിന്നെന്താണ് എംബ്രിയോളജി? എംബ്രിയോളജി എന്ന് പറഞ്ഞാൽ എന്താ? ഡെവലപ്പിംഗ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ സെക്കൻഡ് ഇയറിൽ റീപ്രൊഡക്ഷൻ പഠിക്കുന്നുണ്ട്, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾക്ക് ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ? എങ്ങനെയാണ് എഗ് സെൽ ഇസ് ഗെറ്റിംഗ് കൺവേർട്ടഡ് ടു സൈഗോട്ട് എന്ന് പ്രോ എംബ്രിയോയിൽ നിന്ന് ഗ്ലോബുലാർ സ്റ്റേജ്, ഹാർട്ട് ഷേപ്ഡ് സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞിട്ട് സോ മെനി ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ് ആർ ഗിവൺ ഇൻ യുവർ സെക്കൻഡ് ഇയർ ടെക്സ്റ്റ് ബുക്ക്, റൈറ്റ്? അപ്പോൾ അതിനകത്ത് കണ്ടു, ദാറ്റ് ഈസ് വാട്ട് യു മീൻ ബൈ എംബ്രിയോളജിക്കൽ സ്റ്റഡി. ഡെവലപ്മെന്റ് പഠിക്കുന്നു, ഓക്കെ? എംബ്രിയോളജി. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ആ ഒരു പിക്ചറിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഹാർട്ട് ഷേപ്ഡ് സ്റ്റേജ് വരെ മോണോകോട്ടിലും ഡൈക്കോട്ടിലും ഒരേപോലെയാണ് ഡെവലപ്മെന്റ് നടക്കുന്നത്. കണ്ടോ? അപ്പോൾ സി ദ സിമിലാരിറ്റി. പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്താ? ഡൈക്കോട്ടില് 2 കോട്ടിലിഡൻസ് വലുതായി വരുന്നു, മോണോകോട്ടിൽ ഒരു സിംഗിൾ കോട്ടിലിഡനെ വലുതാവുന്നുള്ളൂ. കണ്ടോ? അപ്പോൾ ദർ കംസ് ദ ക്ലാസിഫിക്കേഷൻ. അവിടെ നമ്മൾ തരംതിരിക്കുകയാണ്. ആരൊക്കെയാ? മോണോകോട്ടിനെ മോണോകോട്ട് എന്നും ഡൈക്കോട്ട് എന്നും തരംതിരിക്കുന്നത് ബേസ്ഡ് ഓൺ ദ ഡെവലപ്മെന്റ് ഓഫ് ദി കോട്ടിലിഡൻസ്, ആൻഡ് ദാറ്റ് ഈസ് നത്തിങ് ബട്ട് എംബ്രിയോളജിക്കൽ സ്റ്റഡി. കണ്ടോ? അതിനെയാണ് നമ്മൾ എംബ്രിയോളജി എന്ന് പറയുന്നത്. ദെൻ ഫൈറ്റോ കെമിസ്ട്രി, കുറച്ചും കൂടെ അൾട്രാ ലെവലുള്ള സ്റ്റഡിയാണ് ഫൈറ്റോ കെമിസ്ട്രി. നമ്മളൊരു പ്ലാന്റിന്റെ എക്സ്ട്രാക്ട് എടുക്കുന്നു, ലീഫുകൾ അരച്ചെടുത്തിട്ട് അതിന്റെ ആ ഒരു എസൻസ് ഉണ്ടാവുമല്ലോ, ആ എസൻസിൽ എന്തെല്ലാം കെമിക്കൽസ് ആണ് കാണുന്നത്. ഇപ്പൊ തുളസി, നീം, ഇതൊക്കെ ഭയങ്കര മെഡിസിനൽ വാല്യൂ ഉള്ള പ്ലാന്റ്സ് ആണെന്ന് നമുക്കറിയാം അല്ലെ? പക്ഷെ പണ്ടുള്ള ആൾക്കാർ അത് മെഡിസിനലായിട്ട് യൂസ് ചെയ്യുമെങ്കിലും അതിൻ്റെ ഉള്ളിൽ എന്ത് കെമിക്കലാണ് കിടക്കുന്നത് നമുക്ക് അറിയണ്ടായിരുന്നില്ല. ഇപ്പോൾ ദർ ആർ സോ മെനി ബയോ കെമിക്കൽ മെത്തേഡ്സ്, മനസ്സിലായോ? ലാബിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടെക്നോളജി അഡ്വാൻസ്മെന്റ് കൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ദർ ആർ സോ മെനി മെഷീൻസ് വേർ യു ക്യാൻ ജസ്റ്റ്, നിങ്ങൾക്ക് ആ ഒരു എസൻസ് എടുത്തിട്ട് ആ മെഷീൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഫീഡ് ചെയ്ത് കൊടുത്താൽ മതി. ആ മെഷീൻ ഇങ്ങനെ റീഡ് ചെയ്ത് നമുക്ക് കമ്പ്യൂട്ടറിൽ കാണിക്കും വാട്ട് ഓൾ തിങ്സ് ആർ പ്രസന്റ് ഇൻസൈഡ് ദാറ്റ് പ്ലാന്റ് എന്നുള്ളത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് പ്ലാന്റ്സിനെ കാറ്റഗറൈസ് ചെയ്യാൻ സാധിക്കും. കണ്ടോ? ആൻഡ് ദാറ്റ് ഈസ് ഫൈറ്റോ മീൻസ് പ്ലാന്റ് കെമിസ്ട്രി. പ്ലാന്റിന്റെ ഉള്ളിലത്തെ കെമിക്കൽ സബ്സ്റ്റൻസസ് അനലൈസ് ചെയ്യുക. അപ്പൊ നോക്കൂ, കുറച്ചും കൂടി ആർട്ടിഫിഷ്യലിനേക്കാളും എന്തുകൊണ്ടും വളരെ ഭേദപ്പെട്ടിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് എന്ത്? നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അതിന് നമ്മുടെ ബുക്കിൽ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് ഏത് ക്ലാസിഫിക്കേഷൻ ആണ്? സി സച്ച് എ ക്ലാസിഫിക്കേഷൻ ഫോർ ഫ്ലവറിംഗ് പ്ലാന്റ്സ് വാസ് ഗിവൺ ബൈ ജോർജ് ബെന്തം ആൻഡ് ജോസഫ് ഡാൾട്ടൺ ഹുക്കർ. ഓക്കെ, ബെന്തം ആൻഡ് ഹുക്കേഴ്സ് ക്ലാസിഫിക്കേഷൻ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ബെന്തം ആൻഡ് ഹുക്കർ ക്ലാസിഫിക്കേഷൻ ഏത് സിസ്റ്റമാണ്? നാച്ചുറൽ സിസ്റ്റമാണ്. ആൻഡ് വാട്ട് ഡിഡ് ദേ ക്ലാസിഫൈഡ്? അവരെന്തിനെ ക്ലാസിഫൈ ചെയ്തത്? അവര് ഫ്ലവറിംഗ് പ്ലാന്റ്സിനെ മാത്രമേ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളൂ. നമ്മൾ ഈ പ്ലാന്റ് കിങ്ഡത്തിൽ നമ്മൾ 5 ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സിനെ പഠിക്കും. ആൽഗെ, ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പെർംസ്, ആൻജിയോസ്പെർംസ്. അതിനകത്ത് ലാസ്റ്റ് ഗ്രൂപ്പ് ആൻജിയോസ്പെർംസ്. ആൻജിയോസ്പെർംസിൽ ലക്ഷക്കണക്കിന് ചെടികളുണ്ട്. ആ ചെടികളെ ക്ലാസിഫൈ ചെയ്തതാണ് ആര് ചെയ്തിട്ടുള്ളത്? ബെന്തം ആൻഡ് ഹുക്കർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നോട്ട് ദി എൻറ്റയർ പ്ലാന്റ് കിങ്ഡം. ശ്രദ്ധിക്കുക, എൻറ്റയർ പ്ലാന്റ് കിങ്ഡം അല്ല അവർ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. എന്ത് മാത്രമേ ചെയ്തിട്ടുള്ളൂ? ആൻജിയോസ്പെർംസിനെ മാത്രമാണ് ബെന്തം ആൻഡ് ഹുക്കർ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ഇനി തേർഡ് വൺ. അപ്പോൾ 2 സിസ്റ്റം നമ്മൾ ഡിസ്കഷൻ കഴിഞ്ഞു, ആർട്ടിഫിഷ്യൽ, നാച്ചുറൽ. നൗ തേർഡ് വൺ ഈസ് ഫൈലോജനറ്റിക് സിസ്റ്റം. ഇതാണ് ഇന്ന് എല്ലാ സയന്റിസ്റ്റുകളും ഒരേപോലെ അംഗീകരിക്കുന്ന സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഈസ് ഫൈലോജനറ്റിക് സിസ്റ്റം. അവിടെ എന്ത് നമ്മൾ കമ്പയർ ചെയ്യും? എവല്യൂഷണറി റിലേഷൻഷിപ്പ് നമ്മൾ കമ്പയർ ചെയ്യും. മനസ്സിലായി? അതാണ് ഏറ്റവും നല്ല റിലയബിൾ ആയിട്ടുള്ള സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആയിട്ട് കാണുന്നത്. ദ തേർഡ് വൺ, ഫൈലോജനറ്റിക് സിസ്റ്റം. അതിൽ നമുക്ക് എന്താ ചെയ്യുന്നത്? എവല്യൂഷണറി റിലേഷൻ ബിറ്റ്വീൻ. അപ്പോൾ ഇതാണ് നാച്ചുറൽ എഫിനിറ്റീസും എവല്യൂഷണറി റിലേഷൻഷിപ്പും തമ്മിൽ നിങ്ങൾ തെറ്റിപ്പോകരുത്. നാച്ചുറൽ എഫിനിറ്റീസ് നമ്മൾ എവിടെയാണ് കണ്ടിട്ടുള്ളത്? നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിലാണ്. ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? എവല്യൂഷണറി റിലേഷൻഷിപ്സ് ആണ്. മാത്രമല്ല ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് there are so many new methods of classification. ഓക്കെ, ഈ ഫൈലോജനറ്റിക് സിസ്റ്റത്തിനെ സപ്പോർട്ടീവ് ആയിട്ട് വന്നിട്ടുള്ള 3 മെത്തേഡ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. ന്യൂമറിക്കൽ ടാക്സോണമി,
Then we have cytotaxonomy and chemotaxonomy. അപ്പോൾ ഇത് മൂന്നും നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വാക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ന്യൂമറിക്കൽ, സംതിങ് റിലേറ്റഡ് ടു നമ്പർ അല്ലെ. നമ്മൾ എന്താണ് ഓരോ ക്യാരക്ടറിനും നമ്പേഴ്സ് അസൈൻ ചെയ്യുന്നു, അതിന് കൃത്യമായിട്ട് കമ്പ്യൂട്ടറിൽ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് എന്താ, ഇപ്പോൾ നമുക്കിപ്പോൾ ഈസി ആയിട്ട് ഒരു വാക്ക് സെർച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഗൂഗിളിൽ പോയാൽ സെർച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ പ്ലാന്റിന്റെ ക്യാരക്ടേഴ്സ് എഴുതി വെച്ചിട്ടുള്ള ഡാറ്റാബേസ് ഉണ്ട്. ഓക്കെ, സോ ഇഫ് യു വോണ്ട് ടു ഐഡന്റിഫൈ എ പ്ലാന്റ്, നമുക്കൊരു പുതിയ പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഫീച്ചേഴ്സ് ജസ്റ്റ് കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് വിൽ അനലൈസ്. മനസ്സിലായോ? അതായത് ഹോൾ വേൾഡിലുള്ള പ്ലാന്റ്സിന്റെ ഡാറ്റാബേസ് നമുക്കിപ്പോൾ ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് യു ക്യാൻ ഈസിലി ക്ലാസിഫൈ ആൻ അൺനോൺ പ്ലാന്റ്. ഇപ്പോഴും ദർ ആർ സോ മെനി പ്ലാന്റ്സ് വിച്ച് ആർ നോട്ട് യെറ്റ് ഐഡന്റിഫൈഡ്. ഓക്കെ, അപ്പൊ അതിനെയൊക്കെ വളരെ ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് എന്ത്, ന്യൂമറിക്കൽ ടാക്സോണമി, വേർ ക്യാരക്ടേഴ്സ് ആർ അസൈൻഡ് വിത്ത് നമ്പേഴ്സ്. കണ്ടോ, ദേ ഈസിലി ക്യാരിഡ് ഔട്ട് യൂസിങ് കമ്പ്യൂട്ടേഴ്സ് and based on all observable characters. See, number and codes are assigned to all characters. കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ഈ ഒരു വാക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ നേരെ നമുക്ക് എവിടേക്ക് പോവാം? ന്യൂമറിക്കൽ, നമ്പർ ആൻഡ് കോഡ്സ് വരുന്നത് ന്യൂമറിക്കൽ ടാക്സോണമി. ഓക്കെ, ഇനി അടുത്തത്, ഇൻ ദിസ് വേ ഈച്ച് ക്യാരക്ടർ ഈസ് ഗിവൺ ഈക്വൽ ഇമ്പോർട്ടൻസ്. കണ്ടോ, എല്ലാ ക്യാരക്ടേഴ്സും നമ്മളിവിടെ പരിശോധിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഒന്നിനൊന്നിനെ മാറ്റി നിർത്തുന്നില്ല. എവ്രി ക്യാരക്ടർ ഈസ് സ്റ്റഡീഡ് ഓവർ ഹിയർ, റൈറ്റ്? And at the same time hundreds of characters can be considered, right? ഇതൊക്കെ ഇതിന്റെ പ്ലസ് പോയിന്റുകളാണ്. അടുത്തത് cytotaxonomy. Cyto means related to cells. അപ്പോൾ cytotaxonomy is based on cytological informations എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽ ബേസ്ഡ് ഇൻഫർമേഷൻസ്. മനസ്സിലായോ? അപ്പോൾ സെല്ല് എന്താണ്, പെർമനന്റ് സെല്ലാണോ അല്ലെങ്കിൽ ഡിവൈഡിങ് സെല്ലിന്റെ പ്രത്യേകത എന്താണ്, വാക്യൂളുകൾ എങ്ങനെയാണുള്ളത്, ക്ലോറോപ്ലാസ്റ്റിന്റെ നമ്പർ, മനസ്സിലായോ, മൈറ്റോകോൺട്രിയയുടെ നമ്പർ. ഓക്കെ, അതുപോലെ തന്നെ സെല്ലിൻ്റെ ഉള്ളിലുള്ള ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള ക്രൊമാറ്റിന്റെ നേച്ചർ. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് സൈറ്റോളജിക്കൽ ഇൻഫർമേഷൻസ് വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് ഏത്, സൈറ്റോടാക്സോണമി. ഓക്കെ, ആൻഡ് ഫൈനലി ക്രോമസോം നമ്പർ, സ്ട്രക്ചർ, ബിഹേവിയർ. ഉണ്ടോ, ക്രോമസോം, സ്ട്രക്ചർ, നമ്പർ ആൻഡ് ബിഹേവിയർ. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നു. ദെൻ കീമോടാക്സോണമി. കീമോ മീൻസ് കെമിക്കൽ സബ്സ്റ്റൻസസ്. കീമോടാക്സോണമി യൂസസ് കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് ദ പ്ലാന്റ് ടു റിസോൾവ് കൺഫ്യൂഷൻസ് ആർ ഓൾസോ യൂസ്ഡ് ബൈ ടാക്സോണമിസ്റ്റ് ദീസ് ഡേയ്സ്. അപ്പൊ ദീസ് ത്രീ ആർ ദ ടൂൾസ് വിച്ച് ഹാവ് added the benefit to what phylogenetic system. അപ്പോൾ മൂന്ന് systems of classification finished. ഇനി നെക്സ്റ്റ് വൺ വി ആർ സ്റ്റാർട്ടിങ് വിത്ത് ദ ഗ്രൂപ്പ് ആൽഗ. അപ്പൊ നമ്മളിവിടെ പ്ലാന്റ് കിങ്ഡം എന്ന് പറയുമ്പോൾ നമ്മളിവിടെ 5 ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സിനെ പരിചയപ്പെടുകയാണ്. സ്റ്റാർട്ടിങ് ഫ്രം ആൽഗെ എൻഡിങ് വിത്ത് ആൻജിയോസ്പേംസ്, റൈറ്റ്? അപ്പോൾ അതിൽ ആൽഗെ എന്ന് പറയുമ്പോൾ ഏറ്റവും സിമ്പിൾ ഫോംസ് ആയിട്ടുള്ള പ്ലാന്റുകൾ നമുക്ക് ആൽഗയിൽ കാണാം. ആൽഗെ ഈസ് എ ഡൈവേഴ്സ് ഫോം ആൻഡ് നോട്ട് ഓൺലി ദാറ്റ്, മിക്കവാറും ഒരു 95% ഓഫ് ആൽഗയും എവിടെയാണ് ജീവിക്കുന്നത്? ദേ ആർ ഓൾ അക്വാട്ടിക് ഫോംസ്, വെള്ളത്തിൽ ജീവിക്കുന്നതാണ്. ഇപ്പോൾ അക്വാട്ടിക് ഫോംസ് എന്ന് പറയുമ്പോൾ ദേ ക്യാൻ ബി ബോത്ത് വാട്ട്, ഫ്രഷ് വാട്ടർ ആൻഡ് മെറൈൻ. നോർമൽ നമ്മളുടെ കുളത്തിൽ അല്ലെങ്കിൽ പുഴയിലൊക്കെ കാണാം, അതുപോലെ തടാകം ലേക്സിൽ കാണാൻ പറ്റും, അതുപോലെ ഓഷ്യൻസിലും കാണാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ നോർമൽ സാധാരണ നല്ല ഫ്രഷ് വാട്ടറിലും കാണാൻ പറ്റും, അതുപോലെ ഉപ്പുവെള്ളത്തിലും നമുക്ക് എന്ത് കാണാൻ പറ്റും? ആൽഗെ കാണാൻ പറ്റും. ആൻഡ് മാത്രമല്ല കുറച്ച് സലൈൻ ആയിട്ടുള്ള ഇൻ ബിറ്റ്വീൻ ഫോംസ് അവിടെയും കാണപ്പെടുന്ന ആൽഗെ ഉണ്ട്. അപ്പോൾ ആൽഗെ എന്ന് പറയുന്നത് മിക്കവാറും അക്വാട്ടിക് ഹാബിറ്റാറ്റിൽ കാണുന്ന ഓർഗാനിസംസ് ആണ്. ഓക്കെ, പ്ലാന്റ് ഗ്രൂപ്പ് ആണ്. ആൻഡ് ഓഫ് കോഴ്സ് ദേ ക്യാൻ ഡു വാട്ട്, ഫോട്ടോസിന്തസിസ്. അപ്പോൾ മിക്കവാറും എല്ലാത്തിനും ഇപ്പോൾ നോർമൽ പ്ലാന്റ്സിന്റെ പോലെ തന്നെ മിക്കവാറും ആൽഗെ പച്ച കളർ തന്നെയാണ്. ദേ ആർ ഓൾ ഹാവിങ് ഗ്രീൻ കളർ ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ക്ലോറോഫിൽ. എന്നാൽ കടലിന്റെ വളരെ താഴെ കാണുന്ന ചില ആൽഗെ ഉണ്ട്, കാരണം അവിടേക്ക് ലൈറ്റ് എത്തുന്നില്ല. മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് കാണുന്ന ആൽഗെ പ്യുവർ ഗ്രീൻ അല്ല, അവർക്ക് ഒരു റെഡിഷ് കളറാണ് വരുന്നത്. ആൻഡ് അക്കോർഡിംഗ്ലി അതുപോലെ തന്നെ കുറച്ചും കൂടെ വേറൊരു ഒരു ലൈറ്റ് അധികം വീഴാത്ത സ്ഥലത്ത് നമുക്ക് ഒരു ബ്രൗണിഷ് കളർ ആയിട്ടുള്ള ചില ആൽഗെ കാണാം. സോ സയന്റിസ്റ്റ് ഹാവ് ക്ലാസിഫൈഡ് ആൽഗെ ബേസ്ഡ് ഓൺ ദെയർ കളർ. മനസ്സിലായി? അപ്പൊ ആൽഗയുടെ ക്ലാസിഫിക്കേഷൻ ഏതിന്റെ ബേസിസിലാണ്? ബേസ്ഡ് ഓൺ ദെയർ കളർ, റൈറ്റ്? അപ്പോൾ കളർ വെച്ചിട്ട് മൂന്ന് ഗ്രൂപ്പായിട്ടാണ് നമ്മൾ തിരിക്കുന്നത്. വൺ ഇസ് ഗ്രീൻ ആൽഗ, സെക്കൻഡ് വൺ ഇസ് ബ്രൗൺ ആൽഗ ആൻഡ് തേർഡ് വൺ ഇസ് റെഡ് ആൽഗ. അപ്പൊ നമുക്ക് ടെക്സ്റ്റ് എങ്ങനെ എന്താ പറഞ്ഞേക്കണേ നോക്കാം. സി, ആൽഗെ ആർ ക്ലോറോഫിൽ ബെയറിംഗ് സിമ്പിൾ തലോയിഡ്.
താലോയിഡ് എന്ന് പറയുന്നത് എന്താ അർത്ഥം? വാട്ട് യു മീൻ ബൈ താലോയിഡ്? താലോയിഡ് എന്ന് പറഞ്ഞാൽ താലസ്. താലസ് എന്ന് പറയുമ്പോൾ അവിടെ കൃത്യമായിട്ട് നമുക്ക് സ്റ്റെം, റൂട്ട്, ലീഫ് ഇങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് ഒന്നും കാണാത്ത കേസസ് ആണ് താലസ് എന്ന് പറയുന്നത്. ഈ താലോയിഡ് സ്ട്രക്ചർ ശ്രദ്ധിച്ച് കേൾക്കുക. ദോസ് ഹു ആർ നോട്ടിംഗ് ഡൗൺ ദ പോയിന്റ്സ് എഴുതി വെച്ചോളൂ. പ്ലാന്റ് ഗ്രൂപ്പിൽ താലസ് എന്ന് പറയുന്നത് ആൽഗെ ആൻഡ് ബ്രയോഫൈറ്റ്സ്. ഓക്കെ, പ്ലാന്റ് ഗ്രൂപ്പിൽ താലോയിഡ് പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത് ആൽഗയിലും ബ്രയോഫൈറ്റ്സിലാണ് പറയുന്നത്. അത് കഴിഞ്ഞ് ടെറിഡോഫൈറ്റ്സ് തൊട്ട് എല്ലാത്തിനും എന്തുണ്ട്? ട്രൂ സ്റ്റെം, റൂട്ട്, ലീഫ് എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, റൈറ്റ്. സോ ഹിയർ ഇറ്റ് ഈസ് സിമ്പിൾ താലോയിഡ്, ഓട്ടോട്രോഫിക് ആൻഡ് ലാർജ്ലി അക്വാട്ടിക്. കണ്ടോ, ലാർജ്ലി മിക്കവാറും നമ്മൾ 95% അത് അക്വാട്ടിക് ആണ്. Both freshwater and marine organisms. They occur in a variety of other habitats, moist stones, soil and wood. Some of them occur in association with fungi, lichen and animals. ശ്രദ്ധിക്കുക, ആനിമലിന്റെ മേത്ത് കാണുന്ന ഒരു ആൽഗെ ഉണ്ട്. നമ്മുടെ ബുക്കിൽ പേര് കൊടുത്തിട്ടില്ല. സോ യു നീഡ് നോട്ട് ഗോ ഫോർ ലേണിംഗ് ദ നെയിം ഓഫ് ദറ്റ് ആൽഗ. പക്ഷെ മനസ്സിലാക്കുക, ചില ആനിമൽ, സ്ലോത്ത് ബെയർ എന്ന് പറഞ്ഞാൽ വളരെ പതുക്കെ സഞ്ചരിക്കുന്ന ഒരു ജീവിയാണ് സ്ലോത്ത് ബെയർ എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ മേത്തുള്ള ഫറുമ്പ നമുക്ക് എന്ത് കാണാം? ആൽഗെ ഇങ്ങനെ ഇരിക്കുന്ന കാണാം. ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ച് നോട്ട് ചെയ്തേക്കാം. ആൽഗെ പ്രസന്റ് ഓൺ ദ സ്ലോത്ത് ബെയർ, റൈറ്റ്. ഇനി the form and size of the algae are highly variable, ranging from colonial forms like volvox. അപ്പോൾ നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടത്, see, you have to note down each and every examples. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ മക്കള് ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പേപ്പർ എടുക്കുക, എന്നിട്ട് ആൽഗെ, ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പെർംസ്, ആൻജിയോസ്പെർംസ് 5 ഭാഗമായിട്ട് തിരിക്കുക. വാട്ട് എവർ എക്സാമ്പിൾസ് ആർ ഗിവൺ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന സകലം എക്സാമ്പിൾസും ആ കൃത്യം താഴെ എഴുതി വെച്ച് പഠിക്കുക. ബിക്കോസ് നിങ്ങൾക്ക് എൻട്രൻസ് എക്സാമിന് ക്വസ്റ്റ്യൻസ് വിൽ ബി ബേസ്ഡ് ഓൺ ദ എക്സാമ്പിൾസ്. അപ്പൊ ആദ്യം തന്നെ ഇപ്പൊ നമ്മുടെ അടുത്ത് പറയാണ് ഇൻ വോൾവോക്സ് ദ പിഗ്മെന്റ് പ്രസന്റ് ഈസ് ക്ലോറോഫിൽ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ വോൾവോക്സ് ഏത് ഗ്രൂപ്പാണ്, ആൽഗെ ആണെന്ന് മനസ്സിലാവണം. അത് ആൽഗയുടെ ഉള്ളിൽ അത് ഗ്രീൻ ആൽഗയിലാണ് വരുന്നതെന്ന് അറിയണം. മനസ്സിലായോ? അപ്പോൾ യു ഷുഡ് ബി ഏബിൾ ടു ഈസിലി ഡിസ്ക്രിമിനേറ്റ് ബിറ്റ്വീൻ ദ എക്സാമ്പിൾസ്. സോ കീപ് ഇൻ മൈൻഡ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ബി അക്വൈന്റഡ് വിത്ത് എക്സാമ്പിൾസ്. എക്സാമ്പിൾസ് നന്നായിട്ട് പരിചയപ്പെടുക. മനസ്സിലാവുണ്ടോ? അപ്പൊ നമ്മൾ ഇനി ഒരുപാട് ടെക്സ്റ്റ് ഇങ്ങനെ കുറെ നേരം ടെക്സ്റ്റ് മാത്രം വായിക്കുകയല്ല വേണ്ടത്. ടെക്സ്റ്റ് വായിക്കുമ്പോൾ ഒരു പേപ്പറിൽ കൃത്യമായിട്ട് അതിനെ കോളം വൈസ് ആയിട്ട് നമ്മളതിനെ ലിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ നോക്കൂ, സേ വോൾവോക്സ് എന്ന് പറയുന്നത് എന്താ? കോളനിയാണ്, കോളനി. ഇതേപോലെ കൊളോണിയൽ ആയിട്ട് കാണുന്ന ഒരു ഗ്രീൻ ആൽഗയാണ് യൂഡോറൈന. കണ്ടോ, കൊടുത്തിരിക്കുന്നത് വേറൊരു കോണ്ടെക്സ്റ്റിലാണെങ്കിലും യു ക്യാൻ ജസ്റ്റ് റിലേറ്റ്. വോൾവോക്സിന്റെ പോലെ ഒരു കൊളോണിയൽ ഫോം ആണ് യൂഡോറൈന. മനസ്സിലാക്കുക കേട്ടോ. And filamentous forms like Eulothrix and Spirogyra. Okay, അപ്പോൾ Eulothrix is colonial form of algae എന്ന് പറഞ്ഞാൽ തെറ്റാണ്. മനസ്സിലാവുണ്ടോ? അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസേ നിങ്ങളടുത്ത് എക്സാമിന് ചോദിക്കുകയുള്ളൂ. സോ കീപ്പ് ഇൻ മൈൻഡ്, നമുക്ക് കൊളോണിയൽ എന്ന ബുക്കിൽ തന്നിരിക്കുന്നത് വോൾവോക്സ് മാത്രമാണ്. അപ്പോൾ നമ്മളോട് വോൾവോക്സേ ചോദിക്കുകയുള്ളൂ. പക്ഷെ നമുക്ക് എന്ത് തരും? Volvox and Eulothrix are colonial forms എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. പിടികിട്ടിയോ? അപ്പൊ ദാറ്റ് ഈസ് ദ വേ ഇൻ വിച്ച് ദേ വിൽ ബി പുട്ടിങ് ഇൻ ടു ദ ക്വസ്റ്റ്യൻസ്, റൈറ്റ്? അപ്പോൾ മനസ്സിലാക്കേണ്ടത് കൃത്യമായിട്ട് ഏതാണ് കൊളോണിയൽ ഫോം, ഏതാണ് ഫിലമെന്റസ് ഫോം എന്ന് മനസ്സിൽ ഓർത്തു വെച്ചേക്കുക. ഇനി എ ഫ്യൂ ഓഫ് ദ മെറൈൻ ഫോംസ് സച്ച് ആസ് കെൽപ്സ് ഫോം മാസീവ് പ്ലാന്റ് ബോഡീസ്. ഇതൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. അപ്പോൾ കെൽപ്സ് എന്ന് പറയുന്നത് എന്താണ്? കെൽപ്സ് എന്ന് പറയുന്നത് മെറൈൻ ഫോം ആണ്. ഓക്കെ, മെറൈൻ ഫോം, ഫ്രഷ് വാട്ടർ അല്ല, മെറൈൻ ഫോംസിനെയാണ് നമ്മൾ കെൽപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി algae reproduce by vegetative, sexual and asexual methods. Vegetative reproduction is by fragmentation. ഇത് ജനറൽ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് ചോദിക്കും. പക്ഷേ ഇറ്റ്സ് ഓക്കെ, നമുക്കത് കിട്ടാവുന്ന ഒരു കൺഫ്യൂഷൻ വരില്ല. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കൺഫ്യൂഷൻ വരില്ല. ഓക്കെ, നോക്കാം. Each fragment develops into a thallus. Asexual reproduction is by the production of different types of spores, the most common being the zoospores. ശ്രദ്ധിച്ചേക്ക, ആൽഗയില് the most important asexual spores ആണ് zoospores. അത് asexualന് പകരം sexual എന്ന് തന്നാൽ അത് തെറ്റാണ്. Zoospores are not sexual. Okay, zoospores are asexual spores. അത് flagellated ആണോ? Yes, they are flagellated.
Okay, നോക്കാം. They are flagellated because they have to move. Motile ആണ്, motile. And on germination gives rise to new plants. Sexual reproduction take place through fusion of two gametes. As എല്ലാ ഓർഗാനിസത്തിൽ നടക്കുന്ന പോലെ സെക്ഷൽ റീപ്രൊഡക്ഷൻ സംഭവിക്കണമെങ്കിൽ എന്ത് വേണം? രണ്ട് ഗാമേറ്റ്സ് തമ്മിൽ ഫ്യൂസ് ചെയ്യണം. ഓക്കെ, ദീസ് ഗാമേറ്റ്സ് ആർ ഫ്ലാജെല്ലേറ്റഡ് ആൻഡ് സിമിലർ ഇൻ സൈസ്. ഓക്കെ, റൈറ്റ്, അത് അങ്ങനെ വരാം. ഫ്ലാജെല്ലേറ്റഡും ആണ് സിമിലറും ആണ്. ഏതില്? യുലോത്രിക്സ് ആണെങ്കിൽ കണ്ടോ, യുലോത്രിക്സ് ആണെങ്കിൽ ഫ്ലാജെല്ലേറ്റഡ് ആൻഡ് സിമിലർ ആണ്. Or non-flagellated and non-motile but similar in size as in Spirogyra. ഇവിടെയാണ് നമുക്കൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. മനസ്സിലായോ? എന്ന് പറയുമ്പോൾ നമുക്ക് ഒരേപോലെയുള്ള ഗാമേറ്റ്സ് വരാം. ഉണ്ടോ? ഒരേപോലെയുള്ള ഗാമേറ്റ്സ് വരാം. അതിന് ഫ്ലാജെല്ല ഉണ്ടാവുക. സെയിം ടൈപ്പ് വിത്ത് ഫ്ലാജെല്ല. റൈറ്റ്? ഇതാണ് നമുക്ക് എവിടെ കാണുന്നു പറഞ്ഞേ? യുലോത്രിക്സിൽ കാണുന്നത് ഐസോഗമസ്. കണ്ടോ? മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റ്സും തിരിച്ചറിയാൻ പറ്റില്ല. ഫ്ലാജെല്ലേറ്റഡ് ആണ്, തിരിച്ചറിയാൻ പറ്റില്ല. സോ ദേ ആർ ഐസോഗമസ് ഫ്ലാജെല്ലേറ്റഡ്. എവിടെ? യുലോത്രിക്സിൽ. ഇതിൽ തന്നെ ഫ്ലാജെല്ല ഇല്ലെങ്കിൽ ഇഫ് ദർ ഇസ് നോ ഫ്ലാജെല്ല, ഇപ്പൊ ഫ്ലാജെല്ല ഇല്ല എന്ന് പറയുമ്പോൾ എന്താ? യു ജസ്റ്റ് ഹാവ് ദിസ് ഗാമേറ്റ്സ്. കണ്ടോ? നോൺ മോട്ടൈൽ. നോൺ മോട്ടൈൽ പറയുമ്പോൾ ദിസ് ഇസ് പ്രസന്റ് ഇൻ സ്പൈറോഗൈറ. റൈറ്റ്? ഐസോഗമസ് നോൺ മോട്ടൈൽ ഇൻ സ്പൈറോഗൈറ. Similar in size. Okay, such reproduction is said to be isogamous. അപ്പോൾ ശ്രദ്ധിച്ചേക്കുക. Isogamous motile Ulothrix, isogamous non-motile Spirogyra. Note ചെയ്തു വെച്ചേക്കുക. ഇനി termed as an isogamous. Fusion between okay, next one. Such reproduction is said to be isogamous. Fusion of two gametes dissimilar in size as in species of Eudorhina. ഐസോഗാമസിന് നമ്മുടെ ബുക്കിൽ ഒരു എക്സാമ്പിളേ കൊടുത്തിട്ടുള്ളൂ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ചില കുട്ടികൾ പഴയ ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്യുന്നുണ്ടാവും. ഈ ഒരു പോർഷനിൽ പഴയ ടെക്സ്റ്റ് ബുക്കിൽ വേറെ എക്സാമ്പിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ കീപ്പ് ഇൻ മൈൻഡ്, എപ്പോഴും പുതിയ ലേറ്റസ്റ്റ് വെർഷൻ ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ബിക്കോസ് ദ എക്സാം വിൽ ബി ബേസ്ഡ് ഓൺ ദ ലേറ്റസ്റ്റ് എഡിഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നെറ്റിൽ അവൈലബിൾ ആണ്, പുതിയ ഇ ബുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക. ദോസ് ഹു ആർ ഫോളോയിങ് ഓൾഡ് ടെക്സ്റ്റ് ബുക്ക്, നിങ്ങൾ ഇ ബുക്കും കൂടെ റെഫർ ചെയ്തിട്ട് ലേറ്റസ്റ്റ് ഈ ഒരു പോർഷനിൽ ചില വ്യത്യാസങ്ങൾ നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഇസ് ഫോർ ദോസ് ഹു ആർ ഫോളോയിങ് ഓൾഡ് ബുക്സ്. പണ്ട് ചേട്ടന്മാരും ചേച്ചിമാരും ബുക്സ് ഫോളോ ചെയ്യുന്ന ആൾക്കാരോടാണ് ഇപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നൗ സോ Eudorhina is an example for what? An isogamous type of reproduction. ഇനി fusion between one large and motile and one large and non-motile static female gamete and smaller motile male gametes, just like in human beings. നമ്മൾക്ക് അങ്ങനെയാണല്ലോ, large non-motile female gamete and small motile male gamete. That type is called as oogamous type. oogamous-ന് രണ്ട് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് Volvox and Fucus. ശ്രദ്ധിക്കുക, നമ്മൾ ഇവിടെ ഇത്രയും ഒരു പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്ന കുറെ എക്സാമ്പിൾസ് കണ്ടു അല്ലെ? സ്പൈറോഗൈറ, യുലോത്രിക്സ്, യൂഡോറൈന, ഇതെല്ലാം കണ്ടു. അതെല്ലാം എന്ത് ആൽഗയാണ്? ഗ്രീൻ ആൽഗയാണ്. എന്നാൽ Fucus is a brown alga. Fucus is a brown alga. ശ്രദ്ധിച്ച് വെക്കണം കേട്ടോ. A brown alga which is having oogamous type of reproduction. എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അവിടെ Volvox പറയാൻ പറ്റില്ല. That is what only Fucus. റൈറ്റ്? അപ്പോൾ അങ്ങനെ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ചിലപ്പോൾ ഇപ്പൊ നമ്മൾ പെട്ടെന്ന് oogamous കാണുമ്പോൾ Volvox ആൻഡ് Fucus എന്ന് മനസ്സിൽ വരും. പക്ഷെ ആ ക്വസ്റ്റ്യനിൽ ഒരു ഭാഗം കൂടി എക്സ്ട്രാ ഉണ്ടാവും. എന്തായിരിക്കും? Phaeophysian group showing oogamous type of reproduction എന്ന് പറയുമ്പോൾ Volvox അവിടെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. It's only what? Fucus. Okay, right. So this is all about the general introduction part. Now next one is, see, again you have to be familiar with these things. Identification. Identify ചെയ്യാൻ പറ്റണം. Green alga, രണ്ടെണ്ണം Volvox and Ulothrix കൊടുത്തിട്ടുണ്ട്. Then we have brown alga, മൂന്നെണ്ണമാണ് കൊടുത്തിരിക്കുന്നത്. They are Laminaria, Fucus and Dictyota. അപ്പോൾ എക്സാം പേപ്പറിൽ നിങ്ങൾക്ക് ഈ പിക്ചർ കണ്ടാൽ you are supposed to identify which group they are and also their names. Right? At the maximum നിങ്ങൾക്ക് name identify ചെയ്യാനായിരിക്കും ചോദിക്കുക if they are giving the figure. Okay? Or you may be asked to identify the stored food material present in this one. ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് തരും? ഈ ഒരു പിക്ചർ തരും. എന്നിട്ട് ചോദിക്കും name the stored food material in this alga. So what all things you need to know? First of all, you should identify which algae it is. മനസ്സിലായോ? ഇവൻ പോർഫൈറ ആണോ, പോളിസൈഫോണി ആണോ, ഫ്യൂക്കസ് ആണോ, ലാമിനേറി ആണോ ആദ്യം തിരിച്ചറിയണം. സോ ദിസ് മിഡിൽ വൺ ഈസ് വാട്ട്? ഫ്യൂക്കസ്. ഓക്കെ, ഇത് Fucus ആണ്. Fucus belongs to brown alga.
ബ്രൗൺ ആൽഗയിലുള്ള സ്റ്റോർഡ് ഫുഡ് മെറ്റീരിയൽ എന്താണ്? ലാമിനാരിൻ ആൻഡ് മാനിറ്റോൾ. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾക്ക് റിലേറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരാം. സോ കീപ് ഇൻ മൈൻഡ്, make sure that you identify the names and the group to which each alga belong. ശ്രദ്ധിച്ച് നോക്കി വെക്കാം. Okay, now next one. See, algae are useful. ഇനി ആൽഗയുടെ എക്കണോമിക് ഇമ്പോർട്ടൻസ് പറഞ്ഞതിൽ 1-2 പോയിന്റ്സ് പെട്ടെന്ന് പറഞ്ഞു പോവാം നമുക്ക്. See, ഫോട്ടോസിന്തസിന് more than 50% of present carbon dioxide ഫിക്സ് ചെയ്യുന്നത് ആൽഗെ ആണെന്നാണ് പറയുന്നത്. Okay, then energy rich, they are paramount importance of primary producers ആണ്, which form the basis for the food cycles in aquatic animals. Okay, നമ്മൾ aquatic cycle എടുക്കുമ്പോൾ അവിടുത്തെ primary producers algae ആണ്. Many species, ഇനി ഇവിടെയാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത്, many species ഏതൊക്കെയാണ്? Porphyra, Laminaria and Sargassum are among 70 species of marine algae used as food. Okay, Porphyra is used as food. Polysiphonia, I mean Laminaria and Sargassum is also used as food. അതിൽ Porphyra ഏത് ഗ്രൂപ്പാണ്? റെഡ് ആൽഗെ ആണ്. Laminaria and Sargassum ഏത് ഗ്രൂപ്പാണ്? ബ്രൗൺ ആൽഗെ ആണ്. അഗൈൻ ഫുഡായിട്ട് യൂസ് ചെയ്യുന്ന റെഡ് ആൽഗ ചോദിച്ചു കഴിഞ്ഞാൽ Porphyra ആണ്. ഫുഡായിട്ട് യൂസ് ചെയ്യുന്ന ബ്രൗൺ ആൽഗ ചോദിച്ചു കഴിഞ്ഞാൽ Laminaria and Sargassum ആണ്. ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഓരോ സ്ഥലത്തും നമ്മൾ ഏത് ഗ്രൂപ്പാണെന്ന് സൈഡിൽ എഴുതി വെച്ച് പോയി കഴിഞ്ഞാൽ it will be easy for you to get along with. Okay, അടുത്തത്, certain marine brown and red alga produce large amount of hydrocolloids. വാട്ടറിനെ റീറ്റെയിൻ ചെയ്യാൻ പറ്റും, നനവ് നിലനിർത്താൻ പറ്റുന്ന സബ്സ്റ്റൻസസിനാണ് നമ്മൾ ഹൈഡ്രോകൊളോയിഡ് എന്ന് പറയുന്നത്. നമ്മൾ ചില ജെല്ലി പോലത്തെയുള്ള സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ പേപ്പർ അതല്ലെങ്കിൽ കോട്ടൺ ഇതൊക്കെ നനയുന്നുണ്ടല്ലോ. ഈ നനവ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളത്തിനെ റീറ്റെയിൻ ചെയ്ത് വെക്കാനുള്ള കഴിവ്. ആ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ഹൈഡ്രോകൊളോയിഡ്സ് എന്ന് പറയുന്ന വസ്തുക്കളിൽ കാണുന്നത്. ഓക്കെ, അങ്ങനെ നോർമലി സെല്ലുലോസ് ഒരു കൊളോയിഡ് ആണ്, പക്ഷെ അതിനേക്കാളും വെള്ളത്തിനെ നിലനിർത്താൻ പറ്റുന്ന ഒരു അഡീഷണൽ സബ്സ്റ്റൻസ് ആരുടെ മേലുണ്ട്? ചില ബ്രൗൺ ആൽഗയിലുണ്ട്, പിന്നെ ചില റെഡ് ആൽഗയിലുണ്ട്. ഓക്കെ, അപ്പോൾ certain marine brown algae and red algae produce large amount of hydrocolloids. Example, algin in brown alga and carrageen in red alga. കണ്ടോ, ബ്രൗൺ ആൽഗയിലുള്ളത് ഏതാണെന്ന് നമുക്ക് വേറെ കൊടുത്തിട്ടുണ്ട്. ബ്രൗൺ ആൽഗയിലുള്ള ഹൈഡ്രോകൊളോയിഡ് ഏതാണ്, അതുപോലെ റെഡ് ആൽഗയിലുള്ള ഹൈഡ്രോകൊളോയിഡ് ഏതാണെന്ന് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. സോ അത് നോട്ട് ചെയ്ത് വെച്ചേക്കുക. Then which are used commercially. Agar, one of the commercial products. ഇത് വേറെ, ഇത് നേരത്തെ പറഞ്ഞത് അത് അവിടെ കഴിഞ്ഞു. ഇനി ഇത് ഇപ്പോൾ പറയുന്നത് എന്താണ്? അഗാർ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ്. അഗാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൽഗെ നമ്മൾ പൊടിച്ചിട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അഗാർ പൗഡർ. നമ്മൾ സിന്തറ്റിക് ജെല്ലി ഉപയോഗിക്കുന്ന പൗഡർ ഉണ്ടല്ലോ, അതൊരു സിന്തറ്റിക് പൗഡറാണ്. ഇത് നാച്ചുറൽ ആയിട്ട് നമുക്ക് കിട്ടുന്ന പ്ലാന്റ് ആണ്. ആ പ്ലാന്റ് ഏതൊക്കെയാ പ്ലാന്റ്സ്? രണ്ട് പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ജെലീഡിയം ആൻഡ് ഗ്രാസിലേറിയ ആർ യൂസ്ഡ് ടു ഗ്രോ മൈക്രോബ്സ്. അപ്പൊ നമ്മൾ ആ ജെല്ലി പോലെയുള്ള മീഡിയത്തിലാണ് സാധാരണ ഫംഗസിനെയും ബാക്ടീരിയനെയൊക്കെ നമ്മൾ ലാബിൽ കൾച്ചർ ചെയ്യുക. എന്തിനാ കൾച്ചർ ചെയ്യണേ? ഫോർ സ്റ്റഡിയിങ്, മനസ്സിലായോ? അവരെ കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് അവരെ നമ്മൾ വളർത്തും, ലാബിൽ വളർത്തും. അപ്പൊ എവിടെ വളർത്തുന്നത്? ചെറിയ പെട്രി ഡിഷസിനകത്ത് ഈ അഗാർ മീഡിയത്തിലിട്ടാണ് വളർത്തുന്നത്. ഓക്കെ, ദെൻ not only that, they are also used to grow, used to grow microbes and in preparations of ice creams and jellies. നമ്മൾ പറഞ്ഞു Chlorella, a unicellular alga rich in proteins, is used as food supplement by space travelers. മനസ്സിലായോ? ക്ലോറല്ല മാത്രമേ ഉള്ളൂ. പഴയ ടെക്സ്റ്റ് ബുക്കിൽ വേറൊരു ആൽഗയുടെ വേറൊരു ഓർഗാനിസത്തിന്റെ പേര് കൊടുത്തിട്ടുണ്ട്, ഇപ്പൊ അത് ഇല്ല കേട്ടോ. സോ പ്ലീസ് കീപ് ഇൻ മൈൻഡ്, ക്ലോറല്ല ഇസ് എ യൂണിസെല്ലുലാർ ആൽഗ which is rich source of protein. Okay, നമ്മൾ ഇതിനെ സിംഗിൾ സെൽ പ്രോട്ടീൻ എന്നുള്ള പേരിലോ അറിയപ്പെടാറുണ്ട്. സിംഗിൾ സെൽ പ്രോട്ടീൻസ്, റൈറ്റ്. ഇനി the algae are divided into 3 main classes: Chlorophyceae, Phaeophyceae and Rhodophyceae. Okay, ഇനി പെട്ടെന്ന് നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സിലോട്ട് പോവാം. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, chloroplast may be discoid, plate-like, reticulate, cup-shaped, spiral or ribbon-shaped in different species.
ക്ലോറോഫൈസയ്ക്ക് കാണുന്ന ഒരു പ്രത്യേകതയാണ്. അപ്പോൾ പ്ലാന്റ്സിനകത്ത് ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടെന്ന് നമുക്കറിയാം. നോർമലി നമ്മൾ ഒരു ഗ്രീൻ പ്ലാന്റിന്റെ ക്ലോറോപ്ലാസ്റ്റ് സാധാരണ നമ്മൾ വരയ്ക്കുന്നത് ഇങ്ങനെയാണ് അല്ലേ. ഗ്രീൻ പ്ലാന്റ്സിനകത്തുള്ള ക്ലോറോപ്ലാസ്റ്റ് നമ്മൾ ഇങ്ങനെ വരയ്ക്കും, ഡബിൾ മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചർ. ഇതാണ് സാധാരണ ഹയർ പ്ലാന്റ്സിന്റെ ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ. പക്ഷേ ആൽഗയിലാണെങ്കിൽ ക്ലോറോപ്ലാസ്റ്റിന് പല 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 സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഓക്കെ, ദിസ് പർട്ടിക്കുലർ സ്ട്രക്ചർ ക്യാൻ ബി ലൈക്ക് എ സ്റ്റാർ. കണ്ടോ, സ്റ്റാർ പോലെയുള്ള ക്ലോറോപ്ലാസ്റ്റ് കാണാം. ഓർ ഇറ്റ് ക്യാൻ ബി ലൈക്ക് എ റിബൺ പോലെയുള്ള ക്ലോറോപ്ലാസ്റ്റ് കാണാം. ഓർ ഇറ്റ് ക്യാൻ ബി ലൈക്ക് എ ഗിഡിൽ ഷേപ്പ്, നമ്മളുടെ ബോണിന്റെ ഗഡില് പോലെ ഇങ്ങനെയുള്ള ഒരു ഷേപ്പ്, ഇങ്ങനത്തെ ഷേപ്പിലുള്ള ക്ലോറോപ്ലാസ്റ്റ് കാണാം. ഉണ്ടോ, ഇങ്ങനെ മടങ്ങിയിട്ടുള്ള ക്ലോറോപ്ലാസ്റ്റ് കാണാം. ഓർ ലൈക്ക് എ നെറ്റ്വർക്ക്, ഉണ്ടോ, ഇങ്ങനെ നെറ്റ്വർക്ക് പോലെയുള്ള ക്ലോറോപ്ലാസ്റ്റ് കാണാം. ദിസ് ഇസ് കോൾഡ് ആസ് റെറ്റിക്കുലേറ്റ്. അപ്പൊ ഇതൊക്കെ എന്തെന്നാ പല ടൈപ്പ് ക്ലോറോപ്ലാസ്റ്റുകളാണ്. അപ്പൊ ഇത് കാണുന്നത് ഏതിൽ മാത്രമേ ഉള്ളൂ? ക്ലോറോഫൈസിയൻ മെമ്പേഴ്സിന്റെ പ്രത്യേകതയാണ്. പലപ്പോഴും ഈ ക്ലോറോപ്ലാസ്റ്റിന്റെ ഷേപ്പ് നോക്കിയിട്ട് നമ്മൾ ചില ക്ലോറോഫൈസിയൻ മെമ്പേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ പല ഷേപ്പുകളാണ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. Most of the members have one or more storage bodies called as pyrenoids. Another very 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 important thing, pyrenoids in the what are pyrenoids? Pyrenoids are storage bodies located എവിടെ? ക്ലോറോപ്ലാസ്റ്റ് അല്ലാണ്ട് സൈറ്റോപ്ലാസത്തിൽ അല്ല. ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്, മനസ്സിലായോ? പൈറിനോയിഡ്സ് ആർ ലൊക്കേറ്റഡ് ഇൻ ദ സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റോങ്. പൈറിനോയിഡ്സ് ആർ ലൊക്കേറ്റഡ് ഇൻ ദ ക്ലോറോപ്ലാസ്റ്റ്. ഓക്കെ, പൈറിനോയിഡ്സ് കണ്ടെയ്ൻ പ്രോട്ടീൻ ബിസൈഡ്സ് സ്റ്റാർച്ച്. സോ നോർമലി ക്ലോറോഫൈസൻ മെമ്പേഴ്സ് അല്ലെങ്കിൽ ജനറലി പ്ലാന്റ്സ് ഫുഡ് സ്റ്റോർ ചെയ്യുന്ന ഏത് രൂപത്തിലാണ്? സ്റ്റാർച്ചിന്റെ രൂപത്തിലാണല്ലോ. പക്ഷെ ഇവിടെ പൈറിനോയിഡ്സ് എന്ന് പറയുമ്പോൾ സ്റ്റാർച്ചിന്റെ കൂടെ പ്രോട്ടീനും കൂടെ ഉണ്ടാവും, മനസ്സിലായോ? പ്രോട്ടീനുമിൽ സ്റ്റാർച്ച് കോട്ട് ചെയ്തിട്ടുള്ള പോലെയുള്ള ഒരു രൂപത്തിലാണ് പൈറിനോയിഡ്സ് ഇരിക്കുന്നത്. ഓക്കെ, അൾട്രാ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് പോകേണ്ട ആവശ്യമില്ല. പൈറിനോയിഡ്സ് ഏത് ഗ്രൂപ്പിൽ കാണും? ക്ലോറോഫൈസൻ മെമ്പേഴ്സിൽ കാണും. ആ ക്ലോറോഫൈസയിൽ എവിടെ കാണും? ആ ഒരു സെൽ എടുത്തു കഴിഞ്ഞാൽ എവിടെയാണ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസൈഡ് ദ ക്ലോറോപ്ലാസ്റ്റിലാണ് പൈറിനോയിഡ്സ് ആർ വിസിബിൾ. ഓക്കെ, ഇനി സം ആൽഗെ മേ സ്റ്റോർ ഫുഡ് ഇൻ ദ ഫോം ഓഫ് ഓയിൽ ഡ്രോപ്ലെറ്റ്സ്. അനദർ ഇമ്പോർട്ടന്റ് തിങ്, കണ്ടോ, സ്റ്റോർ ഫുഡ് ഇൻ ദ ഫോം ഓഫ് ഓയിൽ ഡ്രോപ്ലെറ്റ്സ്. സാധാരണ നമ്മൾ ഫുഡ് ഈസ് സ്റ്റോർഡ് ഇൻ ദ ഫോം ഓഫ് സ്റ്റാർച്ച് അല്ലേ. അപ്പൊ നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് തരും, ഇൻ ക്ലോറോഫൈസൻ മെമ്പേഴ്സ് ഫുഡ് ഈസ് സ്റ്റോർഡ് ആസ് സ്റ്റാർച്ച് ആൻഡ് ഓയിൽ ഡ്രോപ്ലെറ്റ്സ്. ട്രൂ ഓർ ഫാൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ആസ് പെർ ദ ടെക്സ്റ്റ് ബുക്ക്. ഉണ്ടോ, അപ്പൊ സ്റ്റാർച്ച് ആയിട്ടും സ്റ്റോർ ചെയ്യും. പിന്നെ മാത്രമല്ല സം ആൽഗെ മേ സ്റ്റോർ ഫുഡ് ഇൻ ദ ഫോം ഓഫ് ഓയിൽ ഡ്രോപ്ലെറ്റ്സ്. ഓക്കെ, അത് ഗ്രീൻ ആൽഗയിൽ വരുന്ന പ്രത്യേകതയാണ്. Green algae usually have a rigid cell wall made up of an inner layer of cellulose and outer layer of pectose. Don't confuse with this particular term. Pectose-നെ നിങ്ങൾ പലപ്പോഴും pectin ആയിട്ട് കണ്ടു ചെയ്യാറുണ്ട്. Pectin is different substance. മനസ്സിലായോ? Cellulose, hemicellulose and pectin. അത് നമ്മൾ അനാട്ടമി ചാപ്റ്ററിൽ ഇങ്ങനെ നമ്മൾ വേറെ പഠിക്കും. So don't confuse that term with this term, right? This is a form of sugar. പെക്ടോസ്, OSC ഉണ്ടോ, പെക്ടോസ് എന്നൊരു കാർബോഹൈഡ്രേറ്റിന്റെ ഫോം ആണ്. സോ സെല്ലുലോസ് ആൻഡ് പെക്ടോസ്. അപ്പോൾ സെല്ലുലോസ് ഇന്നർ ലെയറും പെക്ടോസ് ഔട്ടർ ലെയറും തിരിച്ചു കൊടുക്കും. അത് ശ്രദ്ധിക്കുക. ഏതാണ് ഇതിന്റെ ക്ലോറോഫൈസിൻ മെമ്പേഴ്സിന്റെ ഔട്ടർ ലെയറിൽ പെക്ടോസ് കാണാം, തൊട്ട് താഴെ നമുക്ക് സെല്ലുലോസ് കാണാം. Right? Okay. ഇനി വെജിറ്റേറ്റീവ് റിപ്രൊഡക്ഷൻ യൂഷ്വലി ടേക്ക് പ്ലേസ് ബൈ ഫ്രാഗ്മെന്റേഷൻ, ദെൻ സൂസ്പോർസ് ഫോർമേഷൻ. നേരത്തെ നമ്മൾ അതൊക്കെ ഡിസ്കസ് ചെയ്താണ്. ഓക്കെ, ഇനി എക്സാമ്പിൾസ് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇതൊക്കെയാ ക്ലൈമഡോമോണസ്, വോൾവോക്സ്, യുലോത്രിക്സ്, പൈറോഗൈറ, കാര. ഇത്രയും ഈ കാരയുടെ ഒന്നും പിക്ചേഴ്സ് നമ്മൾക്ക് ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല. ബട്ട് സ്റ്റിൽ എക്സാമ്പിൾസ് ദേ ഹാവ് നോട്ട് ടേക്കൺ ഔട്ട്. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന എക്സാമ്പിൾസ് യു ആർ സപ്പോസ് ടു നോ ദാറ്റ് ദേ ഓൾ ബിലോങ് ടു ക്ലോറോഫൈസിയൻ മെമ്പേഴ്സ്. ഫൈൻ. ഇനി ഫിയോഫൈസിയയിൽ വരുന്ന, ഇപ്പൊ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്രോപ്പർലി എൻട്രൻസിൽ നമുക്ക് ഒരു പാരഗ്രാഫിൽ നിന്ന് നമുക്ക് വാട്ട് ഓൾ തിങ്സ് ക്യാൻ ബി ആസ്ഡ് ഫോർ യുവർ എൻട്രൻസ് എക്സാം, റൈറ്റ്? ആ ഒരു രീതിക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, റൈറ്റ്. നൗ വൺസ് വി ഗെറ്റ് ഇൻ ടു നദർ പ്ലാൻ ഗ്രൂപ്പ്, നമ്മൾ അടുത്ത പ്ലാൻ ഗ്രൂപ്പ് ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഗാമറ്റോഫൈറ്റ്, സ്പോറോഫൈറ്റ്, അത് നമ്മൾക്ക് ഇത് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാം. ഫൈൻ, റൈറ്റ്. ഇനി നെക്സ്റ്റ് വൺ ഫിയോഫൈസിയെ. ഫിയോഫൈസിയയിൽ എന്താ? മെമ്പേഴ്സ് ഓഫ് ഫിയോഫൈസിയ ഓർ ബ്രൗൺ ആൽഗെ ആർ ഫൗണ്ട് പ്രൈമർലി ഇൻ മെറൈൻ ഹാബിറ്റാറ്റ്. അനദർ ക്വസ്റ്റ്യൻ. സി, മെറൈൻ ഹാബിറ്റാറ്റിലാണ് ജനറലി അവരെ കാണുന്നത്. They show great variation in size and form. They range from simple branched filamentous form. കണ്ടോ, എക്ടോകാർപ്പസിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. എക്ടോകാർപ്പസ്
ഇപ്പൊ നിങ്ങളോട് എക്ടോകാർപ്പസ് എന്ന് പറയുന്ന ഒരു ടേം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ യു ഷുഡ് കീപ് ഇൻ റിമൈൻഡ് ദാറ്റ് ഇറ്റ് ബിലോങ്സ് ടു ബ്രൗൺ ആൽഗ, ഫിയോഫൈസിയ ആണ് എക്ടോകാർപ്പസ്. അവൻ സിമ്പിൾ ആണ്, മാത്രമല്ല എന്താണ്, ബ്രാഞ്ച്ഡ് ആൻഡ് ഫിലമെന്റസ് ഫോമും കൂടെയാണ്. ഓക്കെ, സിമ്പിൾ ബ്രാഞ്ച്ഡ് ആൻഡ് ഫിലമെന്റസ് ഫോം. സാധാരണ ഫിലമെന്റസ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരെ എവിടേക്ക് പോകും, ക്ലോറോഫൈസിയിലേക്ക് പോകും. പക്ഷെ അതല്ല, ഇവിടെ സിമ്പിൾ ബ്രാഞ്ച്ഡ് ഫിലമെന്റസ് ഫോം ആണ് ആര്, എക്ടോകാർപ്പസ്. റൈറ്റ്. ഇനി നിങ്ങൾ ഇത് പഠിക്കുന്നതിന്റെ കൂടെ ഇഫ് യു വിൽ ബി ഹാവിംഗ് ഇന്റർനെറ്റ് ആക്സസ് അറ്റ് ഹോം, റൈറ്റ്, യു ക്യാൻ സിംപ്ലി ഗെറ്റ് ഇൻ ടു ദാറ്റ് പിക്ചർ ഓഫ് എക്ടോകാർപ്പസ്. എക്ടോകാർപ്പസിന്റെ പിക്ചർ കൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് നമ്മൾ അതിനെ സിമ്പിൾ ബ്രാഞ്ച്ഡ് ഫിലമെന്റസ് എന്നൊക്കെ പറയുന്നത്. ഒറ്റ പ്രാവശ്യം നോക്കുക എക്ടോകാർപ്പസ് എങ്ങനെ ഇരിക്കുന്നു. ഓക്കെ, സോ ബി ഫെമിലിയർ വിത്ത് ദോസ് പ്ലാന്റ്സ്. ടു പ്രൊഫ്യൂസ്ലി ബ്രാഞ്ച്ഡ് ഫോംസ് ആസ് റെപ്രസെന്റഡ് ബൈ കെൽപ്സ്. കെൽപ്സ് എന്ന് പറയുമ്പോൾ എന്താ, ഭയങ്കര ബ്രാഞ്ച് ചെയ്തിട്ട് ഇങ്ങനെ ഡെൻസ് ആയിട്ട് കാണുന്ന മാസീവ് പ്ലാൻ ബോഡീസ് ആണ് ഇത് കെൽപ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. വിച്ച് മേ റീച്ച് എ ഹൈറ്റ് ഓഫ് 100 meters. ഭയങ്കര നീളം, ഇങ്ങനെ നമ്മൾ 100 meter വരെ ഇങ്ങനെ നീളത്തിൽ കിടക്കും. ഓക്കെ, they possess chlorophylls A and C, carotenoids and xanthophylls. എടുത്ത് പറഞ്ഞിട്ടുണ്ട് കണ്ടോ, A and C, carotene and xanthophylls. And ഇവിടെ A and B അതെന്തായാലും നമ്മൾ ഒരു ഇതിൽ വരുന്നുണ്ടല്ലോ, ടേബിളിൽ വരുന്നുണ്ടല്ലോ. So there we'll compare. Then they vary in color to olive green to various shades of brown. എന്തുകൊണ്ടാ? It is not because that they have chlorophyll A and B, A and C. A and C അല്ല, പകരം എന്താണ്, because upon the amount of xanthophyll pigment fucoxanthin. കണ്ടോ, ഫ്യൂക്കോസാങ്തിന്റെ എമൗണ്ടിനനുസരിച്ചിട്ടാണ് ഈ ഗ്രീനിന്റെ ഗ്രഡേഷൻസ് വരുന്നത്. ഒരു ഒലീവ് ഗ്രീൻ തൊട്ട് ഡീപ്പ് ബ്രൗൺ വരെ. അപ്പൊ ഫ്യൂക്കോസാങ്തിന്റെ എമൗണ്ട് വളരെ കൂടുതലാണെങ്കിൽ നല്ല ബ്രൗണിഷ് കോഫി ബ്രൗൺ, അത് നല്ല ബ്രൗൺ കളറായിട്ട് വരും. കുറച്ച് കുറവാണെങ്കിലോ അതൊരു ഗ്രീനിഷ് ബ്രൗണിലേക്ക് അത് നിൽക്കും. ഓക്കെ, അപ്പൊ അത് ആര് കാരണമാണ്, ബിക്കോസ് ഓഫ് ഫ്യൂക്കോസാങ്തിൻ ആണെന്ന് മനസ്സിലാക്കുക. അതൊരു സാന്തോഫിൽ പിഗ്മെന്റ് ആണെന്നും ഓർത്ത് വെച്ചേക്കാം. പ്രസന്റ്, ഇനി അത് എവിടെയാ കാണുന്നത്, പ്രസന്റ് in them. Okay, food is stored as complex carbohydrates which may be in the form of laminarin and mannitol. That we will go here. കേട്ടോ, അപ്പോൾ ഈ ഒരു ടേബിളിനകത്ത് നമ്മൾ ഈ ഒരു പാരഗ്രാഫിൽ വായിക്കുന്ന ഒരുവിധം ഒരു 90% കാര്യങ്ങളും അവർ ഇങ്ങനെ ഒരു കൺസൈസ് ടേബിളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ബെറ്റർ റിമെമ്പർ ദീസ് തിങ്സ് ഇൻ ദ ടേബിൾ, റൈറ്റ്. പിന്നെ ഇവിടെ നമ്മൾ പറയേണ്ടത് എന്തൊക്കെയാണ് കണ്ടോ, ഇത് ആൽജിന്റെ കാര്യം നേരത്തെ പറഞ്ഞു. ദെൻ വി ഹാവ് the protoplast contains, in addition to plastids, a centrally located vacuole and nucleus. The plant body is usually attached to substratum. Substratum എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എന്തെങ്കിലും ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഇരിക്കുന്ന ഒരു പാറക്കഷ്ണോ, അല്ലെങ്കിൽ വേറെ ഒരു ചെടിയുടെ ഒരു സൈഡിൽ നല്ല കട്ടിയുള്ള ഒരു പോർഷനോ, അല്ലെങ്കിൽ കടലിലൊക്കെ ആകുമ്പോൾ എന്താ നമ്മുടെ ഇതുണ്ടാവും അല്ലേ, ഷെല്ലുകൾ ഉണ്ടാവും അല്ലേ, മൊളൂസ്ക്സിന്റെ വലിയ വലിയ ഷെല്ലുകൾ ഉണ്ടാവും. അതുമൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് ആൽഗെ കാണാം. ഓക്കെ, അപ്പൊ എന്തുമേലാണോ അറ്റാച്ച് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ സബ്സ്ട്രേറ്റം എന്ന് വിളിക്കുന്നത്. ദെൻ ബൈ ഹോൾഡ് ഫാസ്റ്റ് ആൻഡ് ഇറ്റ് ഹാസ്, okay, so we have this one, they hold fast, stipe and photosynthetic organ called as frond. Hold fast എന്ന് പറഞ്ഞാൽ റൂട്ടിന്റെ പോലെ ഫംഗ്ഷൻ ചെയ്യുന്നതാണ് ഹോൾഡ് ഫാസ്റ്റ്. ദെൻ സ്റ്റൈപ്പ് എന്ന് പറയുന്നത് സ്റ്റോക്ക് നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ സ്റ്റെം എന്ന് പറയില്ലോ, അപ്പൊ സ്റ്റെമ്മിന് പകരം സ്റ്റെമ്മിനെ പോലെ ഇരിക്കുന്നതാണ് സ്റ്റൈപ്പ്. അതുപോലെ ലീഫിന്റെ പോലെ പരന്നിട്ട്, ലീഫ് ഒന്നുമല്ല, കാഴ്ചയ്ക്ക് ലീഫാന്ന് തോന്നും, പക്ഷെ ദേ ആർ നോട്ട് ലീവ്സ്. അപ്പൊ അതിന് നമ്മൾ ലീഫ് എന്ന് വിളിക്കില്ല, പകരം വി കോൾ ദം ആസ് ടൈപ്സ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ കറസ്പോണ്ടിങ് പോർഷൻസ് ആണെന്ന് മനസ്സിലാക്കാം. നോർമൽ ചെടിയുടെ ലീഫ് ചെയ്യുന്ന ഫംഗ്ഷൻ ആൽഗയിൽ ആരാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡൺ ബൈ ഫ്രോണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് വരും എന്തൊക്കെയാ, ഫ്രോണ്ട്, സ്റ്റൈപ്പ്, ഹോൾഡ് ഫാസ്റ്റ്, റൈസോയിഡ് എന്നൊക്കെ പറഞ്ഞിട്ട് വരും. സോ ലീഫ് ഈസ് ഈക്വൽ ടു ഫ്രോണ്ട്. ഓക്കെ, ഇനി and that is also a feature of what, brown algae. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ വരുന്ന ഒരു പോർഷൻ ആണ് ഇത് കണ്ടോ, ദാ asexual reproduction in most brown algae is by biflagellate zoospores that are pear shaped and have two unequal laterally attached flagella. എന്ന് പറഞ്ഞാൽ ദാ നോർമലി നമ്മൾ നേരത്തെ സൂസ്പോർ വെറുതെ വട്ടത്തിൽ വരയ്ക്കുമ്പോൾ ഇവിടുത്തെ നമ്മൾ സ്പോർസ് വരയ്ക്കുന്നത് ഇങ്ങനെയാണ് കണ്ടോ. ദിസ് ഈസ് വാട്ട് യു മീൻ ബൈ പിയർ ഷേപ്ഡ് സ്പോർസ്. ആൻഡ് നോർമലി സൂസ്പോർസിൽ ഇതാ നേരത്തെ സൂസ്പോർസിൽ ഫ്ലാജെല്ല വാസ് ലൈക്ക് ദിസ് ആണെങ്കിൽ, റൈറ്റ്, അപ്പൊ ഇവിടെ നമുക്ക് വിൽ ജസ്റ്റ് so this is the pear shaped structure, right? ഇവിടെ ഫ്ലാജെല്ല വരുന്നത് ദാ ഇവിടെയാണ് കണ്ടോ.
ഉണ്ടോ? ലാറ്ററലി അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് ഫ്ലാജെല്ല. ഫ്ലാജെല്ല ഈസ് ലാറ്ററലി അറ്റാച്ച്ഡ്. അതും അൺഈക്വൽ ആണ്, നേരത്തെ ഈക്വൽ ആണ്. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് ഡിഫറൻസസ് നിങ്ങൾ ശ്രദ്ധിക്കണം. ആൻഡ് ദാറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ ഏത് ഗ്രൂപ്പിലാണ്? ബ്രൗൺ ആൽഗയുടെ പ്രത്യേകതകളാണ്. മനസ്സിലായോ? പിയർ പോലെ ഇരിക്കുന്ന എന്താണ് ഫ്ലാജെല്ലേറ്റഡ് ആണ്, പക്ഷെ ഷേപ്പിന് വ്യത്യാസമുണ്ട്. പിയർ ഷേപ്ഡ് ആൻഡ് ഹാവ് 2 unequal laterally attached flagella. Then sexual reproduction may be. അപ്പോൾ asexual കഴിഞ്ഞു. asexualന്റെ പ്രത്യേകത എന്താണ്? പിയർ ഷേപ്ഡ് ഫ്ലാജെല്ലേറ്റഡ് സ്പോർസ്. ഓക്കെ, ഇനി സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഗാമേറ്റ്സ് നോക്കൂ. ഗാമേറ്റ്സിനും പ്രത്യേകതയുണ്ട്. ദേ, യൂണിയൻ ഓഫ് ഗാമേറ്റ്സ് മേ ടേക്ക് പ്ലേസ് ഇൻ വാട്ടർ. ഓക്കെ, ഇവിടെ നോക്കൂ, ഐസോഗാമസ് വരാം, അനൈസോഗാമസ് വരാം, ഊഗാമസ് വരാം. കണ്ടോ? അപ്പോൾ ഇവിടെ ഫിയോഫൈസിയൻ മെമ്പേഴ്സിൽ 3 ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ നമുക്ക് കാണാൻ പറ്റും. ഐസോഗാമസ്, അനൈസോഗാമസ് ആൻഡ് ഊഗാമസ്. ഇതെല്ലാം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഇനി union of gametes may take place in water or within the oogonium. Oogonium, very 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 important, because oogonium is a reproductive structure. സാധാരണ ആൽഗയ്ക്ക് അങ്ങനെയുള്ള റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഇല്ല. നമ്മൾ അങ്ങനെയുള്ള റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഇനി അടുത്ത ഗ്രൂപ്പ് തൊട്ടാണ് പറയാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആന്ത്രീഡിയം ആൻഡ് ആർക്കിഗോണിയം. ഓക്കെ, ആന്ത്രീഡിയത്തിന്റെ അകത്ത് മെയിൽ ഗാമേറ്റ്സ് ഫോം ചെയ്യുന്നു, ആർക്കിഗോണിയത്തിനകത്ത് ഫീമെയിൽ ഗാമേറ്റ്സ് ഫോം ചെയ്യുന്നു. ഇതെല്ലാം വരുന്ന ഏത് ഗ്രൂപ്പിലാ? അടുത്ത ഗ്രൂപ്പിലാണ്. ഏത്? ബ്രയോഫൈറ്റ്സിലാണ്. അപ്പൊ നോർമലി ആൽഗയ്ക്കകത്ത് നമ്മൾ ഒരു സെക്ഷൽ ഓർഗൻ, സെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഒന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ ഇൻ ഫിയോഫൈസിയൻ മെമ്പേഴ്സ് ദേ ഹാവ് ഗിവൺ ദാറ്റ് ഊഗോണിയം എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിന്റെ പേര് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ വിൽ ബി ലൈക്ക് ദിസ്: ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഇൻ ഫിയോഫൈസിയൻ മെമ്പേഴ്സ് ചോദിച്ചാൽ അത് ആർക്കിഗോണിയം അല്ല. നമുക്ക് ആർക്കിഗോണിയം ആയിരിക്കും ഫസ്റ്റ് ഓപ്ഷൻ ഉണ്ടാവുക. ആർക്കിഗോണിയം അല്ല, ഇറ്റ്സ് നെയിം ഈസ് ഗിവൺ ആസ് ഊഗോണിയം. ഓക്കെ, സോ ഊഗോണിയം ഉണ്ടോ? ഇൻ ഊഗാമസ് സ്പീഷീസ് വി ഹാവ് ഊഗോണിയം, റൈറ്റ്? ദ ഗമേറ്റ്സ് ആർ പൈറിഫോം, അഗെയിൻ പിയർ ഷേപ്ഡ്. അപ്പൊ ശ്രദ്ധിക്കണം, സ്പോർസും പൈറിഫോം ഷേപ്ഡ് ആണ്. സ്പോർസ് പറയുന്നത് എന്താണ്? അസെക്ഷൽ ആണ്. ഗാമേറ്റ്സും ഏത് ഷേപ്പ് തന്നെയാണ്? പിയർ ഷേപ്ഡ് തന്നെയാണ്. അപ്പൊ രണ്ടിനും ആ ഒരു കോമൺനെസ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ബ്രൗൺ ആൽഗയിലുള്ള റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ സെക്ഷൽ ആണെങ്കിലും അതിന്റെ ഷേപ്പ് എന്താണ്? പിയർ ഷേപ്ഡ് ആയിരിക്കും. പൈറിഫോം ഓർ പിയർ ഷേപ്ഡ്. ഓക്കെ, ആൻഡ് ബെയർ 2 laterally attached flagella. ഉണ്ടോ? ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഇവിടെയും അൺഈക്വൽ ലാറ്ററലി അറ്റാച്ച് ഫ്ലാജെല്ല, ഇവിടെയും ലാറ്ററലി അറ്റാച്ച് ഫ്ലാജെല്ല. ഇങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് ഒക്കെ കോമൺ ആണെന്ന് മനസ്സിലാക്കി വെക്കാം. പക്ഷേ ഭയങ്കര ഡിഫറൻസ് ഉള്ള എന്താണ്? ഒന്ന് സെക്ഷൽ ആണ്, ഒന്ന് സെക്ഷൽ ആണ്. ഓക്കെ, the common forms are ectocarpus, dictyota, laminaria, sargassum and fucus. As I told you, you have to be familiar with all the examples. Okay, അടുത്തത് റോഡോഫൈസിയ. റോഡോഫൈസിയയിൽ members of rhodophyceae are commonly called red alga because of its predominance red pigment. എന്തുകൊണ്ടാണ് red pigment? the R-phycoerythrin, very important. മനസ്സിലായോ? അപ്പൊ അതിനകത്ത് ക്ലോറോഫിൽ ഇല്ലേ? ഉണ്ട്, ക്ലോറോഫിൽ ഉണ്ട്. ഏതൊക്കെ ടൈപ്പ് ക്ലോറോഫിലാ ഉള്ളത്? അത് ദേ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലോറോഫിൽ A, D ഉണ്ട്. പക്ഷെ അതിന് ചുമന്ന കളർ, റെഡ് കളർ കൊടുക്കുന്ന പിഗ്മെന്റ് ഏതാണ്? ഫൈക്കോഎറിത്രിൻ ആണ്. ഓക്കെ, then majority of the red algae are marine with their great concentration found in the warmer areas. നോക്കൂ, ഇതൊക്കെ കൂളർ ഏരിയാസ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. മനസ്സിലായോ? ഒരു ചെറിയ വാക്കിന് വ്യത്യാസം വെച്ചിട്ട് അത് ട്രൂ ഓർ ഫോൾസ് സ്റ്റേറ്റ്മെന്റിൽ വരും. അപ്പൊ ഇത് സാധാരണ they are seen in warmer areas. They occur in both well lighted regions close to the surface of the water and also at great depths in oceans where relatively little light penetrates. കണ്ടോ? തീരെ ലൈറ്റ് കടക്കാത്ത ഇരുട്ടായിട്ടുള്ള പോർഷനിലും നമുക്ക് ഈ റെഡ് ആൽഗനെ കാണാം. നേരെ മുകളിലും എന്താണ്? സൂര്യന്റെ പ്രകാശം പതിക്കുന്ന ആ മോൾ ഭാഗത്തും നമുക്ക് ആരെ കാണാം? റെഡ് ആൽഗ. അപ്പൊ റെഡ് ആൽഗ നമുക്ക് മൊത്തത്തില് കടലില് മുകളിലത്തെ തട്ടിലും താഴെ തട്ടിലും ഈക്വലി ഒരേപോലെ കാണുന്ന ഗ്രൂപ്പാണ് ഇത് റെഡ് ആൽഗ എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ ബ്രൗൺ ആൽഗയൊക്കെ അധികം എവിടെ കാണുക? മുകളിലാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും ബോട്ടത്തിൽ അധികം കാണുന്ന ആൽഗ ഏതായിരിക്കും? റെഡ് ആൽഗയാണ്. ഇനി ദ റെഡ് താലൈ ഓഫ് മോസ്റ്റ് ഓഫ് ദ റെഡ് ആൽഗെ ആർ മൾട്ടി സെല്ലുലാർ. അവിടെ യൂണിസെല്ലുലാറിനൊന്നും ഒരു പ്രസക്തി ഇല്ല, ഒക്കെ മൾട്ടി സെല്ലുലാർ ആണ്. സം ഓഫ് ദം ഹാവ് കോംപ്ലക്സ് ബോഡി ഓർഗനൈസേഷൻ. The food is stored as Floridian starch. അവിടെ കൊടുത്തിട്ടുണ്ട് Floridian starch, very similar to amylopectin and glycogen in structure. ഈ amylopectinനും glycogen ഒക്കെ എവിടെയാണെന്നറിയോ? amylopectin is a part of starch in higher plants.
Okay, and glycogen is a stored form of food in human beings. Means what? നമ്മൾ higher forms of life ആണ് അല്ലേ? Angiosperms എന്ന് പറയുന്ന പ്ലാന്റ് ഗ്രൂപ്പും ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്ന നമ്മളും ഇതൊക്കെ നമ്മളൊക്കെ ഹയർ ഫോംസ് ആണ്. അപ്പൊ ഇവരിവിടെ എന്താ ചെയ്യണേ? കമ്പയർ ചെയ്യാണ്. എന്തിനെ? റെഡ് ആൽഗയിലുള്ള സ്റ്റോർഡ് ഫുഡില് ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ഫോം ഓഫ് പ്ലാന്റിലുള്ള സ്റ്റാർച്ചിലത്തെ അമൈലോപെക്റ്റിന്റെ സ്ട്രക്ചർ കണ്ടോ? ബയോ കെമിസ്ട്രി ആണത്, കംപ്ലീറ്റ് ബയോ കെമിസ്ട്രി. അത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ബയോ കെമിക്കൽ അനാലിസിസ് എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ കെമിക്കൽ സിമിലാരിറ്റി ആണ് ഇവിടെ പറയുന്നത് കണ്ടോ. സോ ഹിയർ ഇറ്റ് ഈസ് ഫ്ലോറീഡിയൻ സ്റ്റാർച്ച് ഈസ് കെമിക്കലി സിമിലർ ടു amylopectin and glycogen in structure, chemical structure. Fine. The red algae are usually reproduce vegetatively by fragmentation and asexually by non-motile and sexually by also non-motile. കണ്ടോ ഇവിടെ ഒന്നിനും ഫ്ലാജെല്ല ഇല്ല, അതവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ആബ്സെന്റ് ഉണ്ടല്ലേ, ഫ്ലാജെല്ലാർ സ്ട്രക്ചർ ആർ ആബ്സെന്റ് ഏതില്? റെഡ് ആൽഗയില്. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചേക്കാം. ഇവിടെ എല്ലാം അൺഈക്വൽ ആണ്, ഇവിടെ ഈക്വൽ ആണ് ഉണ്ടോ. ആൻഡ് ബാക്കി യു ക്യാൻ സിംപ്ലി അനലൈസ് ദീസ് തിങ്സ്. ഇനി ടെക്സ്റ്റിൽ വരാത്ത ഒരു 2-3 കാര്യങ്ങളുണ്ട് കണ്ടോ. ഇവിടെ നമ്മൾ ക്ലോറോഫൈസില് സെല്ലുലോസിന്റെ കൂടെ നിങ്ങളിവിടെ എന്ത് എഴുതി വെക്കണം? ഇവിടെ നമ്മൾ എന്ത് എഴുതി? പെക്ടോസ് കണ്ടോ, ഇന്നർ സെല്ലുലോസ് ആൻഡ് ഔട്ടർ പെക്ടോസ് എന്ന് എഴുതി. പിന്നെ ഇവിടെ സെല്ലുലോസ് ആൻഡ് ആൽജിൻ ആണ്. ഇവിടെ സെല്ലുലോസ് pectin, see kando, it is pectin and polysulfate esters. See the difference kettalla. So again I am telling you, don't confuse pectose with pectin. Okay, pectose is present in chlorophysian members and pectin is present in rhodophysian members. Okay, so this is all about what the group alga. I hope you have understood the topic well, right? So we can move on to the next slide. See, the next group is what? Bryophytes. Bryophytes. So what is the basic difference between algae and bryophytes? The main thing is, starting from bryophytes, we can see terrestrial forms. Mostly terrestrial forms, right? Algae നമ്മൾ എങ്ങനെയാ കണ്ടേ? algae കൂടുതൽ എന്തായിരുന്നു? മെറൈൻ, aquatic form ആയിരുന്നു. പക്ഷേ bryophytes are usually bryophytes തൊട്ട് bryophytes, pteridophytes, gymnosperms, angiosperms എല്ലാം എന്താണ്? Mostly they are terrestrial forms. കരയിൽ കാണുന്ന ചെടികളാണ്. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി ബ്രയോഫൈറ്റ്സ് ഇൻക്ലൂഡ്. അപ്പോൾ ഇവിടെ ആൽഗയുടെ കുറച്ച് ബാക്കി എക്സാമ്പിൾസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. അത് ദാറ്റ് യു മേ ജസ്റ്റ് റീഡ് ദ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് ഗെറ്റ് ഓൾ ദോസ് എക്സാമ്പിൾസ് വെൽ ഇൻ യുവർ ബ്രെയിൻ. കേട്ടല്ലോ? എല്ലാ എക്സാമ്പിൾസും അത് നമുക്ക് ഓർക്കുന്ന രീതിയിൽ വേറെ എഴുതി വെച്ചിട്ട് പഠിച്ചേക്കാം. Now coming to this bryophytes. Bryophytes include various mosses and liverworts. അപ്പോൾ ബ്രയോഫൈറ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ തന്നെ 2 തരത്തിലുള്ള എന്ത് കാണാൻ പറ്റും? നമുക്ക് പ്ലാൻ ബോഡി കാണാൻ പറ്റും. സോ ഹിയർ വി ഷെൽ ഡിസ്കസ് അബൌട്ട് ഗാമെറ്റോഫൈറ്റ് ആൻഡ് സ്പോറോഫൈറ്റ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫർദർ ഇതിലേക്ക് പോവാം. ഇപ്പോൾ നമ്മൾ 2 വാക്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ഗാമെറ്റോഫൈറ്റ് എന്നും ഗാമെറ്റോഫൈറ്റ് ആൻഡ് സ്പോറോഫൈറ്റ്. Gametophyte and sporophyte. Okay, so basically what is the main difference? The basic difference ingane orthu vechekka. Gametophyte nu parayumbo the condition will be n and sporophyte the condition will be 2n. Okay, gametophyte n ആയിരിക്കും എപ്പോഴും. gametophyte n ആയിരിക്കും. sporophyte will be 2n. ഇനി നമ്മൾക്ക് ഓർക്കാൻ എളുപ്പത്തിന് ഞാൻ പറഞ്ഞുതരാം. See, algae and bryophytes. Okay, algae and bryophyte. Algae and bryophytes. Bryophytes. Okay, the plant body is gametophyte. Okay, the plant body is what? Plant body is gametophyte. Whereas baki edakya? Pterido. In pteridophytes, then in gymnosperms and in angiosperms. Okay, pteridophytes, gymnosperms and angiosperms. In these 3 groups, the plant body is diploid sporophyte. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന പ്ലാന്റ്, നമ്മുടെ കയ്യിൽ ആൽഗെ എടുത്തു എന്ന് വിചാരിക്കുക. നമ്മൾ കാണുന്ന ആൽഗെ ഉണ്ടല്ലോ, ആ ആൽഗെ ഹാപ്ലോയിഡ് ആയിരിക്കും. നേരെ മറിച്ച് നമ്മൾ ഒരു ചെമ്പരത്തി അല്ലെങ്കിൽ ഒരു പൈൻ മരം, ഇറ്റ്സ് എ ജിംനോസ്പേം, റൈറ്റ്? അല്ലെങ്കിൽ ടെറിഡോഫൈറ്റ്, ഫേൺസ്, കിണറിൻ്റെ ഉള്ളിലും മതിൽമലൊക്കെ കാണുന്ന
അങ്ങനെ തൂവല് പോലെ ഇലയായിട്ടിരിക്കുന്ന ചെടികളാണ് ഫേൺസ്. നമ്മൾ ആ ചെടികൾ നമ്മൾ വാട്ട് എവർ യു ആർ സീയിങ്, റൈറ്റ്? Algae ആണെങ്കിൽ that is haploid and the other one is diploid. Now what's the basic difference between haploid and diploid? എന്താണ് haploid and diploid എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കുക, those cells having single set of chromosome is said to be haploid and the other one is diploid. Okay, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. Suppose we have a cell, right? Now if you have a cell with the we'll take that cell in green color, right? So this is a cell, or let it be the nucleus. Okay, this is the nucleus. Now this nucleus has got 1, 2, 3, 4, 5, 6. Okay, 6 chromatin threads. It has got 6 chromatin threads, okay, of different lengths. 6 chromatin threads of different lengths, right? And we have another nucleus where you have 1, 2, 3, 4, 5, 6. Okay, right? So regarding the number, I have made the same number in both the cells, right? But here I am telling you this is a haploid cell with n is equal to 6, and this is a diploid cell where 2n is equal to 6 and n is equal to 3. I hope you got the difference. Okay, അപ്പോൾ ഇവിടെ നമുക്ക് 6 ക്രോമാറ്റിനും 6 ലെങ്ത് ആയിരിക്കും. ഒറ്റ സെറ്റേ ഉള്ളൂ ഇവിടെ, ഒരു സെറ്റ് ഓഫ് ക്രോമോസോംസ്. അത് എത്രയാണ്? 6 എണ്ണം, പല ലെങ്ത് ഉള്ള 6 എണ്ണത്തിന്റെ ഒരു സെറ്റ്. അതാണ് ഹാപ്ലോയിഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അവിടെ അങ്ങനെയല്ല, 3 ക്രോമോസോം ഒരേപോലെ കിടക്കുന്നു. അങ്ങനത്തെ ഒരു 3 ക്രോമോസോമും കൂടി ഇനിയുണ്ട്. മനസ്സിലായി? അപ്പോൾ ഇവിടെ നമുക്ക് എത്ര കിട്ടി? 2 സെറ്റ്സ് ഓഫ് 3 ഈച്ച് കിട്ടി അല്ലേ? 2 സെറ്റ് ഉണ്ട് ഇവിടെ, 3 എണ്ണത്തിന്റെ 2 സെറ്റ് വീതം. So 2 sets of chromosome in the same cell. Kandalo? So we call it as diploid cell, right? I hope you have understood the basic difference between haploid and diploid. അതുപോലെയാണ് നമ്മളുടെ കേസ്. നമ്മുടെ കേസിൽ we have got 2 sets of chromosomes. പക്ഷെ നമ്മുടെ കേസിൽ ഒരു സെറ്റിൽ എത്ര ഉണ്ടാവും? 23 chromosomes ഉണ്ടാവും. 23 chromosomes which you are receiving from your father and the other 23 you are receiving from your mother. മനസ്സിലായി? അച്ഛൻ്റെ കയ്യിൽ നിന്ന് 23 ക്രോമസോം കിട്ടുന്നു, അമ്മയുടെ കയ്യിൽ നിന്ന് 23 ക്രോമസോംസ് റിസീവ് ചെയ്യുന്നു. രണ്ടും കൂടെ ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ടിൽ നമുക്ക് എത്രയാ? 46 ക്രോമസോംസ് വരുന്നു. ഹെൻസ് നമ്മൾ പറയും we have got 23 pairs, അല്ലേ? we have got 23 pairs of chromosomes or we have got 46 chromosomes, right? അപ്പോൾ ഇതാണ് ഹാപ്ലോയിഡ് ആൻഡ് ഡിപ്ലോയിഡിന്റെ വ്യത്യാസം. അപ്പോൾ ആൽഗെ എന്ന് പറയുന്ന ആൽഗെ ബ്രയോഫൈറ്റ്സ് എന്ന് പറയുന്ന ചെടി ഹാപ്ലോയിഡ് ആയിരിക്കും. പക്ഷേ ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പേംസ്, ആൻജിയോസ്പേംസ് നമ്മൾ കാണുന്ന ആ റൂട്ട്, സ്റ്റെം, ലീഫൊക്കെ ഉണ്ടല്ലോ, അതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? 2n ക്രോമസോംസ് ഉള്ള സെല്ലുകളാണ് നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, ഇനി നമുക്കപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണ്? ആൽഗെ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ബ്രയോഫൈറ്റ്സിനകത്ത് ഡിപ്ലോയിഡ് കണ്ടീഷൻ ഇല്ലേ? ഉണ്ട്. ആൽഗയിലും ബ്രയോഫൈറ്റ്സിലും ഡിപ്ലോയിഡ് കണ്ടീഷൻ ഉണ്ട്. ഇനി ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പേംസ്, ആൻജിയോസ്പേംസിൽ ഹാപ്ലോയിഡ് കണ്ടീഷൻ ഇല്ലേ? ഉണ്ട്. മനസ്സിലാക്കുക, എല്ലാ ജീവജാലങ്ങളിലും ഇൻക്ലൂഡിങ് ഹ്യൂമൻ ബീങ്സ് ഓർ വാട്ട് എവർ വി ഹാവ് ഗോട്ട് 2 സ്റ്റേജസ്, 1 ഹാപ്ലോയിഡ് സ്റ്റേജ് ആൻഡ് 1 ഡിപ്ലോയിഡ് സ്റ്റേജ്. ഓക്കെ, ഇപ്പൊ നമ്മുടെ കേസിലും ഹാപ്ലോയിഡ് സ്റ്റേജ് ഇല്ലെന്ന് വെച്ചാൽ ഉണ്ട്. നമ്മുടെ ഉള്ളിൽ ഗാമേറ്റ് ഫോർമേഷൻ നടക്കുന്നുണ്ടല്ലോ, റൈറ്റ്? ഇൻ ഫീമെയിൽസ് ഓവറി ഈസ് പ്രൊഡ്യൂസിങ് egg cell, റൈറ്റ്? egg cell is haploid. In males testes are producing what? Sperms, right? Sperms are haploid. So we also have got നമുക്കും ഉണ്ട് ഹാപ്ലോയിഡ് സ്റ്റാറ്റസ്. പക്ഷെ നമ്മുടെ മേജർ നമ്മളുടെ ബോഡിയിലുള്ള സെൽസ് ഒക്കെ എങ്ങനെ ഇരിക്കണേ? ഡിപ്ലോയിഡ് ആണ്. കണ്ടോ? അപ്പൊ നമ്മൾ പറയും ഇൻ അവർ കേസ് ഡിപ്ലോയിഡ് സ്റ്റേജ് ഈസ് ഡോമിനന്റ്. ഹാപ്ലോയിഡ് സ്റ്റേജ് എവിടെയാണ്? ഇറ്റ് ഈസ് റെസ്ട്രിക്റ്റഡ് ടു ദ സെക്സ് ഓർഗൻസ്. കണ്ടോ? സോ ദാറ്റ് ഈസ് ദ തിങ്. അപ്പോൾ ഏത് ഓർഗാനിസം എടുക്കുകയാണെങ്കിലും they have got 2 stages in their life cycle, 1 haploid stage and 1 diploid stage. ആര് എങ്ങനെ ഡോമിനേറ്റ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിട്ടാണ് ലൈഫ് സൈക്കിളിൽ വ്യത്യാസങ്ങൾ വരുന്നത്. ഓക്കെ, ഇപ്പോൾ പ്ലാന്റിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏറ്റവും ഫസ്റ്റ് ഫോംസ് ഓഫ് ആൽഗെ ആൻഡ് ബ്രയോഫൈറ്റ്സ് ഉണ്ടല്ലോ, അതിൽ ഹാപ്ലോയിഡ് സ്റ്റേജിനാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ പറയുന്നത്. ശ്രദ്ധിക്കുക, ആൽഗെ ആൻഡ് ബ്രയോഫൈറ്റ്സിൽ ഹാപ്ലോയിഡ് സ്റ്റേജ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ടെറിഡോഫൈറ്റ്, ജിംനോസ്പേം, ആൻജിയോസ്പേംസിലേക്ക് വരുമ്പോൾ ഡിപ്ലോയിഡ് സ്റ്റേജ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, റൈറ്റ്. അപ്പോൾ നോക്കാം നമുക്ക്. സി നെക്സ്റ്റ്, അപ്പോൾ ഇനി ബാക്കി അതിൻ്റെ ലൈഫ് സൈക്കിളിൽ നമുക്ക് ഇതിൻ്റെ ബ്രയോഫൈറ്റ്സും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ലൈഫ് സൈക്കിളിലോട്ട് പോവാം. ഓക്കെ, സോ ബി ഫെമിലിയർ വിത്ത് ദീസ് പ്ലാന്റ്സ്. ദീസ് 2 ആർ വാട്ട്? മാർക്കാൻഷ്യ,
Markantia is an example for what? Liverwort. And these two are examples for what? Mosses. ഉണ്ടോ? അപ്പൊ ഒന്ന് പരന്നിരിക്കുന്ന ചെടിയാണ് ലിവർവേർട്ട്, ആൻഡ് ഇത് കുറച്ചും കൂടി ലീഫി ആയിട്ടിരിക്കുന്ന സ്ട്രക്ചറാണ് ഇത് മോസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ബുക്കിനകത്ത് മാർക്കാൻഷ്യ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ലിവർവേർട്ടിന് ഓൺലി വൺ എക്സാമ്പിൾ വി ഹാവ്, ദാറ്റ് ഇസ് മാർക്കാൻഷ്യ. പക്ഷെ മോസിന് 3 examples are given in your textbook. One is Funaria, കണ്ടോ? One is Funaria, second one is Sphagnum. ഇനി ഒരു എക്സാമ്പിളും കൂടി ഉണ്ട്, അത് നമുക്ക് അടുത്ത പേജിൽ കാണാൻ പറ്റും കേട്ടല്ലോ. അപ്പോൾ ഫ്യൂനേറിയ, സ്ഫാഗ്നം എന്നെല്ലാം കണ്ടു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ മോസ് പ്ലാന്റ് കമ്മിങ് അണ്ടർ ബ്രയോഫൈറ്റ് എന്ന് ഓർക്കണം. അടുത്തത് ബ്രയോഫൈറ്റ്സ് ആർ ഓൾസോ കോൾഡ് ആംഫീബിയൻസ് ഓഫ് ദ പ്ലാന്റ് കിങ്ഡം. അതൊക്കെ നമ്മൾ നേരത്തെ പഠിക്കുന്ന കുറെ കാര്യങ്ങളാണ്. ആംഫീബിയൻസ് ഓഫ് ദ പ്ലാന്റ് കിങ്ഡം ബിക്കോസ് ദീസ് പ്ലാന്റ്സ് ക്യാൻ live in soil but depend on water. Reason, കണ്ടോ? Because എന്ന് പറയുമ്പോൾ reason, assertion reason ചോദിക്കും. Why it is said to be amphibians? Because it has to live in water. അതല്ല, അതിന് വെള്ളം എന്തിനാ ആവശ്യമുള്ളത്? Just to complete its life cycle. കണ്ടോ? Water for sexual reproduction. Sexual reproduction ചെയ്യാൻ വേണ്ടി മാത്രം it requires what? Water. Right? ഇനി they usually occur in damp, humid, shaded localities. They play an important role in plant succession. Okay, ബാക്കി ഇതിനകത്ത് വരുന്നുണ്ട്. Plant body is more differentiated than that of alga. Alga നമ്മൾ വെറുതെ ഫിലമെന്റിലൊക്കെ വെച്ച് ഫിലമെന്റ്സ് പോലെ കാണുമ്പോൾ ഇവിടെ കുറച്ചും കൂടെ ഒരു ഡിഫറൻഷിയേറ്റഡ് ഫോം ആണ്. എന്നാലും താലോയിഡ് ആണ്. മനസ്സിലായോ? ഇവിടെയും സ്റ്റെം, റൂട്ട്, ലീഫ് ഒന്നും ഇല്ല. ഇറ്റ് ഈസ് താലസ് ലൈക്ക്. കണ്ടോ? താലസ് ലൈക്ക്, പ്രോസ്ട്രേറ്റ് ഓർ ഇറക്റ്റ്. പ്രോസ്ട്രേറ്റ് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ നിലത്ത് ഇങ്ങനെ പതിഞ്ഞ് വളരുന്നതിനാണ് നമ്മൾ പ്രോസ്ട്രേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ മാർക്കാൻഷ്യ പറഞ്ഞില്ലേ, മാർക്കാൻഷ്യ പ്രോസ്ട്രേറ്റ് എന്നാണ് പറയാ. ഇറക്റ്റ് എന്ന് പറഞ്ഞാൽ മുകളിലോട്ട് നിൽക്കുന്നതാണ് ഇറക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ പ്ലാന്റ് ബോഡി ക്യാൻ ബി പ്രോസ്ട്രേറ്റ് ഓർ ഇറക്റ്റ് ആൻഡ് അറ്റാച്ച് ടു ദ സബ്സ്ട്രേറ്റം ബൈ യൂണിസെല്ലുലാർ ഓർ മൾട്ടിസെല്ലുലാർ. ഇവിടെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് വരും. എന്താണ്? ഇൻ ബ്രയോഫൈറ്റ്സ് ദ റൈസോയിഡ്സ് ആർ ഓൾവേസ് മൾട്ടി സെല്ലുലാർ എന്ന് ചോദിക്കും. നമുക്ക് അവിടെ കൺഫ്യൂഷൻ വരും. അല്ല, ബുക്കിൽ എന്താ പറഞ്ഞേക്കണേ? റൈസോയിഡ്സ് ആർ യൂണിസെല്ലുലാർ ഓർ മൾട്ടി സെല്ലുലാർ. ഉണ്ടോ? മൾട്ടി സെല്ലുലാർ റൈസോയിഡ്സ്. വാട്ട് ആർ റൈസോയിഡ്സ്? റൈസോയിഡ്സ് ആർ സ്മോൾ സ്ട്രക്ചേഴ്സ് വിച്ച് ഹെൽപ് ദം ടു അറ്റാച്ച് ടു ദ ഗ്രൗണ്ട്. വലിയ പ്ലാന്റിൽ റൂട്ട് ചെയ്യുന്ന ജോലിയാണ് ബ്രയോഫൈറ്റ്സിലെ റൈസോയിഡ്സ് ചെയ്യുന്നത്. ഓക്കെ, റൈസോയിഡ്സ് ദേ ലാക്ക്, കണ്ടോ? ദേ ലാക്ക് ട്രൂ റൂട്ട്സ്, stem or leaves. They may possess root-like, leaf-like or stem-like structures. The main plant body is haploid. നേരത്തെ നമ്മൾ പറഞ്ഞാണ് കണ്ടോ? Main plant body is haploid. Haploid gametophyte. It produces gametes. കണ്ടോ? Gamete ഉണ്ടാക്കുന്നത് കൊണ്ടാണ് നമ്മൾ അതിനെ gametophyte എന്ന് വിളിക്കുന്നത്. It produces gametes. Hence it is said to be gametophyte. The sex organs in bryophytes are multicellular. ശ്രദ്ധിക്കുക, സെക്സ് ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിരിക്കുന്ന ഒരു സെന്റൻസ് വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ജസ്റ്റ് ലൈക്ക് ആസ് യു പീപ്പിൾ നോ എവറിഥിങ്. അപ്പം നമ്മൾ ഓരോ സെന്റൻസ് വായിക്കുമ്പോഴും യു ഹാവ് ടു റിലേറ്റ് ടു വാട്ട് യു ഹാവ് ഓൾറെഡി ലേൺഡ്. കേട്ടോ, ഇത്രയും നേരം നമ്മൾ സെക്സ് ഓർഗൻസിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. കണ്ടോ? ബ്രയോഫൈറ്റ്സ് തൊട്ടാണ് നമ്മൾ ആൽഗയിൽ ഒരു സെക്സ് ഓർഗൻ പറഞ്ഞ് നിർത്തിയതായിരുന്നു ഉഗോണിയം. റൈറ്റ്? വേറെ ഒന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. അതെ, എല്ലാ ആൽഗയിലും ഉണ്ടോ ഉഗോണിയം? ഇല്ല. നമ്മൾ ആ ഫിയോഫൈസിയെ പറഞ്ഞപ്പോൾ മാത്രമേ നമ്മൾ ഉഗോണിയത്തിനെ പറ്റി പറഞ്ഞിട്ടുള്ളൂ. ഫൈൻ. പക്ഷേ നോക്കൂ, അടുത്ത ഗ്രൂപ്പ് ബ്രയോഫൈറ്റ് തൊട്ട് നമ്മൾ സെക്സ് ഓർഗനെ പറ്റി പറയാൻ പോവാണ്. ഓക്കെ, അത് സെക്സ് ഓർഗൻ ചെറുതല്ല, അത്യാവശ്യം എന്താ പറയുക, മൾട്ടി സെല്ലുലാർ സ്ട്രക്ചറാണ് സെക്സ് ഓർഗൻസ് എന്ന് പറയുന്നത്. ദേ മൾട്ടി സെല്ലുലാർ സെക്സ് നോക്കൂ, പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എസ്പെഷ്യലി ഇറ്റ് ഈസ് ഗിവൺ ലൈക്ക് മെയിൽ സെക്സ് ഓർഗൻ ഇസ് സെഡ് ടു ബി ആന്ത്രീഡിയം, റൈറ്റ്? ആൻഡ് ദേ പ്രൊഡ്യൂസ് ബൈഫ്ലാജെല്ലേറ്റ് ആന്ത്രോസോയിഡ്സ്. കണ്ടോ? ഈ ബൈഫ്ലാജെല്ലേറ്റിന് പകരം മൾട്ടി ഫ്ലാജെല്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ തെറ്റിപ്പോവും. ഓക്കെ, ബൈഫ്ലാജെല്ലേറ്റ് ഗമേറ്റ്സ് ആണ്. ഗമേറ്റ്സ് നമ്മൾ ഹ്യൂമൻ ബീയിങ്സിൽ സ്പേംസ് എന്ന് പറയുന്നത് പോലെ ബ്രയോഫൈറ്റിന്റെ മെയിൽ ഗാമേറ്റിനെ വിളിക്കുന്ന പേരാണ് ആന്ത്രോസോയിഡ്സ്. അതുണ്ടാകുന്ന സെക്സ് ഓർഗനിന്റെ പേരാണ് ആന്ത്രീഡിയം. റൈറ്റ്? അപ്പൊ നിങ്ങൾ അത് ആന്ത്രീഡിയം ഗീവ്സ് റൈസ് ടു ആന്ത്രോസോയിഡ്സ് അങ്ങനെ പഠിച്ചേക്കാം. The female sex organ is called as archegonium, which is flask shaped. കണ്ടോ? Flask shaped and produces a single egg. അത് ഏത് കേസിലായാലും ഇപ്പോൾ ഹയർ പ്ലാന്റ്സിലാണെങ്കിലും നമ്മൾ ഒരു സിംഗിൾ എഗ് അല്ലേ ഫോം ചെയ്യുന്നുള്ളൂ. നമ്മൾ എംബ്രിയോ സാക്ക് പഠിച്ചിട്ടുണ്ടാവും അല്ലെ? 7 celled 8 nucleated embryo sac.
അതിനകത്തും താഴെ നമുക്കൊരു സിംഗിൾ എഗ് സെല്ലേ കാണുള്ളൂ, റൈറ്റ്? അപ്പോൾ ഇവിടെയും ഒരു സിംഗിൾ എഗ്. The anthrozoids are released into water where they come in contact with archegonium, because see anthrozoids ന് swim ചെയ്യാൻ പറ്റും, മൊട്ടൈൽ ആണല്ലോ, ബൈഫ്ലാജുലേറ്റഡ് സ്ട്രക്ചേഴ്സ് അല്ലേ. സോ ഇൻ ദ പ്രസൻസ് ഓഫ് വാട്ടർ, അപ്പോൾ അവിടെ വാട്ടർ ഈസ് എ മസ്റ്റ്, ദാറ്റ് ഈസ് വൈ വി സേ, ഉണ്ടോ ആംഫിബിയൻസ് വിളിക്കാൻ കാരണം അതുകൊണ്ടാണ്. അവിടെ വെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ ആന്ത്രോസോയിഡ്സിന് മൂവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നൗ the anthrozoid fuses with the egg to produce the zygote. Zygote do not undergo reduction division immediately. കണ്ടോ, ഈ ഒരു സ്റ്റേറ്റ്മെന്റിന് ഭയങ്കര പ്രസക്തി ഉണ്ട്. എന്താ കാരണം എന്നറിയാമോ? ആൽഗയിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഗോട്ട്, അവിടെ ആൽഗയുടെ ലൈഫ് സൈക്കിള് സൈഗോട്ട് ഈസ് അണ്ടർഗോയിങ് മിയോസിസ്. ഓക്കെ, അപ്പൊ ഞാനത് ഇവിടെ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചു തരാം. ഇൻ ആൽഗ, ദാ സപ്പോസ് ദിസ് നമ്മൾ ഐസോഗാമസ് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ പറയാണ്, റൈറ്റ്? ദീസ് ആർ ദ ടു ഗമേറ്റ്സ്, റൈറ്റ്? ദിസ് ഇസ് മെയിൽ ഗാമേറ്റ് ആൻഡ് ദിസ് ഈസ് ഫീമെയിൽ ഗാമേറ്റ്. പക്ഷെ നമുക്ക് എന്താണ് തിരിച്ചറിയാൻ പറ്റില്ലല്ലോ, ഐസോഗാമസ് അല്ലേ. അപ്പൊ അവർ തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നു. അപ്പോൾ അവർ ഫ്യൂസ് ചെയ്തിട്ട് ഏതാണ്ട് ഇങ്ങനെ ഒരു സ്ട്രക്ചറൊക്കെ ഫോം ചെയ്യും. ഓക്കെ, ഫ്യൂസ് ചെയ്ത് ഫർദർ ദേ ഫോം എ സ്ട്രക്ചർ കോൾഡ് ആസ് വാട്ട്? ദിസ് ഈസ് എ സൈഗോട്ട്. കണ്ടോ, ദിസ് ഈസ് എ സൈഗോട്ട്. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഹിയർ വി ഹാവ് ദിസ് ഈസ് എൻ, ദിസ് ഈസ് എൻ ഹാപ്ലോയിഡ്, ഇതൊക്കെ എൻ ആണ്. പക്ഷെ സൈഗോട്ട് ഈസ് വാട്ട്? 2n. കണ്ടോ, സൈഗോട്ട് ഈസ് 2n. നൗ ദിസ് സൈഗോട്ട് വിൽ അണ്ടർഗോ, this will undergo the division called as meiosis. Kando, zygote will undergo meiosis and it will give rise to what? It will give rise to spores. Okay, these are spores. Spores which are ploidy എന്തായിരിക്കും? Ploidy, haploid. Spores are haploid. കാരണം meiosis കഴിഞ്ഞാൽ എപ്പോഴും you are getting what? Haploid structures, and they can give rise to what? The normal plant body. These spores, ഓരോ സ്പോറിനും ജെർമിനേറ്റ് ചെയ്തിട്ട് എന്തുണ്ടാക്കാൻ പറ്റും? The algae can be formed here. കണ്ടോ, so this is the algae, right? Filamentous structures form ചെയ്യാം. And further this filamentous structure will make what? Further this will make the gametes like this. കണ്ടോ, ഇതാണ് ആൽഗയുടെ ലൈഫ് സൈക്കിൾ. അപ്പൊ ആൽഗയുടെ ലൈഫ് സൈക്കിൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പ്ലോയിഡി എഴുതുമ്പോൾ നോക്കൂ, ആൽഗെ ഇറ്റ് സെൽഫ് ഹാപ്ലോയിഡ് ആണ്. അതിൽ നിന്ന് ഹാപ്ലോയിഡ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റ്സ് ഫോം ചെയ്യുന്നു, ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഫോം ചെയ്യുന്നു, ആൻഡ് ഉടനെ തന്നെ മിയോസിസ് നടന്നിട്ട് ഹാപ്ലോയിഡ് സ്പോർസ്. അപ്പോൾ മൊത്തം ലൈഫ് സൈക്കിൾ നോക്കിക്കഴിഞ്ഞാൽ ആകെ ഒരു സ്റ്റേജ് അല്ലടോ, 2n ഉള്ളൂ. കണ്ടോ, സോ വെരി 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 ലെസ്, മനസ്സിലായോ? അതായത് ഡിപ്ലോയിഡ് സ്റ്റേജിന് വെരി ലെസ് ഇമ്പോർട്ടൻസ് മാത്രമേ ആൽഗയിലുള്ളൂ. ആൽഗയുടെ മെജോറിറ്റി ലൈഫ് സൈക്കിൾ എങ്ങനെയാണ്? ഐ മീൻ സ്ട്രക്ചേഴ്സും എങ്ങനെയാണ് ഇരിക്കുന്നത്? ദേ ആർ ഓൾ ഹാപ്ലോയിഡ് സ്ട്രക്ചേഴ്സ്, റൈറ്റ്? അപ്പോൾ hence we call this life cycle to be haplontic life cycle എന്ന് വിളിക്കും. haplontic life cycle. ഇത് ഡിലീറ്റഡ് പോർഷൻ ആണെങ്കിൽ കൂടെ ബെറ്റർ വി ഡിസ്കസ് ദിസ്, അല്ലെങ്കിൽ നമുക്ക് ഗാമറ്റോഫൈറ്റ് സ്പോറോഫൈറ്റ് മനസ്സിലാവില്ല. അപ്പൊ ആൽഗയുടെ ഇങ്ങനെ വരച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദിസ് ഈസ് ദ ഗാമറ്റോഫൈറ്റിക് സ്റ്റേജ് ആൻഡ് ദിസ് ഇസ് എ സ്പോറോഫൈറ്റിക് സ്റ്റേജ്. അപ്പൊ ക്വസ്റ്റ്യൻ നമ്മളോട് ഇങ്ങനെ വരും, ഇൻ ആൽഗെ ദ സ്പോറോഫൈറ്റിക് സ്റ്റേജ് ഈസ് റെപ്രസെന്റഡ് ബൈ എന്ത് മാത്രമേ ഉള്ളൂ? സൈഗോട്ട് മാത്രമേ ഉള്ളൂ. ഉണ്ടോ, ആൽഗയിൽ സ്പോറോഫൈറ്റിക് സ്റ്റേജ് വന്നാൽ സൈഗോട്ട് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി കമ്മിങ് ടു ദിസ് വൺ ഏതാണ്? സോ വി ഷാൽ ജസ്റ്റ് get to the bryophytes. I hope this algae is clear, right? We shall move on with the bryophytes. For bryophytes in the case lanengil we'll see with the plant. See, bryophytes the plant body ingane varunu, right? Okay, this is the plant body, and within the plant body you can find the antheridium, and here you can find the archegonium. Ando antheridium archegonium varunu, and idinathu with the help of water, the water film undav, water will be there, and the anthrozoids, biflagellated anthrozoids will be moving into the archegonium and fusing. അപ്പോൾ ഇനി നമുക്ക് ഫർദർ ഡെവലപ്മെന്റ് ഇതിൻ്റെ ഉള്ളിൽ ആർക്കിഗോണിയത്തിനകത്ത് ഫർദർ ഡെവലപ്മെന്റ് നടക്കുന്നു, ആൻഡ് ദിസ് ഈസ് സപ്പോസ് ടു ബി ദ സൈഗോട്ട്. ഓക്കെ, let this be the zygote. അപ്പോൾ ഇവിടെ നമുക്ക് സൈഗോട്ട് ഫോം ചെയ്തു. Now what happens to the zygote? Zygote will undergo division. അപ്പോൾ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ see you have this flask shaped structure like this, and the zygote is undergoing division in this form. കണ്ടോ, zygote is undergoing division like this. അപ്പോൾ നോക്കൂ, ഇത് എന്ത് ഡിവിഷൻ എന്നാ പറയാ നമ്മള്? This is normal cell division.
normal cell division, and this is called as mitosis. So zygote undergoes mitosis to produce a structure like this. കണ്ടോ? അല്ലാതെ ആൽഗയിൽ പറഞ്ഞ പോലെ സൈഗോട്ട് ഉടനെ മിയോസിസ് അല്ല നടന്നത്. സൈഗോട്ട് ഈസ് അണ്ടർഗോയിങ് മൈറ്റോസിസ് ടു പ്രൊഡ്യൂസ് സം മൾട്ടി സെല്ലുലാർ സ്ട്രക്ചർ ലൈക്ക് ദിസ്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറിന് നമ്മുടെ ബുക്കിനകത്തൊരു പേര് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദാ ഇവിടെ ഇങ്ങനെ ബൾജ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചർ ഫോം ചെയ്യും. ആൻഡ് ദിസ് റീജിയൻ ഈസ് കോൾഡ് ആസ് ഫുട്ട്, ദിസ് റീജിയൻ ഈസ് കോൾഡ് ആസ് തീറ്റ, ആൻഡ് ദിസ് റീജിയൻ ഈസ് കോൾഡ് ആസ് capsule. Okay, and all these are what? Products of zygote. അല്ലെ, സൈഗോട്ട് എന്ന് പറയുന്നത് 2n, സൈഗോട്ട് ഈസ് 2n. ഹെൻസ് എല്ലാവരുടെയും പ്ലോയിഡി എന്തായിരിക്കും? ഓൾ വിൽ ബി 2n, റൈറ്റ്? അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താണെന്നറിയാമോ? ഇപ്പൊ നമ്മൾ ഈ ആർക്കിഗോണി എവിടെ ഇരിക്കുന്നത്? ആർക്കിഗോണി മീൻസ് പ്രസന്റ് ഇൻസൈഡ് ദിസ് സ്ട്രക്ചർ, അല്ലെ? ഇതിനകത്താണ് ആർക്കിഗോണി ഇരിക്കുന്നത്. ആൻഡ് ബിലോ ദാറ്റ് യു ക്യാൻ സീ ദിസ് ഇസ് എ റൈസോയിഡ്സ്, റൈറ്റ്? സപ്പോസ് നിങ്ങളോട് പറയാണ് a cell upon analysis is found that the chromosome number in the rhizoid, so this is rhizoid, this is rhizoids, the chromosome number in the cell of rhizoid is 12. 12 chromosome number, rhizoids in the cell ilulla chromosome number 12 ആണെങ്കിൽ what will be the number of chromosome in the cell in zeta of the plant? Okay, സീറ്റയിൽ എത്രയായിരിക്കും ക്രോമസോം നമ്പർ? സിമ്പിൾ ആണ്. റൈസോയിഡ്സ് നമുക്ക് ഹാപ്ലോയിഡ് ആണെന്ന് അറിയാം. റൈസോയിഡ് ഈസ് ഹാപ്ലോയിഡ്. ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഹാപ്ലോയിഡ് ആണ്, എന്നാൽ അതിന്റെ സീറ്റ വരുന്നത് ഡിപ്ലോയിഡ് സ്ട്രക്ചർ ആണ്. സോ നമ്പർ വിൽ ബി ഇറ്റ് ഷുഡ് ബി ഇൻടു 2, 24 ആയിരിക്കും നമ്പർ ഓഫ് ക്രോമസോംസ്, റൈറ്റ്? അപ്പൊ ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഈ ഒരു പോർഷൻ നിന്ന് പ്രതീക്ഷിക്കാം, റൈറ്റ്? ഇനി സോ ദിസ് ഈസ് ക്യാപ്സ്യൂൾ. ഇനി ഫർദർ വാട്ട് ഹാപ്പൻസ് ടു ക്യാപ്സ്യൂൾ? ക്യാപ്സ്യൂളിനകത്ത് എന്താ ഉണ്ടാവുക? certain cells inside this capsule. ക്യാപ്സ്യൂളിന്റെ ഉള്ളിലുള്ള ചില സെൽസ് എന്തായിട്ട് മാറും? ഇറ്റ് ഫോംസ് സ്പോർ മദർ സെൽസ്. ദേ ഫോം സ്പോർ മദർ സെൽ. സ്പോർ മദർ സെൽ എന്താണ്? ദാറ്റ് ഓൾസോ വിൽ ബി ഡിപ്ലോയിഡ്. ദാറ്റ് സ്പോർ മദർ സെൽ വിൽ അണ്ടർഗോ എന്താണ്? മിയോസിസ്. കണ്ടോ? സ്പോർ മദർ സെൽ വിൽ അണ്ടർഗോ മിയോസിസ് to form spores. See, these are the spores, right? Now the spores, if they fall on a moist surface, ഒരു ഡ്രൈ സർഫസിലാണ് ഈ സ്പോർ വീണെച്ചാൽ ഒന്നും സംഭവിക്കില്ല. പക്ഷെ മോയ്സ്റ്റ് സർഫസിലാണ് സ്പോർ വീഴുന്നതെന്നുണ്ടെങ്കിൽ ദാറ്റ് സ്പോർ വിൽ ബി വാട്ട്? ഡിവൈഡിങ്. കണ്ടോ? എന്ത് ഡിവിഷൻ ആണ്? ഈച്ച് സ്പോർ വിൽ അണ്ടർഗോ മൈറ്റോസിസ്. ഇവിടെയൊക്കെയാണ് നമുക്ക് തെറ്റിപ്പോവാ. കണ്ടോ? The spore will undergo mitosis to give rise to filamentous structure. At the stage, this filamentous structure will again divide. It will again divide to form branched structure like this. And see, branched structure. And this is called as protonema. ഈ രണ്ട് filamentous structure നമ്മൾ വിളിക്കുന്ന പേര് protonema എന്നാണ്. This is said to be primary protonema and this is said to be secondary protonema. അപ്പോൾ difference മനസ്സിലായല്ലോ? And on the secondary protonema, you can see the sex organs are developed. കണ്ടോ? ആന്ത്രീഡിയം ഡെവലപ്പ് ചെയ്യും, അതുപോലെ തന്നെ ആർക്കിഗോണിയ ഡെവലപ്പ് ചെയ്യും. സി, ആന്ത്രീഡിയം ആർക്കിഗോണിയ ഡെവലപ്പ് ചെയ്യും. ഈ ആന്ത്രീഡിയം ആർക്കിഗോണിയ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് there will be leaf like structure. കണ്ടോ? so that it is not seen outside. സെക്സ് ഓർഗൻസ് ഒന്നും ഒരിക്കലും എക്സ്പോസ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്യില്ല. കണ്ടോ? and this is said to be leafy stage. so secondary protonema കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാം? ലീഫി സ്റ്റേജ് കാണാം. ലീഫി സ്റ്റേജ്. ആൻഡ് ലീഫി സ്റ്റേജ് ആണ് ഇത്. നമ്മൾ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ ദിസ് ഇസ് ദ ലൈഫ് സൈക്കിൾ ഓഫ് ബ്രയോഫൈറ്റ്സ്. കണ്ടല്ലോ? അപ്പൊ ഇതിൽ എവിടെയൊക്കെയാണ് ഏതൊക്കെയാണ് 2n സ്റ്റേജ് എന്നൊന്ന് പെട്ടെന്ന് മാർക്ക് ചെയ്യാം. സി, n പറയുന്ന ഏതാണ്? അതെ, സ്റ്റാർട്ടിങ് വിത്ത് ഹിയർ ദിസ് ഇസ് n. ഹാപ്ലോയിഡ് സ്റ്റേജ് ആണ്. ഹാപ്ലോയിഡ് സ്റ്റേജ് സൈഗോട്ട് വന്നപ്പോൾ ഡിപ്ലോയിഡ് ആയി. ആൻഡ് പിന്നെ ഇവിടെ ഫുഡ് സീറ്റ ക്യാപ്സ്യൂൾ ഡിപ്ലോയിഡ് ആണ്. ക്യാപ്സ്യൂളിനകത്ത് കണ്ടോ? spore mother cell, that is 2n, and that is undergoing meiosis to form spores which are n. Protonema, n, that is primary protonema. Then secondary protonema and leafy stage എല്ലാം ഏത് സ്റ്റേജ് ഏതാണ്? n. I mean they are all what? n, because n വരാൻ കാരണം എന്താ? they are all developing from spores. കണ്ടോ? ഇവിടെ സ്പോർസ് n അല്ലേ? ഹാപ്ലോയിഡ് ആണല്ലോ. ഹാപ്ലോയിഡ് സ്പോറിന്ന് ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ട് ഈ സ്ട്രക്ചറുകളൊക്കെ എന്താണ്? ഹാപ്ലോയിഡ് ആയിരിക്കും. ആൻഡ് they form what? the structure, this plant body. കണ്ടോ? അപ്പൊ ഇതല്ലേ നമ്മൾ കാണുന്ന പ്ലാന്റ് ബോഡി. അതുകൊണ്ടാണ് നമ്മൾ അതിനെ കാണുന്ന പ്ലാന്റ് ബോഡി ഗാമറ്റോഫൈറ്റ് ആണെന്ന് പറയുന്നത്, ബിക്കോസ് ഇറ്റ് ഈസ് n. ഓക്കെ, അപ്പൊ ഇതില്
sporophytic stage is represented by ആരാണ്? സൈഗോട്ട് തൊട്ട് സ്പോറോഫൈറ്റിക് സ്റ്റേജ് ആണ്. അപ്പോൾ സൈഗോട്ട് പ്ലസ് ഫർദർ ഏതാണ്? ഫുട്ട്, സീറ്റ, ക്യാപ്സ്യൂൾ, ഇതെല്ലാം ഏതാണ്? ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റിക് സ്റ്റേജ്. ഇനി ഡിപ്പെൻഡൻസി നോക്കാം, റൈറ്റ്? ഇവിടെ ഗാമറ്റോഫൈറ്റ് സ്പോറോഫൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യോ, സ്പോറോഫൈറ്റ് ഗാമറ്റോഫൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യോ? ഇപ്പോൾ ഇതിൽ വരച്ചിരിക്കുന്ന തന്നെ നല്ല കളർഫുൾ ആയിട്ട് വരച്ചതുകൊണ്ട് പച്ചക്കളർക്ക് ഉള്ള ആൾക്കാർക്കല്ലേ ഫോട്ടോസിന്തസിസ് ചെയ്യാൻ പറ്റുള്ളൂ. കണ്ടോ, ഈ സ്പോറോഫൈറ്റിന് ഫോട്ടോസിന്തസിസ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് സ്പോറോഫൈറ്റ് ഈസ് ഡിപ്പെൻഡന്റ് ഓൺ ഗാമറ്റോഫൈറ്റ്. കണ്ടോ, ഈ ഒരു ഫുൾ സ്ട്രക്ചറുമ്പോൾ നിൽക്കണം, എന്നാലേ ഇയാൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. സോ സ്പോറോഫൈറ്റ് ഈസ് ഡിപ്പെൻഡന്റ് ഓൺ ഗാമറ്റോഫൈറ്റ്, റൈറ്റ്? അപ്പൊ ഇവിടെ നമുക്ക് ഗാമറ്റോഫൈറ്റിക് സ്റ്റേജും സ്പോറോഫൈറ്റിക് സ്റ്റേജും വേറെ വേറെ കാണാം. അതുകൊണ്ട് നമ്മൾ ഇതിനെ ഹാപ്ലോ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്ന് വിളിക്കും. ദിസ് ഇസ് സെഡ് ടു ബി ഹാപ്ലോ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ. ഓക്കെ, സോ ഇനി നമുക്ക് ബാക്കി ബ്രയോഫൈറ്റ്സിന്റെ ബാക്കി സ്ട്രക്ചേഴ്സ് നോക്കാം. ഇവിടെയുള്ള എന്താ പറയുന്നത് ഫീച്ചേഴ്സ് എല്ലാം നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. സ്പോറോഫൈറ്റീസ് എടുത്തു പറഞ്ഞിട്ടുണ്ട്. സ്പോറോഫൈറ്റീസ് നോട്ട്, കണ്ടോ, സ്പോറോഫൈറ്റീസ് നോട്ട് ഫ്രീ ലിവിങ് but attached to the photosynthetic gametophyte. ഉണ്ടോ? ഇത് ക്വസ്റ്റ്യൻ ചോദിക്കും. ഫോട്ടോസിന്തറ്റിക് ഗാമറ്റോഫൈറ്റ്, ഫോട്ടോസിന്തറ്റിക് സ്പോറോഫൈറ്റ് എന്നൊക്കെ മാറി മാറി ചോദിക്കും. അപ്പൊ ബ്രയോഫൈറ്റ്സിന്റെ കേസ് ശ്രദ്ധിക്കുക, ഗാമറ്റോഫൈറ്റ് ഈസ് ഓൺലി ഫോട്ടോസിന്തറ്റിക്, സ്പോറോഫൈറ്റ് ഫോട്ടോസിന്തറ്റിക് അല്ല. ഇനി നെക്സ്റ്റ്, ഡിറൈവ്സ് നറിഷ്മെന്റ് ഫ്രം ഇറ്റ്. Some cells of the sporophyte undergo reduction division and produce haploid spores. These spores germinate to produce gametophyte. Okay. പിന്നെ എക്കണോമിക് ഇമ്പോർട്ടൻസ് വന്നിട്ട് എന്താണ്? പ്രൊവൈഡ് ഫുഡ് വരുന്നുണ്ട്. പിന്നെ peat, it's very important. Sphagnum connect, sphagnum, the moss that gives us peat, it's very important. Then their capacity to hold water, that is also another important thing. പിന്നെ mosses along with lichens are the first to colonize on the rocks. ബാരൻ റോക്കിൽ ആദ്യം വന്നിരിക്കുന്ന പ്ലാന്റ് ഗ്രൂപ്പ് ആരാണ്? മോസസ് അലോങ് വിത്ത് ലൈക്കൻസ് ആണ്. പിന്നെ ദേ ഡീകമ്പോസ് റോക്സ് മേക്കിംഗ് ദ സബ്സ്ട്രേറ്റ് സൂട്ടബിൾ ഫോർ. ഓക്കെ, എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്നുള്ളതാണ് കാര്യം. റൈറ്റ്. ഇനി ലിവർവേർഡ് ദേ യൂഷ്വലി ഗ്രോ ഇൻ മോയിസ്റ്റ് ഹാബിറ്ററ്റ്സ്. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, ലിവർവേർഡിന് എക്സാമ്പിൾ മാർക്കാൻജിയ എക്സാമ്പിൾ. ഓക്കെ. പിന്നെ ഇതിൽ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ടൈനി ലീഫ് ലൈക്ക് അപ്പൻഡേജസ് കാണാം എന്ന് പറയുന്നുണ്ട് ഇൻ 2 rows ഓൺ ദ സ്റ്റെം ലൈക്ക് സ്ട്രക്ചേഴ്സ്. കണ്ടോ? അപ്പൊ നമ്മൾ ഇത് മാർക്കാൻഷ്യയിൽ നമ്മളിത് പ്രതീക്ഷിക്കില്ല. മോസസിൽ നമ്മൾ വിചാരിക്കും ഓക്കെ ഇറ്റ് വിൽ ബി ദെയർ. പക്ഷെ നോക്കൂ, ഇവിടെ ഉണ്ടോ, ദ താലസ് ഈസ് ഡോഴ്സി വെൻട്രൽ ആൻഡ് ക്ലോസ്ലി എപ്രസ്. നമ്മളിങ്ങനെ പരന്നിട്ടാണ് നോർമലി കാണുന്നത്. പക്ഷേ ശ്രദ്ധിക്കുക, ദ ലീഫി മെമ്പേഴ്സ് കണ്ടോ? ഇപ്പോൾ ലിവർവേർഡിനകത്തുള്ള ലീഫി മെമ്പേഴ്സിന്റെ കാര്യമാണ് പറയുന്നത്. ലീഫി മെമ്പേഴ്സ് ഹാവ് ടൈനി ലീഫ് ലൈക്ക് അപ്പൻഡേജസ് ഇൻ 2 rows ഓൺ ദ സ്റ്റെം ലൈക്ക് സ്ട്രക്ചേഴ്സ്. അതുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. Asexual reproduction in liverwort take place by fragmentation of the thallus or thalli. Thalli is plural form. Or by the formation of specialized structures called as gemmae. Another important structure. Gemmae are green. They are green means they can photosynthesize. Multicellular asexual buds which develop in small receptacles called as gemma cups. അപ്പോൾ gemma cupsന്റെ വേറെ പേരാണ് receptacle അല്ലെങ്കിൽ gemma cups located on the thalli. The gemmae become detached from the plant body and germinate. അപ്പോൾ gemmae വളർന്ന് വലുതായി ചെറിയ ബഡ് പോലെയുള്ള സ്ട്രക്ചേഴ്സ് ആണ്. അത് പച്ച കളർ ബഡ്സ് പോലെയുള്ള സ്ട്രക്ചേഴ്സ്. അത് ഡിറ്റാച്ച് ചെയ്തിട്ട് അവർക്ക് ഓരോ ചെടിയായിട്ട് വളരാൻ സാധിക്കും. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ, organs and after meiosis, see different thalli. The sporophyte is differentiated into foot, seta and capsule. ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ ഞാൻ ഫുഡ്, സീറ്റ, ക്യാപ്സ്യൂൾ എല്ലാം പറഞ്ഞത് ഇത് മോസിന്റെ എക്സാമ്പിൾ വെച്ചിട്ടാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ വിചാരിക്കുക എന്താണ്, ലിവർവേർഡിൽ ഫുഡ്, സീറ്റ, ക്യാപ്സ്യൂൾ ഒന്നും ഇല്ലാന്ന്. അല്ല, അവിടെയുണ്ട് ഫുഡ്, സീറ്റ, ക്യാപ്സ്യൂൾ ഉണ്ട്. ആഫ്റ്റർ മിയോസിസ് സ്പോർസ് ആർ പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ദ ക്യാപ്സ്യൂൾ. ദീസ് സ്പോർസ് germinate to form free living gametophyte. എടുത്ത് പറഞ്ഞിട്ടുണ്ട്, gametophytes are free living. ഓക്കെ. ഇനി മോസിന്റെ കേസിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫസ്റ്റ് സ്റ്റേജ് ഈസ് പ്രോട്ടോണിമ. ഉണ്ടോ? സ്പോർ ജെർമിനേറ്റ് ചെയ്ത് പ്രോട്ടോണിമ ഫോം ചെയ്യുന്നു. ആൻഡ് they develop directly from a spore. It is creeping, green, branched and frequently filamentous structure. Second stage ഏതാണ്? ലീഫി സ്റ്റേജ്.
So which develops from the secondary protonema. കണ്ടോ? So primary കഴിഞ്ഞാൽ secondary. Secondary എന്നാണ് leafy stage വരുന്നത്. They consist of upright slender axis bearing spirally arranged leaves. കണ്ടോ? Spirally arranged ഇവര് leaves എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. So you may have some confusion that okay they don't have any leaves. Leaves ഇല്ല എന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചേക്കണേ. പക്ഷേ ഇവിടെ leaf വരാം. Okay, ഇവിടെ leaf വരാം. Right? Okay. Now this stage bears sex organs. അപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് സെക്സ് ഓർഗൻസ് കാണുന്നത്. ഓക്കെ, എവിടെ? ലീഫി സ്റ്റേജിലാണ്. അപ്പോൾ അതൊരു ക്വസ്റ്റ്യൻ ആണ്. മോസസിന്റെ ഏത് സ്റ്റേജിലാണ് സെക്സ് ഓർഗൻസ് വിസിബിൾ ആയിട്ട് കാണുന്നത്? സെക്സ് ഓർഗൻസ് ആർ സീൻ in not in protonema but in leafy stage. Okay, vegetative reproduction in mosses is by fragmentation and budding. Budding of the secondary protonema. Again വേറൊരു സ്റ്റേറ്റ്മെന്റ് വരും, fragmentation of primary protonema എന്ന് പറയും. So the statement becomes false. Okay, അപ്പോൾ അത് ശ്രദ്ധിക്കുക. In sexual reproduction the sex organs antheridia and archegonia are produced at the apex. Okay, fine. Further you may read out and see these are the examples: Funaria, Polytrichum and Sphagnum. നമ്മൾ നേരത്തെ രണ്ട് എക്സാമ്പിളേ കണ്ടുള്ളൂ, ഫിനോറിയ ആൻഡ് സ്പാഗ്നമേ കണ്ടുള്ളൂ. ഇതും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചേക്കുക. പോളിട്രൈക്കം, ദാറ്റ് ഈസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഫോർ മോസ് പ്ലാന്റ്. ഓക്കെ, ഇനി ടെറിഡോഫൈറ്റ്സ്. ടെറിഡോഫൈറ്റ്സ് ഇൻക്ലൂഡ് ഹോസ്റ്റെയിൽസ് ആൻഡ് ഫേൺസ്. ഇപ്പൊ ടെറിഡോഫൈറ്റ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈക്വൽ ഡോമിനൻസ് ടു ബോത്ത് സ്പോറോഫൈറ്റ് ആൻഡ് ഗാമെറ്റോഫൈറ്റ് കാണാം. ഈക്വൽ ഡോമിനൻസ് ഫോർ ബോത്ത് സ്പോറോഫൈറ്റ് ആൻഡ് ഗാമെറ്റോഫൈറ്റ്. അപ്പോൾ നമ്മൾ ഇപ്പൊ ടെറിഡോഫൈറ്റ്സ് തൊട്ട് നമ്മൾ കാണുന്ന പ്ലാന്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് സ്പോറോഫൈറ്റ് എന്നാണ് പറഞ്ഞത്. കണ്ടോ? അപ്പൊ എങ്ങനെയാണ് അതിൽ നിന്ന് ഗാമെറ്റോഫൈറ്റ് ഫോം ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ ബിഫോർ ദാറ്റ് ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് വരാനുള്ള സംഭവങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇതുണ്ടോ? Evolutionarily, they are the first terrestrial plants to possess vascular tissues. ചോദിക്കാം, നിങ്ങൾക്ക് എന്ത് തന്നിട്ടാ ചോദിക്കുന്നത്? 4 ഓപ്ഷൻസ് വരും. ആ 4 ഓപ്ഷൻസിൽ ഒരെണ്ണം ടെറിഡോഫൈറ്റ് ആയിരിക്കും. എന്നിട്ട് ചോദിക്കും ഫ്രം ദ ഫോളോയിങ് ഐഡന്റിഫൈ ദ ഫസ്റ്റ് ഗ്രൂപ്പ് വേർ സൈലം ആൻഡ് ഫ്ലോയം ഈസ് ഡിഫറൻഷിയേറ്റഡ്. സോ ആ 4 തന്നിരിക്കുന്ന ഗ്രൂപ്പിൽ ഏതാണ് ടെറിഡോഫൈറ്റ് എന്ന് മനസ്സിലാക്കണം. ആൻഡ് ദാറ്റ് വുഡ് ബി ദി ആൻസർ. ഓക്കെ, റൈറ്റ്. അപ്പോൾ ടെറിഡോഫൈറ്റ്സ് ഇൻ ജനറൽ ഇത് ശ്രദ്ധിച്ച് പഠിക്കാം. The pteridophytes are found in cool, damp, shady places and some may flourish well in sandy soil conditions. Okay, then they dominant phase ബ്രയോഫൈറ്റ്സിലെ ഡോമിനന്റ് ഫേസ് ഏതായിരുന്നു? ഗാമെറ്റോഫൈറ്റ് ആയിരുന്നല്ലോ, ഗാമെറ്റോഫൈറ്റ് ആയിരുന്നു. പക്ഷെ ഇവിടെ നോക്കൂ, ഹൗവർ ഇൻ ടെറിഡോഫൈറ്റ്സ് ദ മെയിൻ പ്ലാന്റ് ബോഡി ഈസ് സ്പോറോഫൈറ്റ്. കണ്ടോ? വിച്ച് ഈസ് ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു ട്രൂ റൂട്ട്, ട്രൂ സ്റ്റെം ആൻഡ് ലീവ്സ്. കൃത്യമായിട്ട് റൂട്ടും ലീഫൊക്കെ ഉണ്ട്. ബ്രയോഫൈറ്റ് വരെ ഞാൻ പറഞ്ഞു താലസ് എന്ന് പറഞ്ഞിരുന്നത് അല്ല, ഇവിടെ താലസ് ഒന്നുമല്ല, ഇവിടെ കൃത്യമായിട്ട് റൂട്ടും സ്റ്റെമ്മും ലീഫ് എല്ലാം ഉണ്ട്. ദീസ് ഓർഗൻസ് പൊസസ് വെൽ ഡിഫറൻഷിയേറ്റഡ് വാസ്കുലാർ ടിഷ്യൂസ്. ഉണ്ടോ? സൈലം, ഫ്ലോയം. The leaves in pteridophytes are small microphyls. ക്വസ്റ്റ്യൻ ചോദിക്കും. ചെറിയ ലീഫ് ഉള്ള ഒരു ചെടി അതാണ് സെലാജിനല്ല. കൊച്ചു ലീവ്സ്, കുട്ടി ലീവ്സ് ആണ് സെലാജിനല്ല, അതാണ് മൈക്രോഫിൽസ് എന്ന് പറയുന്നത്. ഇനി വലിയ ലീഫ് ഉള്ള ചെടികളുണ്ട്, അതാണ് ഫേൺസ് എന്ന് പറയുന്നത്. മാക്രോ വലുത്, ഫിൽ എന്ന് പറഞ്ഞാൽ ലീഫ്, മാക്രോഫിൽ വലിയ ലീഫുകൾ ഉള്ളത് ഫേൺസ്, ചെറിയ ലീഫുള്ള ചെടി സെലാജിനല്ല. Then sporophytes bear sporangia that are subtended by leaf-like appendages called as sporophylls. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോറോഫൈറ്റ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ് ബോഡിക്കാണ് സ്പോറോഫൈറ്റ് എന്ന് പറയുന്നത്. അവിടെ എന്താ ഉണ്ടാവുക? ലീഫ് ലൈക്ക് അപ്പൻഡേജസ് കാണാം. അപ്പൊ നമ്മൾ ഫേൺസ് പറയുമ്പോൾ സാധാരണ ഫേൺ എന്ന് പറയുന്ന ഒരു ഇതിന് ഇറ്റ് വിൽ ബി ഹാവിങ് സം സ്ട്രക്ചേഴ്സ് ലൈക്ക് ദിസ്. കണ്ടോ? ഒരു ഫെദർ പോലെയുള്ള സ്ട്രക്ചർ ഉണ്ടാവും. ഇതിന്റെ താഴ്ഭാഗം ലോവർ പോർഷൻ ആണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ലോവർ പോർഷൻ വിൽ ബി ഹാവിങ് സർട്ടൻ സ്ട്രക്ചേഴ്സ് ലൈക്ക് ദിസ്. കണ്ടോ? ഇതുപോലെ നമുക്ക് കുറെ പൗഡറി സ്ട്രക്ചേഴ്സ് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ലീഫ് ലൈക്ക് സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ദിസ് ലീഫ് ലൈക്ക് സ്ട്രക്ചർ ഈസ് സെഡ് ടു ബി സ്പോറോഫിൽസ്. ദിസ് ഈസ് സ്പോറോഫിൽ. ഓക്കെ, ദിസ് ഈസ് സ്പോറോഫിൽ. Okay, then in some cases sporophylls may form distinct compact structures called as strobilus. അപ്പോൾ ചിലപ്പോൾ ഇത് ഇങ്ങനെ വെറുതെ ലീഫ് പോലെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ സ്പോറോഫിൽ എന്ന് പറയും. എന്നാൽ ചില കേസിൽ ഇതിങ്ങനെ കോമ്പാക്ട് ചെറിയ ലീഫ് പോലെയുള്ള കോമ്പാക്ട് ആയിട്ടുള്ള സ്ട്രക്ചർ ഇങ്ങനെയുള്ള സ്ട്രക്ചർ ആയിട്ട് ഫോം ചെയ്ത് നിൽക്കും. ഓക്കെ, നൗ ദിസ് ഇസ് കോൾഡ് ആസ് ദ കോൺ. ഇതിനാണ് കോൺ എന്ന് പറയുന്നത്. സോ കോൺ ഇസ് എ അഗ്രിഗേറ്റ് ഓഫ് ദീസ് ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സ്. പക്ഷെ ഇത്രയും വലുപ്പം ഉണ്ടാവില്ല, ചെറിയ ലീഫ് പോലെയുള്ള സ്ട്രക്ചർ ആയിരിക്കും. അതിനാണ് നമ്മൾ കോൺ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അപ്പോൾ കോൺ ഉള്ളത് എവിടെയൊക്കെയാണെന്ന് നമ്മുടെ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. സെലാജിനല്ലയിലും ഇക്വിസിറ്റത്തിലും കോൺ ഉണ്ട്. ശ്രദ്ധിച്ച് വായിക്കുക.
Selaginella and equisetum. Okay. The sporangia produce spores by meiosis in spore mother cells. അപ്പോൾ ദാ ഇനി ഇതിൻ്റെ ഉള്ളിൽ ഈ യെല്ലോ സ്ട്രക്ചർ ഇല്ലേ, ആ ഓരോ യെല്ലോ സ്ട്രക്ചറിൻ്റെയും അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, സ്പോർ മദർ സെൽ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിനെ ഓരോന്നിനെയും സ്പൊറാഞ്ചിയ എന്നാണ് പറയുന്നത്. സ്പൊറാഞ്ചിയ. സ്പൊറാഞ്ചിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ബാഗ് ലൈക്ക് സ്ട്രക്ചർ ഇൻസൈഡ് വിച്ച് യു ക്യാൻ സീ സ്പോർ മദർ സെൽസ്, റൈറ്റ്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള സ്പോർ മദർ സെല്ല് സപ്പോസ് നമ്മൾ ഇങ്ങനെയുള്ള ഇതിനെ നമ്മൾ ഇതാ ഇങ്ങനെ 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 വിചാരിക്കുകയാണ്. ഓക്കെ, സോ ദീസ് ആർ ദ സ്പോർ മദർ സെൽസ്. സ്പോർ മദർ സെൽസ്. സ്പോർ മദർ സെൽസ്. It will undergo meiosis. This will undergo meiosis to form spores. They form spores. ഉണ്ടോ? ദാ ഇങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ്, they are the spores. റൈറ്റ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ ലീഫിന്റെ അടിയിൽ ഇങ്ങനെ പൊടി പോലെയുള്ള സ്ട്രക്ചർ കാണും, അതാണ് സ്പോർസ്. അപ്പോൾ സ്പോർസ് എന്താണ്? സ്പോർസിന്റെ പ്ലോയിഡി എന്താ? സ്പോർസ് ആർ വാട്ട്? ഹാപ്ലോയിഡ്. ഉണ്ടോ? സോ കീപ് ഇൻ മൈൻഡ്, നമ്മൾ കാണുന്ന ലീഫ് ലൈക്ക് സ്ട്രക്ചർ ഡിപ്ലോയിഡ് ആണ്, എന്നാൽ അതിന്റെ പിന്നിലുള്ള പൊടി പോലെയുള്ള സ്ട്രക്ചർ എന്താണ്? അത് ഹാപ്ലോയിഡ് ആണ്. ശ്രദ്ധിക്കുക കേട്ടോ. സോ അപ്പോൾ അതിന്റെ ഉള്ളിൽ എന്ത് നടക്കുന്നുണ്ട്? മിയോസിസ് നടക്കുന്നുണ്ട്. റൈറ്റ്. സോ മിയോസിസ് ഇസ് ടേക്കിംഗ് പ്ലേസ് ഇൻസൈഡ് ദാറ്റ് സ്പോറോഫിൽ, റൈറ്റ്, ആൻഡ് പ്രൊഡ്യൂസിങ് ഹാപ്ലോയിഡ് സ്പോർസ്. ഓക്കെ. ഇനി the spores germinate to give rise to inconspicuous small but multicellular structures. കണ്ടോ? ഇതെല്ലാം ഇതിനകത്തുള്ള പിക്ചറുകളാണ്. അപ്പൊ നിങ്ങൾ പിക്ചറിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ദിസ് ഈസ് സെലാജിനല്ല, ദിസ് ഈസ് ഇക്വിസിറ്റം. See, ഇക്വിസിറ്റം കണ്ടോ? സ്ട്രോബൈലസ് ഓർ കോൺ. ദിസ് ഈസ് കോൺ ഓഫ് ഇക്വിസിറ്റം. Then we have fern and finally we have salvinia. സാൽവീനിയയുടെ പ്രത്യേകത എന്താ അറിയോ? See, Selaginella and Salvinia. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. Selaginella and Salvinia both are heterosporous. Heterosporous ആണ്. Selaginella terrestrial ആണ്. Salvinia is aquatic also. Aquatic. Okay? Aquatic and heterosporous. Right? Selaginella and Salvinia. അപ്പോൾ aquatic heterosporous വെച്ച് കഴിഞ്ഞാൽ Salvinia മാത്രമേ ഉള്ളൂ കേട്ടോ. ടെറസ്ട്രിയൽ ഹെട്രോസ്പോറസ് പറഞ്ഞാൽ സെലാജിനല്ല. അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. Then see, free living mostly photosynthetic thalloid gametophytes called as prothallus means what? അപ്പം നമ്മൾ നേരത്തെ ഇവിടെ വരച്ചു നിർത്തി എന്താണ്? സ്പോർസ് ഉണ്ടായി എന്ന് പറഞ്ഞില്ലേ? ദാറ്റ് സ്പോർസ് വിൽ, ആ സ്പോർസ് എവിടെയെങ്കിലും പറന്നു പോയിട്ട് ദാറ്റ് വിൽ ബി ഫോളിങ് ഓൺ ടു സി. ഞാൻ ആ സ്പോർസ് ജസ്റ്റ് ഇവിടെ വരച്ചേക്കാം. സി, ദാറ്റ് സ്പോർസ് വിൽ ബി ഫോളിങ് ഓവർ ഹിയർ. ആൻഡ് this spore will undergo mitosis. It will undergo mitosis to form a heart-shaped structure. See, this is the heart-shaped structure called as prothallus. This is prothallus. Okay, prothallus. അപ്പോൾ ഇത് ഒരു സ്പോറിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നതാണ്. ബൈ ഏത് ഡിവിഷൻ ആണ്? ബൈ മൈറ്റോസിസ്. This is taking place by mitosis. And this is nothing but the gametophyte. This is a gametophyte. Okay, gametophyte. Why? Because ഇതിൻ്റെ ഉള്ളിൽ ആന്ത്രീഡിയം ഫോം ചെയ്യും. മാത്രമല്ല here we have also archegonium. Archegonium ഇവിടെ ഡെവലപ്പ് ചെയ്യും, ആന്ത്രീഡിയം ഡെവലപ്പ് ചെയ്യും. Okay, so this is archegonium and this is anthridium. അപ്പം നോക്കൂ, മനസ്സിലാക്കൂ. See, here നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ നിന്നല്ലേ? ഈ ലീഫ് ലൈക്ക് സ്ട്രക്ചർ എന്ന് സ്പോർസ് ഫോം ചെയ്യുന്നു. ആ സ്പോർസ് വന്നിട്ട് ഏതെങ്കിലും ഒരു മോയ്സ് സർഫസിൽ വീണ് കഴിഞ്ഞാൽ you will get the gametophyte. അപ്പോൾ ദിസ് സ്റ്റേജ് ഇസ് എ സ്പോറോഫൈറ്റിക് സ്റ്റേജ്, കാരണം സ്പോർ ഫോം ചെയ്യുന്നു. ആൻഡ് ദിസ് സ്റ്റേജ് ഇസ് എ ഗാമെറ്റോഫൈറ്റിക് സ്റ്റേജ്. ഓക്കെ, ഇതാണ് ഫേണിന്റെ സ്പോറോഫൈറ്റിക് ആൻഡ് ഗാമെറ്റോഫൈറ്റിക് സ്റ്റേജിന്റെ ഡിഫറൻസ്. ഓക്കെ, ഇനി ദാറ്റ് ഈസ് കോൾഡ് ആസ് പ്രോഥാലസ്. restricted prothalus. These gametophytes require cool, damp, shady places because of the specific restricted requirement and need for water for fertilization, spread of. എന്തുകൊണ്ടാണ് ടെറിഡോഫൈറ്റ്സിന്റെ സ്പ്രെഡ് ലിമിറ്റഡ് ആയിട്ട് വരുന്നത്? ക്വസ്റ്റ്യൻ കേട്ടോ, അസർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. ബിക്കോസ് ഓഫ് ദ സ്പെസിഫിക് റെസ്ട്രിക്റ്റഡ് റിക്വയർമെന്റ്. ഏത് റിക്വയർമെന്റ്? ദേ വാണ്ട് ദ കൂൾ, ഡാംപ് പ്ലേസസ് ഫോർ ദിസ് തിങ് ടു ഡെവലപ്പ്. ഏത് നമ്മളിപ്പോ ഈ വരച്ച ഈ സ്ട്രക്ചർ ഇല്ലേ, ഈ സ്ട്രക്ചർ വെയിലത്തൊന്നും വളരില്ല. വളരെ കൂൾ, ഡാംപ് ആയിട്ടുള്ള നല്ല ഷെയ്ഡി ആയിട്ടുള്ള സ്ഥലത്ത് മാത്രമേ ഇത് വളരുള്ളൂ. അപ്പോൾ ഭയങ്കര വെയിലുള്ള സമയത്തോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സീസണിലൊന്നും നമുക്ക് ടെറിഡോഫൈറ്റ്സ് കാണാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ടാണ് ദ സ്പ്രെഡ് ഓഫ് ദ ലിവിങ് ടെറിഡോഫൈറ്റ്സ് ഈസ് ലിമിറ്റഡ്.
and restricted to narrow geographical areas. Okay, the gametophytes bear the antheridia, antheridia and archegonia respectively, and transfer anthroids and anthroids transfer ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്താ ഉണ്ടാവുക? ഇവിടുന്ന് antheridium anthrozoids form ചെയ്യുന്നു. That will be falling over here. Okay, and fertilization take place and zygote will be produced here. Kando, here zygote will be formed. And the zygote will develop directly into what? The zygote will directly develop into the plant. This is the plant. Okay, so this is the new plant. This is the new plant, right? Appo zygote in നേരിട്ട് sporophyte ആയിട്ട് develop ചെയ്യാണ്. Okay, now next multicellular zygote thereafter produces multicellular well differentiated sporophyte, right? So ഇനി അടുത്തൊരു important point, homosporous and heterosporous. ശ്രദ്ധിക്കുക. ഇത്ര നേരം നമ്മളിവിടെ ഞാനൊരു spore കണ്ടോ, this is the spore, right? This is the spore. ഒറ്റ ടൈപ്പ് സ്പോർ അല്ലേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ ചില ചെടികളിൽ ഈ സ്പോർ രണ്ട് ടൈപ്പ് ഫോം ചെയ്യാം. ചിലത് കുട്ടി സ്പോർ, ചിലത് വലിയ സ്പോർ ഉണ്ടോ. ദിസ് ഈസ് മൈക്രോസ്പോർസ് ആൻഡ് ദിസ് ഈസ് മെഗാസ്പോർസ്. ഇങ്ങനെ സെപ്പറേറ്റ് സ്പോർസ് ഫോം ചെയ്യുന്ന ഗ്രൂപ്പുകളെ നമ്മൾ എന്ത് വിളിക്കും? ഹെട്രോസ്പോറസ് ടൈപ്പ് എന്ന് വിളിക്കും. ഹെട്രോസ്പോറസ് ടൈപ്പ്. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഹെട്രോസ്പോറസ് ടൈപ്പിൽ നമ്മുടെ ബുക്കിനകത്ത് രണ്ട് പേരെ പറഞ്ഞിട്ടുള്ളൂ, സെലാജിനെല്ല ആൻഡ് സാൽവീനിയ. അത് നോക്കി പഠിച്ചേക്കുക. ഇനി ഡെവലപ്മെന്റ് ഓഫ് സൈഗോട്ട്സ് ഇൻ ടു യങ് എംബ്രിയോസ് ടേക്ക് പ്ലേസ് വിത്തിൻ ദ ഫീമെയിൽ ഗാമെറ്റോഫൈറ്റ്. കണ്ടോ, ഈ സൈഗോട്ട് ഡെവലപ്മെന്റ് ഒക്കെ നടക്കുന്നത് എവിടെയാണ് നടക്കുന്നത്? ഫീമെയിൽ ഗാമെറ്റോഫൈറ്റിലാണ് നടക്കുന്നത്. ദിസ് ഈവന്റ് ഈസ് എ പ്രിക്കേഴ്സർ ടു ദ സീഡ് ഹാബിറ്റ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെലാജിനെല്ല സാൽവീനിയയിൽ ഞാൻ പറഞ്ഞു കോണുകൾ ഉണ്ടാവും. കണ്ടോ, ദീസ് ആർ ദ കോൺസ്. നേരത്തെ നമ്മൾ പറഞ്ഞാണല്ലേ, ഈ കോണില് ദിസ് ഈസ് ദ cone where each one is called as a sporophyll. Okay, അപ്പോൾ ഇവിടെ ഈ സ്പോറോഫില്ലിന്റെ ഉള്ളിൽ ആണ് എന്തുണ്ടാവണേ? ഇവിടെ സ്പോർസ് ഒന്നും പുറത്തേക്ക് പോകുന്നില്ല. ശ്രദ്ധിച്ച് കേൾക്കുക. നേരത്തെ ഞാൻ പറഞ്ഞു സ്പോറോഫില്ലിന്റെ ഉള്ളിലത്തെ സ്പോർസ് എവിടെയെങ്കിലും പോയി വീണിട്ടല്ലേ ഇവിടെ പ്രോതാലസ് ഉണ്ടാവണേ. ഇവിടെ അങ്ങനെയല്ല, ഇതിന്റെ ഉള്ളിൽ തന്നെയാണ് ഫ്യൂഷനൊക്കെ നടക്കുന്നത്. ഈ കോണിന്റെ ഉള്ളിലാണ് ഫ്യൂഷൻ നടക്കുന്നത്. അപ്പൊ എന്തുണ്ടാവും? സൈഗോട്ട് ഫോം ചെയ്യുന്നത് ഇതിന്റെ ഉള്ളിലാണ്. ഇതെന്ന് പറയുന്നത് ചെടിയിൽ നിൽക്കുന്ന ഒരു സ്ട്രക്ചറാണ്. ഓക്കെ, അപ്പൊ ആ ചെടിയുടെ മുകളിൽ തന്നെയാണ് സൈഗോട്ടും കാര്യങ്ങളൊക്കെ ഫോം ചെയ്യുന്നത്. അല്ലാണ്ട് അതിനൊരു ഇൻഡിപെൻഡന്റ് സ്ട്രക്ചർ ഇല്ലെന്ന്. നേരെ മറിച്ച് ഞാൻ ഇവിടെ എന്താ പറഞ്ഞേ? ഇവിടെ ഇത് എവിടെയോ പറന്നു പോയിട്ട് വേറൊരു സ്ഥലത്ത് പോയിട്ടല്ലേ ഇത് ഡെവലപ്പ് ചെയ്യുന്നേ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. all those development, zygotic development is taking place within this cone, right? അപ്പോൾ ആ കോൺ ഉണ്ടോ, സൈഗോട്ട് ഇൻറ്റു ആ എംബ്രിയോ ഡെവലപ്മെന്റ് നടക്കുന്നത് ഇവിടെയാണ്, വിത്തിൻ ദ ഫീമെയിൽ ഗാമെറ്റോഫൈറ്റ്. അപ്പോൾ ഇവിടെയാണല്ലോ ഗാമെറ്റോഫൈറ്റ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ സ്പോർ ഫോം ചെയ്യും. ഗാമെറ്റോഫൈറ്റ് ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഫോം ചെയ്യുക. അപ്പോൾ ആ ഗാമെറ്റോഫൈറ്റിന്റെ ഉള്ളിലാണ് ദ സ്പോർ ഡെവലപ്മെന്റ് ഈസ് ടേക്കിംഗ് പ്ലേസ്. ദിസ് ഈവന്റ് ഈസ് എ പ്രിക്കേഴ്സർ ടു സീഡ് ഹാബിറ്റ്. ഇപ്പോൾ നമുക്ക് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇപ്പോൾ ഏതൊരു സംഭവം സീഡ് ആവുകയാണെങ്കിൽ, ഇപ്പോൾ ലൈക്ക് ലേഡീസ് ഫിംഗർ അല്ലെങ്കിൽ ബ്രിഞ്ചാൾ അല്ലെങ്കിൽ മുളക്, അതിൻ്റെയൊക്കെ ഫ്രൂട്ട് സീഡായിട്ട് മാറണ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാവണേ? ഫെർട്ടിലൈസേഷൻ എവിടെയാണ് നടക്കണേ? പൂവിൻ്റെ ഉള്ളിൽ. എന്നിട്ട് അത് അവിടെ നിൽക്കുമല്ലോ. ബാക്കിയുള്ള പോർഷൻസ് എല്ലാം കൊഴിഞ്ഞു വീഴും. പക്ഷെ ആ ഓവറി പോർഷൻ അവിടെ നിൽക്കുന്നുണ്ട് അല്ലേ. എന്നിട്ട് ആ ഓവറി പോർഷൻ ഫ്രൂട്ട് ആവും, അതിൻ്റെ ഉള്ളിലെ ഓവ്യൂള് സീഡായിട്ട് മാറും. അതാണല്ലോ സീഡ് ഫോർമേഷൻ എന്ന് പറയുന്നത്. ഏതാണ്ട് അതുപോലെയുള്ള ഒരു കേസ് ഇവിടെ നമുക്ക് കാണാം. എന്താണ്? ഇതിൻ്റെ അകത്ത് ഫെർട്ടിലൈസേഷൻ നടക്കുന്നു, ആൻഡ് അത് അവിടെ തന്നെ നിൽക്കുകയാണ്. ഇറ്റ് ഇസ് നോട്ട് മൂവിങ് എവേ, റൈറ്റ്? അപ്പോൾ ദിസ് ഈസ് ജസ്റ്റ് എ സ്റ്റാർട്ടിങ് സ്റ്റെപ്പ് ടുവേർഡ്സ് വാട്ട് സീഡ് ഹാബിറ്റ്. ഇതിൽ സീഡ് ഫോം ചെയ്യില്ല, പക്ഷെ സീഡ് ഫോർമേഷന്റെ ഒരു സ്റ്റെപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഒരു സ്റ്റെപ്പ് ടുവേർഡ്സ് എവല്യൂഷൻ ഇവിടെ നമ്മൾ പറയുന്നത് കേട്ടോ. The development of zygote into young embryos take place within the female gametophyte. This event is a precursor to seed habit, considered an important step in evolution. Okay. പിന്നെ നമുക്ക് 4 group of Pteridophytes ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. That you just remember these terms. വേറെ നമുക്ക് ഇതിലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. And last group is the Gymnosperm. നമുക്ക് angiosperm കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ജിംനോസ്പേമിനകത്ത് എന്താ ഉള്ളത്? In ജിംനോസ്പേം തൊട്ട് ഉണ്ടോ, സ്പെർമ മീൻസ് വാട്ട്? സീഡ്. ജിംനോസ്പേമിലും ആൻജിയോസ്പേമിലും സീഡ് ഉണ്ട്. ഓക്കെ, ആൻഡ് ഓൾ ജിംനോസ്പേംസ് ആർ ഹെട്രോസ്പോറസ്. ഓക്കെ, അപ്പോൾ ബ്രയോഫൈറ്റ്സിലും ടെറിഡോഫൈറ്റ്സിലും നമുക്ക് അധികം ഹോമോസ്പോറസ് കാണാം. കുറച്ച് ടെറിഡോഫൈറ്റ്സിൽ ഹെട്രോസ്പോറി കാണുന്നു. ആ ടെറിഡോഫൈറ്റ്സിൽ ഹെട്രോസ്പോറി കാണുന്ന 2 പ്ലാന്റ്സ് സെലാജിനെല്ല സാൽവിനിയ.
പക്ഷെ കമ്മിങ് ടു ജിംനോസ്പേംസ് ഓൾ ഓഫ് ദം ആർ വാട്ട് ഹെട്രോസ്പോറസ്. എല്ലാത്തിലും നമുക്ക് മൈക്രോസ്പോർസും മെഗാസ്പോർസും കാണാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് തന്നെ മൈക്രോസ്പോർ പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരു ടൈപ്പ് ഓഫ് സ്പോറോഫിലും മെഗാസ്പോർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേറെ ടൈപ്പ് ഓഫ് സ്പോറോഫിലും നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ ഈ മൈക്രോസ്പോർ മെഗാസ്പോർ എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം? മൈക്രോസ്പോർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ദാറ്റ് ഈസ് പോളൻ ഗ്രെയിൻ. മൈക്രോസ്പോർസ് ആർ നത്തിങ് ബട്ട് പോളൻ ഗ്രെയിൻസ് അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു ആൻജിയോസ്പോം പൂവ് അല്ലേ, പൂവിന്റെ ഉള്ളിൽ മൈക്രോസ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്റ്റേമനിലും മെഗാസ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒവ്യൂളിനകത്തല്ലേ? അത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, സെക്ഷൽ റിപ്രഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? പോളൻ ഗ്രെയിൻ ഡെവലപ്മെന്റും പഠിച്ചിട്ടുണ്ട്, മെഗാസ്പോർ ഡെവലപ്മെന്റ് അതായത് എഗ് ഫോർമേഷനും പഠിച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാ ഗ്രൂപ്പിലും, അതായത് ജിംനോസ്പം തൊട്ട് എല്ലാ ഒരു ഫോംസിലും പ്ലാന്റ്സിൽ എന്ത് കാണാൻ പറ്റും? നമുക്ക് 2 സ്പോർട്സ് കാണാൻ പറ്റും, മൈക്രോസ്പോർട്സും മെഗാസ്പോർട്സും. മൈക്രോസ്പോർട്സ് തന്നെയാണ് എന്ത്? പോളൻ ഗ്രെയിൻ. ഇനി ജിംനോസ്പംസ് ഇൻക്ലൂഡ് മീഡിയം സൈസ്ഡ് ട്രീസ്. കണ്ടോ? മീഡിയം സൈസ്ഡ് ട്രീസ് ഓർ ടോൾ ട്രീസ് ആൻഡ് ഹെർബ്സ്. ഷ്രബ്സിന്റെ കാര്യം പറയണില്ല ജിംനോസ്പമില്, ഷ്രബ്സിന്റെ കാര്യം പറയുന്നില്ല. ഇനി ഷ്രബ്സ് അല്ല, സോറി, ഹെർബ്സിന്റെ കാര്യം പറയുന്നില്ല. ഓക്കെ, ദെൻ റെഡ് വുഡ് ട്രീ സെക്യൂയ. അത് ഏത് ഗ്രൂപ്പിലാണ് വരുന്നതെന്ന് ചിലപ്പോൾ ചോദിക്കാം. സിമ്പിൾ ക്വസ്റ്റൻ ആണ്, പക്ഷെ ഇഫ് ഇറ്റ് ഇസ് ബീൻ ആസ്ക്ഡ് മനസ്സിലാക്കുക, ദാറ്റ് ഇസ് എ ജിംനോസ്പം സെക്യൂയ, ടോളസ്റ്റ് ട്രീ സ്പീഷീസ്. The roots are generally tap roots. Tap root ആണ് root. Root in some genera have fungal association. Mycorrhiza കാണാം, അത് ചോദിക്കും. ജിംനോസ്പമിൽ മൈക്കോറൈസ കാണുന്ന പ്ലാന്റ് ഏതാണ്? പൈനസ്. കേട്ടോ, പൈനസിൽ എന്ത് സെംബിയോട്ടിക് അസോസിയേഷൻ ആണെന്ന് ചോദിക്കാം. ദാറ്റ് ഈസ് മൈക്കോറൈസ. While in some others, cycas, small specialized roots called as coralloid roots are associated with nitrogen fixing cyanobacteria. ഏത് ബാക്ടീരിയ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ 2 പ്ലാന്റ്സിനെ പറ്റി നമ്മുടെ ബുക്കിൽ പറഞ്ഞിരിക്കുന്നു വിത്ത് സെംബയോട്ടിക് അസോസിയേഷൻ. ഏതൊക്കെയാണ്? പൈനസ് ആൻഡ് സൈക്കസ്. കേട്ടോ, പൈനസിനകത്ത് മൈക്കോറൈസയാണ്, സൈക്കസിനകത്ത് നൈട്രജൻ ഫിക്സിങ് സൈനോബാക്ടീരിയ ആണ്. സൈക്കസിന്റെ എവിടെയാണ് കിടക്കുന്നത്? പൈനസിന്റെ നോർമൽ റൂട്ടിൽ. സൈക്കസിന്റെ സ്പെഷ്യൽ റൂട്ട്സ് ഉണ്ട്. ദോസ് റൂട്ട്സ് ആർ സെറ്റ് ടു ബി കോറലോയിഡ് റൂട്ട്സ്. കേട്ടോ, കോറലോയിഡ് റൂട്ട്സ്. ദെൻ ദി സ്റ്റെംസ് ആർ അൺബ്രാഞ്ച്ഡ്. ഇൻ സൈക്കസ് ഓർ ബ്രാഞ്ച്ഡ്. ഉണ്ടോ? അൺബ്രാഞ്ച്ഡ് ഏതിലാണെന്ന് ചോദിക്കും. സൈക്കസ് എന്ന് പറഞ്ഞാൽ തെങ്ങ് പോലെ ഇരിക്കുന്ന ചെടിയാണ് സൈക്കസ്. ബ്രാഞ്ചിങ് ഒന്നും ഇല്ല സൈക്കസ്. തെങ്ങ് പോലെ. കേട്ടോ, തെങ്ങ് എന്ന് പറഞ്ഞാൽ ഏതാ? കോക്കനട്ട് ഇസ് ആൻ ആൻജിയോസ്പെർം, റൈറ്റ്? ബട്ട് സൈക്കസ് ഇസ് എ ജിംനോസ്പെർം. ഇനി ബ്രാഞ്ച്ഡ് ഏതൊക്കെയാ? പൈൻ മരങ്ങൾ, പൈനസ്, സിഡ്രസ് വേറെ ഒരു ജിംനോസ്പെർം ആണ്. ലീവ്സ് മേ ബി സിമ്പിൾ ഓർ കോമ്പൗണ്ട്. ഓക്കെ, സിമ്പിൾ ലീഫ്, കോമ്പൗണ്ട് ലീഫ് നമ്മൾ മോർഫോളജിയിൽ പഠിക്കും. In cycas, the pinnate leaves persist for a few years. The leaves in gymnosperms are well adapted to withstand extremes of. അപ്പോൾ ഏത് ഗ്രൂപ്പിലത്തെ ലീഫുകൾക്കാണ് വിത്ത്സ്റ്റാൻഡ് എക്സ്ട്രീം എന്ന് ചോദിക്കും. എന്നിട്ട് നമുക്ക് ഓപ്ഷൻസ് തരാം. ഏതാണെന്നറിയോ? ഇതിന്റെ എക്സാമ്പിൾസ് ആണ് ഓപ്ഷൻസ് തരാം. അപ്പോൾ ശ്രദ്ധിക്കുക, ജിംനോസ്പേംസിന്റെ ചെടികളുടെ ലീഫിനാണ് എന്താ? ഡ്രോട്ട്, അതായത് ഡ്രൈ കണ്ടീഷൻ എൻഡ്യൂർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളത്. Humidity, extreme temperature, humidity and wind. In conifers, the needle-like leaves reduce the surface area. Okay, their thick cuticle and sunken stomata also help to reduce water loss. അപ്പോൾ ഇതൊന്ന് ഈ ഒരു അഡാപ്റ്റേഷൻ ഒന്ന് നോട്ട് ചെയ്ത് ഏത് ഗ്രൂപ്പിലാണെന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇൻ ജിംനോസ്പേംസ് ഞാൻ പറഞ്ഞു എല്ലാം ഹെട്രോസ്പോറസ് ആണെന്ന് പറഞ്ഞു. ദേ പ്രൊഡ്യൂസ് ഹാപ്ലോയിഡ് മൈക്രോസ്പോർസ് ആൻഡ് മെഗാസ്പോർസ്. ഉണ്ടോ? മൈക്രോസ്പോറും മെഗാസ്പോറും വേറെ വേറെ ഫോം ചെയ്യും. അതുകൊണ്ട് തന്നെ 2 സ്പൊറാഞ്ചിയ ഉണ്ടാവും. 2 സ്പൊറാഞ്ചിയ എന്ന് പറഞ്ഞാൽ 2 ലീഫ് ലൈക്ക് സ്ട്രക്ചർ. ഉണ്ടോ? ഒന്ന് മൈക്രോസ്പോർസ് ഉണ്ടാവുന്ന ലീഫ് ലൈക്ക് സ്ട്രക്ചറിന്റെ പേരാണ് മൈക്രോസ്പോറോഫിൽസ്. അതിന്റെ ഉള്ളിലുള്ള സ്പൊറാഞ്ചിയ മൈക്രോസ്പൊറാഞ്ചിയ. ഓക്കെ, റൈറ്റ്? അപ്പോൾ ഈ മൈക്രോസ്പോറോഫിൽസ് എല്ലാം കൂടെ അഗ്രിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കോൺ കിട്ടും അല്ലേ? ആ കോണാണ് മെയിൽ കോൺ അഥവാ മെയിൽ സ്റ്റൊബൈലസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മൈക്രോസ്പോർസ് ഉണ്ടാവുന്ന ലീഫ് ലൈക്ക് സ്ട്രക്ചർ ആണ് മൈക്രോസ്പോറോഫിൽ. അതിന്റെ അഗ്രിഗേറ്റിനെ വിളിക്കുന്ന പേരാണ് മൈക്രോസ്പൊറാഞ്ചിയേറ്റ് ഓർ മെയിൽ സ്റ്റൊബൈലസ്. ഓക്കെ, the microspores develop into male gametophytic generation which is highly reduced and confined to only a limited number of cells. അപ്പോൾ മെയിൽ ഗാമറ്റോഫൈറ്റ് ഈ പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കുക. മെയിൽ ഗാമറ്റോഫൈറ്റ് ഹൈലി റെഡ്യൂസ്ഡ് ആയിരിക്കും. ഓക്കെ, ആൻഡ് വളരെ കുറച്ച് നമ്പർ ഓഫ് സെൽസേ ഉണ്ടാവുള്ളൂ. ഒരു 2 സെൽഡ് കണ്ടീഷൻ 3 സെൽഡ് കണ്ടീഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ആസ് ദി പോളൻ ഗ്രെയിൻ. ഓക്കെ, ഡെവലപ്മെന്റ് ഓഫ് പോളൻ ഗ്രെയിൻസ് ആർ ടേക്ക് പ്ലേസ് വിത്തിൻ ദ മൈക്രോസ്പൊറാഞ്ചിയ. അതവിടെ നിൽക്കട്ടെ.
ഇനി മെഗാസ്പോറോഫിലിന്റെ അഗ്രിഗേറ്റ്. മെഗാസ്പോറോഫിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ലീഫ് ലൈക്ക് സ്ട്രക്ചർ. ഫിൽ എന്ന് പറഞ്ഞാൽ ലീഫ് ലൈക്ക് സ്ട്രക്ചർ ആണ്, വിച്ച് പ്രൊഡ്യൂസസ് മെഗാസ്പോർസ്, റൈറ്റ്? അതിന്റെ കോണിന്റെ പേരാണ് ഏത്? ഫീമെയിൽ കോൺ, മാക്രോസ്പൊറാഞ്ചിയേറ്റ് ഓർ ഫീമെയിൽ സ്ട്രോബൈലസ്, റൈറ്റ്? The male or female cones or strobili may be born on same tree. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരേ മരത്തിൽ തന്നെ നമുക്ക് 2 ടൈപ്പ് കോണും കാണാം ചിലപ്പോ. അതാണ് പൈനസ്. പൈനസിലാണെങ്കിൽ ഒരേ ചെടിയിൽ 2 ടൈപ്പ് കോണും കാണാൻ പറ്റും. അപ്പൊ നമ്മൾ ഇതിനെ ഈ ഒരു സ്റ്റാറ്റസിൽ നമ്മൾ എന്ത് വിളിക്കും? വി കോൾ ഇറ്റ് ആസ് monoecious condition. monoecious condition. Okay, on the same plant 2 types of cones are present. However, in cycasൽ എങ്ങനെയാ? മെയിൽ കോൺ ഒരു ചെടിയിലും ഫീമെയിൽ കോൺ വേറെ ചെടിയിലാണ് കാണുന്നത്. അപ്പോൾ ഈ സൈക്കസ് എന്താണ്? സൈക്കസ് ഈസ് ഡയേഷ്യസ്. monoecious and dioecious. Okay. The megaspore mother cell is differentiated from one of the cells of the new cellus. ഈ ഒരു താഴെ പറയുന്ന പോർഷൻ എന്ന് പറയുന്നത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. അത് പക്ഷേ നിങ്ങൾ സെക്കൻഡ് ഇയറിൽ പഠിച്ചിട്ടുള്ള പോർഷൻ ഉണ്ടല്ലോ, അത് വെച്ച് റിലേറ്റ് ചെയ്ത് പഠിച്ചാൽ കുറച്ചും കൂടി എളുപ്പത്തിൽ കാണാൻ പറ്റും. നമുക്കറിയാം ആൻജിയോസ്പെർമിന്റെ റീപ്രൊഡക്ഷനിൽ ന്യൂ സെല്ലസ് എന്നൊരു മെഗാസ്പോർ മദർ സെല്ല് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ? അതേപോലെയാണ് ഇവിടെയും വരുന്നത് കേട്ടോ. മെഗാസ്പോർ ഡെവലപ്മെന്റ് ഈസ് ടേക്കിംഗ് പ്ലേസ് ഫ്രം ദ ന്യൂ സെല്ലസ്. ദ ന്യൂ സെല്ലസ് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ സ്ട്രക്ചർ കോൾഡ് ആസ് ഓവ്യൂൾ. നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട് ന്യൂ സെല്ലസിന് ചുറ്റും ഇൻഡഗുമെന്റ് ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ടല്ലോ, അതേപോലെ. അപ്പോൾ എന്നിട്ട് നമ്മൾ എന്ത് പറയും? പ്രൊട്ടക്റ്റഡ് ബൈ എൻവലപ്സ്. അതിനെ വിളിക്കുന്ന പേരാണ് ഓവ്യൂൾ. അതന്നെ ആൻജിയോസ്പെർമിനായിട്ട് റിലേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും. The ovules are born on megasporophylls പറഞ്ഞല്ലോ, which may be clustered to form male cones, right? Female cones. The megaspore mother cell divides meiotically to form. അതൊക്കെ നമ്മൾ സെക്കൻഡ് ഇയറിൽ സെക്ഷൽ റിപ്രൊഡക്ഷനിൽ പഠിക്കുന്നുണ്ട്. ബട്ട് അവിടെ നമ്മൾ ആൻജിയോസ്പെർംസിലാണ് പഠിക്കുന്നത്. ഇവിടെയും ഒരു സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഇവിടെ നടക്കുന്നത് കേട്ടോ. Divides meiotically to form 4 megaspores. One of the megaspores കണ്ടോ 4 ഉണ്ടാവും, എന്നിട്ട് 3 ഡിജനറേറ്റ് ചെയ്യുന്ന നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും 4 മെഗാസ്പോർസ് ഫോം ചെയ്യും, പക്ഷെ 3 ഡിജനറേറ്റ് ചെയ്ത് പോയിട്ട് 1 മാത്രം ഡെവലപ്പ് ചെയ്യും കണ്ടോ. എൻക്ലോസ്ഡ് വിത്തിൻ ദ മെഗാസ്പൊറാഞ്ചിയൻ ഡെവലപ്പ് ഇൻ ടു മൾട്ടി സെല്ലുലാർ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ്. എടോ ആൻജിയോസ്പെർമിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ 7 celled 8 ന്യൂക്ലിയേറ്റഡ് കണ്ടീഷൻ എന്ന് പഠിച്ചിട്ടുണ്ട്. ഇതല്ല, ഇത് വെറുതെ മൾട്ടി സെല്ലുലാർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, മൾട്ടി സെല്ലുലാർ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ വരുന്നതെന്നറിയോ? ഇൻ ജിംനോസ്പെർംസ് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ഈസ് മൾട്ടി സെല്ലുലാർ. ട്രൂ ഓർ ഫാൾസ്? ഇറ്റ് ഈസ് ട്രൂ. ഓക്കെ. ദാറ്റ് ബെയർസ് 2 or more ആർക്കിഗോണിയ. ഇവിടെ ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ആൻജിയോസ്പെർംസിൽ ആർക്കിഗോണിയത്തിന്റെ കാര്യമൊന്നും പറയണില്ല. ആൻജിയോസ്പെർംസിൽ എന്താ നമ്മൾ പറയണേ? എഗ് അപ്പാരറ്റസ് ആണ്. എഗ് അപ്പാരറ്റസ്, അതിനകത്ത് എഗ് സെൽ പ്ലസ് 2 സൈനാർജിഡ്സ് പറയുന്നുണ്ട് അല്ലേ? ഇവിടെ അങ്ങനെയല്ല, ആർക്കിഗോണിയ. അപ്പൊ ആർക്കിഗോണിയ ഉള്ള ലാസ്റ്റ് ഗ്രൂപ്പാണ് ആര്? ആർക്കിഗോണിയ എന്ന് പറഞ്ഞാൽ ഏതാ? ഫ്ലാസ്ക് ഷേപ്ഡ് സ്ട്രക്ചർ. നമ്മൾ ബ്രയോഫൈറ്റ്സിലും ടെറിഡോഫൈറ്റ്സിലും കണ്ടില്ലേ? അതുപോലെയുള്ള ഫ്ലാസ്ക് ഷേപ്ഡ് ഫീമെയിൽ സെക്സ് ഓർഗൻ ആണ് ആർക്കിഗോണിയ. അപ്പൊ ആർക്കിഗോണിയ ഉള്ള ലാസ്റ്റ് ഗ്രൂപ്പാണ് ഏത്? ജിംനോസ്പെർംസ്. Then or female sex organ. The multicellular female gametophyte is also retained within the megasporangium. Okay. So this is all about gymnosperms. പിന്നെ ബ്രയോഫൈറ്റ്സ്, അൺലൈക്ക് ബ്രയോഫൈറ്റ്സ് ആൻഡ് ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പെർംസിലെ മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ്സ് ഉണ്ട്. അപ്പൊ ഇത് നമ്മൾ പറഞ്ഞില്ലേ എന്താണ്? ഹാപ്ലോയിഡ് സ്റ്റേജിന് വേറൊരു ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ് ഇല്ല. ദാറ്റ് ഈസ് ലിവിങ് ഓൺ ദ പ്ലാന്റ്. Okay, so the diploid stage is dominant and haploid stage is depending on the diploid stage. അതുകൊണ്ട് ഇതിന്റെ ലൈഫ് സൈക്കിൾ നമ്മൾ എന്ന് വിളിക്കുക? ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്ന് വിളിക്കും. ഓക്കെ. ലൈഫ് സൈക്കിൾ ഓഫ് ജിംനോസ്പെർം ഈസ് ഡിപ്ലോണ്ടിക്. നേരെ മറിച്ച് ലൈഫ് സൈക്കിൾ ഓഫ് ബ്രയോഫൈറ്റ്സ് ആൻഡ് ടെറിഡോഫൈറ്റ്സ് ഈസ് ഹാപ്ലോഡിപ്ലോണ്ടിക്. ഓക്കെ. ഹാപ്ലോഡിപ്ലോണ്ടിക് ഏത്? ബ്രയോഫൈറ്റ്സ് ആൻഡ് ടെറിഡോഫൈറ്റ്സ്. ഇതിലാണെങ്കിൽ ജിംനോസ്പെർംസിലാണെങ്കിൽ ഡിപ്ലോണ്ടിക്, ആൻജിയോസ്പെർംസിലും ഡിപ്ലോണ്ടിക് തന്നെ. ഓക്കെ. ദെൻ ഇവിടെ വേറൊരു കാര്യമുണ്ട്. The pollen grains are released. Pollen grains are released. They are carried in air currents. ചോദിക്കും അനിമോഫിലി ഉണ്ടോ? അനിമോഫിലി പറഞ്ഞിട്ടില്ലെങ്കിലും ഇവിടെ ഹിഡൻ ആയിട്ട് കിടക്കുന്നുണ്ട്. That they are anemophily. Okay, anemophily എന്ന് പറഞ്ഞാൽ wind pollinated. Air currents and come in contact with the opening of the ovules. The pollen tube ഉണ്ടോ? Pollen tube carrying male gametes grows towards archegonia. ഈ പോളൻ ട്യൂബിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൈഫനോഗമി. സൈഫനോഗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളൻ ട്യൂബ് ഈസ് ബ്രിങ്ങിങ് മെയിൽ ഗാമേറ്റ് നിയർ ടു ദ ഫീമെയിൽ ഗാമേറ്റ്. അത് നമുക്ക് ആൻജിയോസ്പെർംസിൽ കാണാം, പക്ഷെ ജിംനോസ്പെർംസിലും അങ്ങനെ സിമിലർ ആയിട്ടുള്ള ഒരു ഈവന്റ് കാണാൻ സാധിക്കും. ഓക്കെ. ആ ഒരു ഈവന്റിനെ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് സൈഫനോഗമി. അതായത്
pollen tube formation, bringing the male gamete very near to the female gamete. Okay. Then discharge their contents near the mouth of the archegonia following fertilization, zygote develop to embryo. Right. ഇവിടെ എന്താ, seeds are not covered. ജിംനോ നേക്കഡ് സീഡ്സ് ആണ്. സീഡ്സിന് വേറെ കവറിംഗ് ഒന്നുമില്ല. ബിക്കോസ് ദേ ഡോണ്ട് ഹാവ് ഓവറി ഇല്ല. സീഡ്സ് ആർ നേക്കഡ്. ബട്ട് സീഡ് കോട്ട്സ് ഉണ്ടോ? സീഡ് കോട്ട് ഉണ്ട് പക്ഷെ ഓവറി വാൾ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ, ഫ്രൂട്ട് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, നൗ ദ ലാസ്റ്റ് പോർഷൻ ആൻജിയോസ്പേംസ്. ആൻജിയോസ്പേംസിൽ വന്നിട്ട് വി ഹാവ് കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. They are flowering plants, developed specialized structures called as flowers on the seeds are enclosed in fruits, kando, because they have got ovary. Then large group on nammal adime paranju vechittunde, they range in size from smallest angiosperm wolffia to tall trees eucalyptus. They provide food, fodder kore karyangalokka parayunnu. Okay, and mainly they are divided into dicotyledons and monocotyledons. ഞാൻ പറഞ്ഞു based on the presence or absence of cotyledon. ട്ടോ, സിംഗിൾ കോട്ടിലിഡൻ ആണെങ്കിൽ മോണോകോട്ട്, 2 കോട്ടിലിഡൻ ഉണ്ടെങ്കിൽ ഡൈക്കോട്ട്. എവിടെ? സീഡിന്റെ ഉള്ളിൽ. ആ ക്യാരക്ടർ വെച്ചിട്ടാണ് നമ്മൾ ആൻജിയോസ്പേംസിനെ ഡിവൈഡ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഇസ് ഓൾ അബൌട്ട് ഫസ്റ്റ് ചാപ്റ്റർ. ഓക്കെ.